ഹല്ലേലൂയ ഹല്ലേലൂയ. കർത്താവിൻ്റെ നാമം വീണ്ടും വാഴ്ത്തപ്പെടുമാറാകട്ടെ. ಕರ್ತನ ನಾಮಕ್ಕೆ ಮಹಿಮೆ ಉಂಟಾಗಲಿ. ഈ വെള്ളിയാഴ്ച പകൽക്കാലം ദൈവത്തിൻ്റെ സന്നിധിയിലായിരിക്കുവാൻ കർത്താവ് വീണ്ടും അവസരമൊരുക്കിയല്ലോ. ಈ ಶುಕ್ರವಾರದ ಮುಂಜಾನೆ ನಿಮ್ಮೊಂದಿರುವುದಕ್ಕಾಗಿ ಕರ್ತನ ಕೊಟ್ಟ ಕೃಪೆಗೆ ಸ್ತೋತ್ರ ಸಲ್ಲಿಸ್ತೇನೆ. കഴിഞ്ഞ 2 ദിനങ്ങൾ നിങ്ങളുടെ കൂടെ ആയിരുന്നതിൽ വളരെ സന്തോഷമുണ്ട്. ಕಳೆದ ದಿನಗಳಲ್ಲಿ ನಿಮ್ಮೊಂದಿಗಿರುವುದು ಬಹಳ ಸಂತೋಷ. കർത്താവ് നമ്മോട് സംസാരിക്കുന്ന വചനങ്ങൾക്കായി സ്തോത്രം ചെയ്യുന്നു. ಕರ್ತನ ನಮ್ಮೊಂದಿಗೆ ಮಾತನಾಡುವಂತಹ ವಾಕ್ಯಕ್ಕಾಗಿ ನಾನು ದೇವರಿಗೆ ಸ್ತೋತ್ರವನ್ನು ಸಲ್ಲಿಸ್ತೇನೆ. ಆಮೆನ್. വീണ്ടും വളരെ പ്രതീക്ഷയോടെ നമുക്കായിരിക്കാം. ತಿರುಗೊಂದು ನಾವು ಬಹಳ ನಿರೀಕ್ಷೆಯೊಂದಿಗಿರೋಣ. വേദനയായിരിക്കുന്ന ദൈവദാസനായി സ്തോത്രം ചെയ്യുന്നു. ವೇದಿಕೆಯಿರುವಂತಹ ದೇವ ಸೇವಕರಿಗೋಸ್ಕರ ನಾನು ವಂದನೆ ಸಲ್ಲಿಸ್ತೇನೆ. അതുപോലെ ഈ പ്രാർത്ഥനയ്ക്കായി കടന്നു വന്ന എല്ലാ സഹോദരി സഹോദരന്മാർക്കും ಕ್ರಿಸ್ತವೇಶ್ವರ ನಾಮದಲ್ಲಿರುವ ಸ್ನೇಹವನ್ನು വീണ്ടും ಓರ್ಪಿക്കുന്നു. ಅದೇ ರೀತಿಯಲ್ಲಿ ಬಂದಿರುವಂಥ ಪ್ರತಿಯೊಬ್ಬರಿಗೆ ಕೂಡ ಸಹೋದರ ಸಹೋದರರಿಗೆ ಕ್ರಿಸ್ತ ಯೇಸು ನಾಮದಲ್ಲಿ ವಂದನೆಯನ್ನು ಸಲ್ಲಿಸುವವನಾಗಿದ್ದೇನೆ. കഴിഞ്ഞ ദിവസം ചിന്തിച്ച ആ വിഷയത്തിൻ്റെ ബാക്കി ഭാഗത്തേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ ക്ഷണിക്കുന്നു. ಕಳೆದ ದಿನಗಳಲ್ಲಿ ನಾವು ಚಿಂತಿಸಿರುವಂತಹ ಭಾಗದ ಉಳಿದ ಭಾಗಕ್ಕೆ ನಾನು ನಿಮ್ಮನ್ನು ಶ್ರದ್ಧೆಯನ್ನು ತಿರುಗಿಸ್ತೇನೆ. യെഹെസ്കേൽ പ്രവചനം 13-ാം അധ്യായം 5-ാം വാക്യം വായിച്ചുകൊണ്ടാണ് ചില കാര്യങ്ങൾ കഴിഞ്ഞ പകൽക്കാലം ഓർപ്പിക്കുവാൻ കഴിഞ്ഞത്. ಯೆಹೆಜ್ಕೇಲ ಬರೆದ ಪ್ರವಾದನೆ ಪುಸ್ತಕ 13ನೇ ಅಧ್ಯಾಯದ 5ನೇ ವಾಕ್ಯದಲ್ಲಿ ನಾವು ಕಳೆದ ದಿನಗಳಲ್ಲಿ ಧ್ಯಾನಿಸ್ತಾ ಬಂದಿದ್ದೇವೆ. വീണ്ടും ആ വാക്യം തന്നെ ഒരാൾക്ക് ശബ്ദമൂർത്തി വായിക്കുക. ತಿರುಗೊಂದಾವರ್ತಿ ಆ ವಾಕ್ಯವನ್ನು ಓದಿಕೊಳ್ಳೋಣ. ಯೆಹೆಜ್ಕೇಲ 13ನೇ ಅಧ್ಯಾಯದ 5ನೇ ವಾಕ್ಯ. ಯೆಹೋವನ ದಿನದಲ್ಲಿ ಯುದ್ಧಕ್ಕೆ ನಿಲ್ಲಬೇಕೆಂದು ನೀವು ಪೌಳಿಯ ಒಡಕುಗಳನ್ನೇರಲಿಲ್ಲ. ಇಸ್ರೇಲ್ ವಂಶದ ರಕ್ಷಣೆಗಾಗಿ ಗೋಡೆಯನ್ನು ಗಟ್ಟಿ ಮಾಡಲೂ ಇಲ್ಲ. അവിടെ 3 കാര്യങ്ങളാണ് തൻ്റെ ജനത്തോടുള്ള ബന്ധത്തിൽ പരിശുദ്ധാത്മാവ് ഓർപ്പിക്കുന്നത്. ಅಲ್ಲಿ 3 ಕಾರ್ಯಗಳನ್ನಾಗಿದೆ ತನ್ನ ಜನರ ವಿಷಯದಲ್ಲಿ ಪರಿಶುದ್ಧಾತ್ಮವನ್ನು ಜ್ಞಾಪಿಸುವಂಥದ್ದು. ഈ ദൂതിൻ്റെ പ്രാരംഭ ഭാഗം ഇങ്ങനെ തുടങ്ങുന്നു, യഹോവയുടെ ദിവസത്തിൽ എന്ന്. ಈ ಒಂದು ವಾಕ್ಯ ಭಾಗದ ಪ್ರಾರಂಭದಲ್ಲಿ ಈ ರೀತಿ ಬರೆಯಲ್ಪಟ್ಟಿದೆ, ಯೆಹೋವನ ದಿನದಲ್ಲಿ ಎಂಬುದಾಗಿ. എന്താണ് യഹോവയുടെ ദിവസം, ഏതാണ് യഹോവയുടെ നാൾ എന്നുള്ളത് ಏನಾಗಿದೆ ಆ ಯೆಹೋವನ ದಿನ ಎಂಬುದು? ഉപാധ്യാവിൻ്റെ പ്രവചനം 1:15 നാം അത് കാണുന്നുണ്ട്. ഉപാധ്യാവിൻ്റെ പ്രവചനം 1:15. ಓಬದ್ಯನ ಪ್ರವಾದನೆ ಗ್ರಂಥ 13ನೇ ಅಧ್ಯಾಯ 3ನೇ ವಾಕ್ಯ. വായിച്ചേ. 1:15. ಉಪಾಧ್ಯಾವ್ ചാപ്റ്റർ 1:15 വേഴ്സ്. ಓಬದ್ಯ 1ನೇ ಅಧ್ಯಾಯದ 15ನೇ ವಾಕ್ಯ. ಯಾರದು ಓದಿಕೊಳ್ಳಿರಿ. ನೀನು ಮಾಡಿದ್ದೇ ನಿನಗಾಗುವುದು, ನಿನ್ನ ಕೃತ್ಯವೇ ನಿನ್ನ ತಲೆಗೆ ಬರುವುದು. അവിടെ നാം വായിച്ച വാക്യം സകല ജാതികൾക്കും യഹോവയുടെ നാൾ അടുത്തിരിക്കുന്നു എന്ന് കാണുന്നുണ്ട്. ಅಲ್ಲಿ ದೇವರ ವಾಕ್ಯದಲ್ಲಿ ಯೆಹೋವನ ದಿನವು ಸಮೀಪಿಸಿತ್ತು. നീ ചെയ്തിരിക്കുന്നത് പോലെ നിന്നോടും ചെയ്യും എന്ന് കാണുന്നു. ನೀನು ಮಾಡಿರುವಂಥದ್ದು ನಿನಗೆ ಮಾಡ್ತದೆ ಎಂಬುದಾಗಿ ಕಾಣ್ತೇವೆ. അത് ഒരു വ്യക്തിയെക്കുറിച്ചല്ല ഇവിടെ പ്രതിപാദിക്കുന്നത്. ಅಲ್ಲಿ ಒಂದು ವ್ಯಕ್ತಿಯ ಕುರಿತಾಗಿ ಅಲ್ಲ ತಿಳಿಸಲ್ಪಡುವಂಥದ್ದು. സകല ജാതികളുള്ള ബന്ധത്തില്ല, ಎಲ್ಲ ಜನಾಂಗಗಳಿಗೆ ಒಂದು ಸೂಚನೆಯಾಗಿ സകല ജാതികൾക്കും യഹോവയുടെ നാൾ വരുമെന്ന് വായിക്കുന്നു. ಎಲ್ಲ ಜನಾಂಗಗಳಿಗೆ ಯೆಹೋವನ ದಿನವು ಸಮೀಪವಾಗಿದೆ ಎಂಬುದಾಗಿ ಬರೆಯಲ್ಪಟ್ಟಿದೆ. ആമേൻ, ആമേൻ. ശ്രദ്ധിക്കുക. ഇനി യോവേൽ 1:15 നാം വായിക്കുമ്പോൾ യഹോവയുടെ നാളിനെ കുറിച്ച് കാണുന്നുണ്ട്. ಯೋವೇಲ 1:15 ನಾವು ನೋಡ್ತೇವೆ. യോവേൽ 1:15. ಯೋವೇಲ 1ನೇ ಅಧ್ಯಾಯ 15ನೇ ವಾಕ್ಯ. ಯೆಹೋವನ ದಿನವು ಸಮೀಪಿಸಿತು, ಅಯ್ಯೋ ದಿನವೇ ಅದು അവിടെ വായിക്കുന്നു യഹോവയുടെ ദിവസത്തെ കുറിച്ച് കാണുന്നു. ಅಲ್ಲಿ ಕೂಡ ನಾವು ಯೆಹೋವನ ದಿನದ ಕುರಿತಾಗಿ ಕಾಣುತ್ತೇವೆ. ಅದು വേഗം അടുത്തിരിക്കുക, ಅದು ಬೇಗನೆ ಸಮೀಪಿಸುತ್ತದೆ. മത്തായി സുവിശേഷത്തിലേക്ക് വരുമ്പോൾ 24ന്റെ ചാപ്റ്റർ 24:37 വായിക്കുമ്പോൾ കർത്താവിൻ്റെ വരവിനുള്ള ബന്ധത്തിൽ യഹോവയുടെ ദിവസത്തെക്കുറിച്ച് കാണുന്നുണ്ട്. ಮತ್ತಾಯ 24ನೇ 27ನೇ ವಾಕ್ಯದಲ್ಲಿ ಕೂಡ ನಾವು ಯೆಹೋವನ ದಿವಸದ ಕುರಿತಾಗಿ ಅಲ್ಲಿ നോഹയുടെ കാലം പോലെ യഹോവയുടെ ദിവസം അടുത്തിരിക്കുന്നു. ಯೋವೇಲ ಕಾಲ ರೀತಿಯಲ್ಲಿ ಯೆಹೋವನ ದಿನವು ಸಮೀಪಿಸುತ್ತದೆ. ഈ 3 വാക്യങ്ങളിൽ പരാമർശിക്കുന്നത് കർത്താവിൻ്റെ വരവിനുള്ള ബന്ധത്തിലാണ്. ಈ 3 ವಾಕ್ಯಗಳೆಲ್ಲ ತಿಳಿಸಲ್ಪಡುವಂಥದ್ದು ಕರ್ತನ ಬರೋಣದ ದಿವಸದ ಕುರಿತಾಗಿ. ആർക്കും സന്തോഷമില്ലെന്ന് തോന്നുന്നു. കർത്താവിൻ്റെ വരവിനെ കുറിച്ച് പറഞ്ഞപ്പോൾ
നമുക്ക് ഇത്രയും പ്രത്യാശ പോരാ. ಯಾರಿಗೂ ಕೂಡ ಈ ಕರ್ತನ ಬರೋಣದ ವಿಷಯದಲ್ಲಿ ಹೇಳುವಂತ ಸಮಯದಲ್ಲಿ ಯಾರಿಗೂ ಸಂತೋಷ ಇಲ್ಲ ಎಂಬುದಾಗಿ ಎನಿಸ್ತೇನೆ. ഏറ്റവും അടുത്ത് സംഭവിക്കാൻ പോകുന്നത് കർത്താവിന്റെ വരവാ. ಇನ್ನು ಬಹು ಬೇಗನೆ ಸಂಭವಿಸಲಿಕ್ಕೆ ಇರುವಂತದ್ದು ಕರ್ತನ ಬರೋಣವೇ. നമ്മുടെ പ്രത്യാശ വിഷയം അത് മാത്രം തന്നെയാ. ನಮ್ಮ ನಿರೀಕ್ಷೆಯ ವಿಷಯ ಅದುವೇ ಆಗಿದೆ. ഹല്ലേലൂയ ಹಾಲೆಲೂಯ. അവൻ നിങ്ങളുടെ ഇരുത്ത കണ്ടിട്ട് കർത്താവ് ഇപ്പോഴൊന്നും വരണ്ട എന്നുള്ള ചിന്തയാ. ನೀವು ಕುಳಿತುಕೊಂಡಿರುವಂತ ನೋಡಿದ್ರೆ ಕರ್ತನೆ ಈಗ ಮಾತ್ರ ಬರಬೇಡ ಎಂಬ ರೀತಿಯಲ್ಲಿದೆ. ഒരു സുവിശേഷ പ്രസംഗത്തിൽ ഒരു ദൈവദാസൻ യേശു വരാറായി, യേശു വരാറായി, യേശു വരുന്നു വരുന്നു എന്ന് പ്രസംഗിച്ചപ്പോൾ ഒരു സഹോദരൻ അവിടെ നിന്ന് പറഞ്ഞു, ഇദ്ദേഹത്തിന് ഇത്ര കർത്താവിനെ കൊണ്ടുവന്നാൽ ഇത്ര അങ്ങ് ആക്രാന്തം എന്തെന്ന് ചോദിച്ചു. ಒಂದು ಸುವಾರ್ತೆ ಕೂಟದಲ್ಲಿ ಒಂದು ಸೇವಕರು ಕರ್ತನ ಬರ್ತಾರೆ, ಕರ್ತನ ಬರೋಣ ಹತ್ತಿರವಾಯಿತು, ಕರ್ತನೆ ಬರ್ತಾರೆ ಎಂಬುದಾಗಿ ಹೇಳ್ತಿರುವಾಗ ಒಂದು ಸಹೋದರ ಅಲ್ಲಿ ಕೂತ್ಕೊಂಡು ಹೇಳ್ತಿದ್ರು, ಅಯ್ಯೋ ಈ ಒಂದು ಸೇವಕರು ಕಷ್ಟ ಕರ್ಕೊಂಬಂದದೇ ಕಷ್ಟ ಆಯ್ತಲ್ಲ ಎಂಬುದಾಗಿ. ಆಮೆನ್. കരങ്ങൾ വീശി ആമേൻ പറഞ്ഞാട്ടെ. ಕರಗಳನ್ನು ಬೀಸಿ ಆಮೇನ್ ಎಂಬುದಾಗಿ ಹೇಳ್ರಿ. ಮಾರನಾಥ ಯೇಸು ವರಾರಾಯಿ. ಮಾರನಾಥ ಅಂದ್ರೆ ಯೇಸು ಬರುವುದಕ್ಕೆ ಸಿದ್ಧರಾಗಿದ್ದಾರೆ. ಆ ಪ್ರತ್ಯಾಶೆ ಎತ್ರവർക്കുണ്ട്. ಆ ನಿರೀಕ್ಷೆ ನಮಗಿದೆ. നമ്മുടെ കർത്താവ് വീണ്ടും വരുന്നവനാ. ನಮ್ಮ ಕರ್ತನು ತಿರುಗಿ ಬರುವವನೇ ಆಗಿದ್ದಾನೆ. അവൻ രോഗസൗഖ്യം തരുന്നവൻ മാത്രമല്ല, ಆತನು ಸೌಖ್ಯ ಆರೋಗ್ಯವನ್ನು ಕೊಡುವುದು ಮಾತ್ರವಲ್ಲ, ഭാരം മാറ്റുന്നവൻ മാത്രമല്ല, ಸಾಲ ಭಾರವನ್ನು ನೀಗಿಸುವುದು ಮಾತ್ರವಲ್ಲ, യേശു വീണ്ടും വരുന്നവനാ. ಯೇಸು ತಿರುಗಿ ಬರುವವನಾಗಿದ್ದಾನೆ. ഹല്ലേലൂയ. ಹಾಲೆಲೂಯ. ആ കർത്താവിനെ എതിരേൽപ്പാൻ നാം ഒരുങ്ങിയിരിക്കണം. ಆ ಕರ್ತನಿಗೋಸ್ಕರ ನಾವು ಸಿದ್ಧರಾಗಿರಬೇಕು. ഇവിടെ യഹോവയുടെ ദിവസം എന്ന് പറയുന്നത് യേശുവിന്റെ വരവിനെ കാണിക്കുന്നു. ಇಲ್ಲಿ ಯೆಹೋವನ ದಿನ ಎಂಬುದಾಗಿ ಹೇಳುವಂತದ್ದು ಯೇಸುವಿನ ಬರೋಣವನ್ನು ಸೂಚಿಸುವಂತದ್ದು. ഹല്ലേലൂയ. ಹಾಲೆಲೂಯ. ആ നമ്മൾ കുറിവാക്യമായി വായിച്ച വാക്യത്തിൽ ഞാൻ ഇന്നലെ ഇത് പറഞ്ഞതാണെങ്കിലും ഒന്നും കൂടെ നിങ്ങൾക്കൊന്ന് മനസ്സിലാകാൻ വേണ്ടി പറഞ്ഞിട്ട് അടുത്ത ಭಾಗಕ್ಕೆ ತಿರುಗುവാൻ ತಾಲ್ಪರ್ಯಪಡುತ್ತೇನೆ. ನಾವು ಓದಿದಂತ ವಾಕ್ಯದ ಬಗ್ಗೆ ನಿನ್ನೆ ನಾವು ತಿಳಿಸಲ್ಪಟ್ಟಿದೆ, ಆದರೆ ತಿರುಬಂಧಾವತ್ತು ಸ್ವಲ್ಪ ನಿಮಗೆ ಅರ್ಥವಾಗುವುದಕ್ಕೆ ಹೇಳಿ ನಾನು ತಿರುಗಿ ಮುಂದುವರಿಲಿಕ್ಕೆ ಇಷ್ಟಪಡ್ತೇನೆ. ആമേൻ. ആ കുറിവാക്യത്തിൽ മൂന്ന് കാര്യങ്ങൾ കാണുന്നു. ഒന്ന്, നാം ഉറച്ചു നിൽക്കണം. ಆರಿಸಿಕೊಂಡ ವಾಕ್ಯ ಭಾಗದಲ್ಲಿ 3 ವಿಷಯಗಳಿದೆ. ಮೊದಲನೇದಾಗಿ ನಾವು ಸ್ಥಿರವಾಗಿ ದೃಢವಾಗಿ ನಿಲ್ಲುವವರಾಗಿರಬೇಕು. ഹല്ലേലൂയ. നാം ഉറച്ചു നിൽക്കേണ്ട നമ്മുടെ യോഗ്യതകൾ എന്തൊക്കെയാണ്? ನಾವು ದೃಢವಾಗಿ ನಿಲ್ಲುವುದಕ್ಕೆ ನಮ್ಮಲ್ಲಿ ಯೋಗ್ಯತೆಗಳ ವಿಷಯದಲ್ಲಿ ನಾವು ನೋಡಿದೆವು. നമ്മളിൽ ഒരു കുറവും കാണാതിരിക്കുക. ನಮ್ಮಲ್ಲಿ ಯಾವುದೇ ಕೊರತೆಗಳು ಕಾಣಬಾರದು. രണ്ടാമത് ഇടിവിൽ കയറുക. ಎರಡನೇದಾಗಿ ಒಡಕಿನಲ್ಲಿ ಏರಿರಿ. നമ്മുടെ ബലഹീനതകൾ നാം മനസ്സിലാക്കുക. ನಮ್ಮ ಅಂದ್ರೆ ಅರ್ಥ ನಮ್ಮ ಬಲಹೀನತೆಯನ್ನು ನಾವು ನಮ್ಮ ಮನಸ್ಸಿಗೆ ಅರ್ಥ ಮಾಡಿಕೊಳ್ಳಬೇಕು. പല കാര്യങ്ങൾ ഇന്നലെ സംസാരിച്ചു ഇടിവിൽ കയറുക എന്ന വിഷയത്തോടെ ബന്ധത്തിൽ. ನಾವು ನಿನ್ನೆ ದಿನಗಳಲ್ಲಿ ಆ ಒಂದು ಒಡಕಿನಲ್ಲಿ ನಿಲ್ಲುವಂಥದ್ದು ಅಂದ್ರೆ ಅದರ ವಿಷಯದಲ್ಲಿ ಕೆಲವು ವಿಷಯಗಳನ್ನು ಆಲೋಚನೆ ಮಾಡಿಕೊಂಡೆವು. മൂന്നാമത്തെ ഭാഗമാണ് ഇന്ന് സംസാരിപ്പാൻ താല്പര്യപ്പെടുന്നത്, മതിൽ കെട്ടുക. ಮೂರನೆಯ ಭಾಗವಾಗಿದೆ ಇವತ್ತು ನಾವು ಮಾತಾಡಲಿಕ್ಕೆ ಇಷ್ಟಪಡುವಂಥದ್ದು, ಗೋಡೆಯನ್ನ ಗಟ್ಟಿ ಮಾಡಿ ಕಟ್ಟಿರಿ ಎಂಬುದಾಗಿ. എല്ലാവരും പറഞ്ഞേ മതിൽ കെട്ടുക. കരം കൊടുത്ത് കൈ കൊടുത്ത് പറയണം, മതിൽ കെട്ടുക. ಪಕ್ಕದಲ್ಲಿ ಕೈ ಕೊಟ್ಟು ಹೇಳ್ರಿ, ಗೋಡೆಯನ್ನ ಕಟ್ಟಿರಿ ಎಂಬುದಾಗಿ. ഉറക്കെ പറഞ്ഞാട്ടെ. യെസ്. ದೃಢವಾಗಿ ಹೇಳಿರಿ. ഓ ജീസസ്. എല്ലാ കണ്ണും ഒരു നിമിഷം അടയ്ക്കാം. ಎಲ್ಲರ ಕಣ್ಣುಗಳು ಒಂದು ನಿಮಿಷ ಮುಚ್ಚಲ್ಪಡಲಿ. ഈ ദൈവത്തിന്റെ സഭയ്ക്ക് വേണ്ടി പരിശുദ്ധാത്മാവ് കൈമാറേണ്ടതിനായി ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ಈ ಒಂದು ಸಮಯದಲ್ಲಿ ಪರಿಶುದ್ಧಾತ್ಮನ ಹಸ್ತಾಂತರವಾಗುವುದಕ್ಕೆ ಒಟ್ಟಾಗಿ ಪ್ರಾರ್ಥಿಸಿರಿ. ಎಲ್ಲರೂ ಸ್ತೋತ್ರ ചെയ്ത് പ്രാർത്ഥിച്ചാട്ടെ. ಎಲ್ಲರೂ ಸ್ತೋತ್ರವನ್ನ ಮಾಡಿ ಪ್ರಾರ್ಥಿಸಿರಿ. ಆಮೆನ್. ಶಕ್ತമായി പ്രാർത്ഥിച്ചാട്ടെ. ಶಕ್ತವಾಗಿ ಪ್ರಾರ್ಥನೆಯನ್ನ ಮಾಡ್ರಿ. ಓ ಜೀಸಸ್. ಹಲ್ಲೆಲೂಯ. ಸ್ತೋತ್ರ. ಹುಡಗಮನಗಡಗಕ್ಷಸಿಯಾದನ ಹರ್ತನ ಜಗತ್ಸಂದರ ಜಗಸ್ಯಾದನೆ. ഒരുമിച്ച് എല്ലാവരും ഒട്ടാಗಿ ಸೇರಿ ജീസസ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ശബബദന. രക്തത്താൽ ജയം യേശുവിന്റെ നാമത്തിൽ. ഓ ജീ. അക്കരങ്ങൾ ഉയർത്തി. ആമേൻ. ആമേൻ. ജീസസ്. ജീസസ്. ഒരു നിമിഷം നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. ಒಂದು ನಿಮಿಷ ನಾವೆಲ್ಲರೂ ಎದ್ದು ನಿಂತುಕೊಳ್ಳೋಣ. ഹല്ലേലൂയ. ജീസസ്. യേശുവിന്റെ നാമം പകൽക്കാലം ഉയരട്ടെ. ಯೇಸುವಿನ ನಾಮ ಈ ಹಗಲಿನಲ್ಲಿ ಮೇಲಕ್ಕೆತ್ತಲ್ಪಡಲಿ. വലിയ നാമമാകയാൽ ಆತನ ನಾಮ ಮೇಲಾದ ನಾಮವಾಗಿದೆ. ഓ ജീസസ്. ദൈവ സാന്നിധ്യത്തിനായി പ്രാർത്ഥിച്ചാട്ടെ. ದೇವರ ಸಾನ್ನಿಧ್ಯಕ್ಕಾಗಿ ಪ್ರಾರ್ಥಿಸಿರಿ. നിങ്ങളുടെ ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്ന് ഇന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ എത്രവർക്ക് കഴിയും? ದೇವರ ಸಾನ್ನಿಧ್ಯ ನಿಮ್ಮ ಒಳಗೆ ಹರಿದಕ್ಕಾಗಿ ಸಾಧ್ಯವಿದೆ. ഹോറി ഭാഷിയാന്തലാശീതൽക്കനാദനയ. ഉങ്ക നാമം ഉയരണം என்று மேல்மையடையണം. பாடுவோ ஹல்லேலூயா.
இங்கு நாமம் உயரணும், இங்கு மேன்மை அடையணும், பாடுவே பாடுவே அல்லேலூயா. எத்தனை பேருக்கு பாடுவான் കഴിയും? ಎಷ್ಟು ಜನರಿಗೆ ಇದನ್ನು ಹಾಡಲಿಕ್ಕೆ ಸಾಧ್ಯವಿದೆ? ಆಮೇಲೆ ಯೇಸುವಿನ ನಾಮಂ ಉಯರಣವನ್ನು ಎತ್ತರ പേർക്ക് ആഗ്രഹമുണ്ട്. ಯೇಸುವಿನ ನಾಮ ಮೇಲಕ್ಕೆ ಎತ್ತಲ್ಪಡಬೇಕೆಂಬುದಾಗಿ ಎಷ್ಟು ಜನ ಬಯಸ್ತೀರಾ? ஓ சமதனே, இங்கு நாமம் உயரணும், இன்று மேல்மை அடையணும், பாடுவேன் பாடுவோம் அல்லேலூயா. ചേർന്ന് പാടിയാട്ടെ, ಒಟ್ಟಾಗಿ ಸೇರಿ ಹಾಡೋಣ. இங்கே நாமம் உயரணும், இன்று மேல்மை அடையணும், பாடுவே பாடுவோம் அல்லேலூயா. ശബ്ദമൂർത്തി, ಶಬ್ದವನ್ನು ಮೇಲಕ್ಕೆತ್ತಿ. இங்கே நாமம் உயரணும், இன்று மேல்மை அடையணும், பாடுவே பாடுவோம் அல்லேலூயா. ഒരിക്കൽ കൂടെ ಒಟ್ಟಾಗಿ ಸೇರಿ. எங்க நாமம் உயரணும், என்று மேல்மை அடையணும், பாடுவே பாடுவோம் அல்லேலூயா. ശബ്ദത്തോടെ ಶಬ್ದದೊಂದಿಗೆ எங்க நாமம் உயரணும், என்று மேல்மை அடையணும், பாடுவே பாடுவோம் அல்லேலூயா. ചേർന്ന് இங்கு நாமம் உயரணும், இன்று மேல்மை அடையணும், பாடுவே பாடுவோம் அல்லேலூயா. കരമുയർത്തി, ಕರಗಳನ್ನು ಮೇಲಕ್ಕೆ. இங்கு நாமம் உயரணும், இன்று மேல்மை அடையணும், பாடுவே பாடுவோம் அல்லேலூயா. ഒരിക്കൽ കൂടെ ಒಟ್ಟಾಗಿ இங்கு நாமம் உயரணும், இன்று மேல்மை அடையணும், பாடுவே பாடுவோம் அல்லேலூயா. ஹalleluya 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 ஹalleluya. யாவேன் ஆமென் ஹalleluya. யாவே ஆமென் ഹല്ലേലൂയ. യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് പകൽക്കാലം കർത്താവിൻ്റെ നാമം മാത്രമേ ഉയരാവൂ. അവൻ നമ്മളെ ഉയർത്തുന്ന ദൈവമാകയാൽ ആ ഉറപ്പുള്ളവർ അവരി ചേർന്ന് പാടിയാട്ടെ. എങ്ക നാമം ഉയരണം, என்று மேன்மை அடையணும், பாடுவே பாடுவோம் அல்லேலூயா. எங்க நாமம் உயரணும், இன்று மேன்மை அடையணும், பாடுவே பாடுவோம் அல்லேலூயா. எங்க நாமம் உயரணும், இன்று மேல்மை அடையணும், பாடுவே பாடுவோம் ஹல்லேலூயா. ஹல்லேலூயா 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 ஹல்லேலூயா. யாவே ஆமென் யாவே ஆமென் யாவே ஆமென் ஹல்லேலூயா. யாவே ஆமென் ஹல்லேலூயா. யாவே ஆமென்
ഹല്ലേലൂയ. പെരുങ്കാറ്റു വണങ്ങി പോകും, ചെങ്കടൽ വഴി തിരക്കും, ഉങ്ക നാമമുയർത്തും പോതും കന്മലയും കലങ്ങി പോകും. പെരുങ്കാറ്റു മടങ്ങി പോകും, ചെങ്കടൽ വഴി തിരക്കും, ഉങ്ക നാമമുയർത്തും പോതും കലങ്ങി പോകും. യേശുവേ ഉങ്ക നാമമേ ഉയരണം. ഹല്ലേലൂയാ. യേശുവേ ഉങ്ക നാമമേ ഉയരണം. ഹല്ലേലൂയാ. ഉങ്ക നാമം ഉയരണം, മേന്മയടയണം. പാടുവേ പാടുവേ ഹല്ലേലൂയാ. ഉങ്ക നാമം ഉയരണം, മേന്മയടയണം. പാടുവേ പാടുവേ ഹല്ലേലൂയാ. ഉങ്ക നാമം ഉയരണം, என்று மேன்மை அடையணும். பாடுவே பாடுவே ஹல்லேலூயா. கரங்குளிசி ஓ ஹல்லேலூயா 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 ஹல்லேலூயா. யாவே ஆமென். ஹல்லேலூயா. யாவே ஆமென். ஹல்லேலூயா. யாவே ஆமென். ஹல்லேலூயா. யாவே ஆமென். ஹல்லேலூயா. உங்க நாமம் உயரணம், என்று மேன்மை அடையணும். பாடுவே பாடுவோம் ஹல்லேலூயா. உங்க நாமம் உயரணம், என்று மேன்மை அடையணும். பாடுவே பாடுவோம் ஹல்லேலூயா. ஒരിക്കൽ കൂടെ உங்க நாமம் உயரணம், என்று மேன்மை அடையணும். பாடுவே பாடுவோம் ஹல்லேலூயா. ஹல்லேலூயா 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 ஹல்லேலூயா. யாவே ஆமென். ஹல்லேலூயா. யாவே ஆமென். ஹல்லேலூயா. யாவே ஆமென். ஹல்லேலூயா. யாவே ஆமென். ஹல்லேலூயா. ಶಾಂತಮಾಯಿ ಶಾಂತವಾಗಿದ್ದುಕೊಂಡು நாமம் உயரணம், என்று மேன்மை அடையணும். பாடுவே பாடுவோம் ஹல்லேலூயா. இங்க நாமம் உயரணம், என்று மேன்மை அடையணும். பாடுவே பாடுவோம் ஹல்லேலூயா. Thank you, Jesus. ಸ್ತೋತ್ರ ಯೇಸುವೇ. കരമടിച്ച് ദൈവത്തെ സ്തുതിച്ചാട്ടെ. ശക്തിയോടെ ದೇವರಿಗೆ ಸ್ತೋತ್ರವನ್ನ ಮಾಡಿರಿ. അന്യഭാഷയിൽ അല്പ നിമിഷങ്ങൾ സ്തോത്രം ചെയ്താട്ടെ. ಸ್ವಲ್ಪ ಸಮಯ ಅನ್ಯ ಭಾಷೆಯಲ್ಲಿ ದೇವರಿಗೆ ಸ್ತೋತ್ರವನ್ನ എല്ലാ നാമം തുറന്ന് അല്പ നിമിഷങ്ങൾ അഭിഷേകത്തോടെ കർത്താവിനെ ആരാധിക്കാം. ಸ್ವಲ್ಪ ಸಮಯ ಅಭಿಷೇಕದಲ್ಲಿ ಕರ್ತನನ್ನು ಆರಾಧಿಸೋಣ. കർത്താവേ, അങ്ങയുടെ നാമത്തെ ഉയർത്തുവാൻ ഈ പകൽക്കൽ വിടയാക്കണമേ. ಕರ್ತನೇ, ನಿಮ್ಮ ಚಿತ್ತವೊಂದೇ ദൈവ സാന്നിധ്യം കൊണ്ട് കർത്താവ് നിറയ്ക്കണം.
ದೇವ ಸಾನ್ನಿಧ್ಯ ಕರ್ತನೆ ತುಂಬಿಸಿರಿ. യേശുവൻ നാമത്തിൽ തന്നെ. ಯೇಸು ನಾಮ ತಂದೆ. അടുത്ത് നിൽക്കുന്നതിന്റെ കരം കൊടുത്ത് എല്ലാവർക്കും ഇരിക്കുക. ಪಕ್ಕದವರಿಗೆ ಕರಗಳನ್ನು ಕೊಟ್ಟು ಹಾಗೇನೆ ಕುಳಿತುಕೊಳ್ಳಿ. ആമേൻ. സ്തോത്രം. കർത്താവ് നമ്മളെല്ലാവരെയും ഒരുമിച്ച് പകൽക്കാലം അനുഗ്രഹിക്കുമാറാകട്ടെ. ಕರ್ತನ ನಮ್ಮೆಲ್ಲರನ್ನ ಈ ಒಂದು ಹಗಲಿನಲ್ಲಿ ಆಶೀರ್ವದಿಸಲಿ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ಪ್ರೈಸ್ ದ ಲಾರ್ಡ್. എത്ര പേർക്ക് സന്തോഷമുണ്ട്? ഹല്ലേലൂയ. ಸಂತೋಷವಿದೆ. ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രാർത്ഥനയോട് നമുക്കായിരിക്കാം. പ്രാർത്ഥನೆಯೊಂದಿಗೆ ದೇವರ ಸನ್ನಿಧಿಯಲ್ಲಿ ನಾವು ಇರೋಣ. മതിൽ പണിയുവാനുള്ള ആഹ്വാനം ആണ് മൂന്നാമത്തെ ഭാഗമായി നമ്മൾ ചിന്തിപ്പാൻ താല്പര്യപ്പെടുന്നത്. ಗೋಡೆಯನ್ನು ಕಟ್ಟಿರಿ ಎಂಬ ವಿಷಯ ಅದಾಗಿ ಮೂರನೇ ವಿಷಯದಲ್ಲಿ ನಾವು ಕಲಿತಾ ಇದ್ದೇವೆ. ഏതാണ് ഈ മതിൽ? ಏನಾಗಿದೆ ಈ ಗೋಡೆ? എന്താണ് ഈ മതിൽ? ಏನಾಗಿದೆ ಈ ಗೋಡೆ? ആ പണി എന്തായിരിക്കും? ಆ ಕಟ್ಟುವ ಕೆಲಸ ಏನಾಗಿದೆ? അത് വചനത്തിലൂടെ തെളിയിച്ച് പ്രാർത്ഥിപ്പാൻ താല്പര്യപ്പെടുന്നു. ಅದು ವಾಕ್ಯದೊಂದಿಗೆ ತಿಳಿಸಿ ಪ್ರಾರ್ಥಿಸಲಿಕ್ಕೆ ಬಯಸ್ತೇನೆ. ഈ ദിവസങ്ങളിൽ ഒരു ഭയങ്കരമാകുന്ന പണിക്ക് വേണ്ടി പരിശുദ്ധാത്മാവ് തന്റെ ജനത്തെ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. ಈ ದಿನದಲ್ಲಿ ಒಂದು ಭಯಂಕರವಾದಂತಹ ಕಟ್ಟಲ್ಪಡುವಿಕೆಗೋಸ್ಕರ ಪರಿಶುದ್ಧಾತ್ಮನು ತನ್ನ ಜನರನ್ನ ಸೇರಿಸ್ತಾ ಇದ್ದಾನೆ. അത് ഉപവാസ പ്രാർത്ഥന നടുവിൽ തന്നെ കർത്താവ് ചെയ്യും. ಈ ಉಪವಾಸ ಪ್ರಾರ್ಥನಾ ಕೂಟದ ಮಧ್ಯದಲ್ಲಿ ಅದು ದೇವರದನ್ನ ಮಾಡ್ತಾನೆ. ഹല്ലേലൂയ. ಹಲ್ಲೆಲೂಯಾ. ആ ഒരുക്കത്തോടെ നമുക്ക് ദൈവ മുൻപാകെയായിരിക്കാം. ಆ ದೃಢತೆಯಿಂದ ನಾವು ದೇವರ ಮುಂದೆ ಕುಳಿತುಕೊಂಡಿರೋಣ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. എഹെസ്കേൽ പ്രവചനത്തിലേക്ക് വരുമ്പോൾ ಯೆಹೆಜ್ಕೇಲ ಪ್ರವಾದನ ಪುಸ್ತಕಕ್ಕೆ ಬರುವಾಗ 22-ാം അധ്യായം 30-ാം വാക്യം വായിക്കുമ്പോൾ 22ನೇ ಅಧ್ಯಾಯದ 30ನೇ ವಾಕ್ಯವನ್ನು ಓದುವಾಗ ഈ വിഷയത്തോടെ ബന്ധത്തിൽ നമുക്ക് ചില കാര്യങ്ങൾ ചിന്തിപ്പാനും ധ്യാനിപ്പാനും ഇവിടെയാകട്ടെ. ಈ ವಿಷಯದ ಕುರಿತಾಗಿ ಕೆಲ ಕಾರ್ಯವನ್ನ ಚಿಂತಿಸಲಿಕ್ಕೆ ದೇವರು ಸಾಧ್ಯವಾಗುತ್ತದೆ. വായിക്കാം. ಓದಿಕೊಳ್ಳಿ. ಯೆಹೆಜ್ಕೇಲ 20ನೇ ಅಧ್ಯಾಯದ 30ನೇ ವಾಕ್ಯದಿಂದ, ಇಸ್ರಾಯೇಲ್ ವಂಶದವರಿಗೆ ಹೀಗೆ ಹೇಳು, ಕರ್ತನಾದ ಯೆಹೋವನು ಇಂತೆನ್ನುತ್ತಾನೆ, ನಿಮ್ಮ ಪಿತೃಗಳಂತೆ ನಿಮ್ಮನ್ನು ನೀವೇ ಹೊಲಸು ಮಾಡಿಕೊಳ್ಳುತ್ತೀರೋ, ಅವರು ಪೂಜಿಸುತ್ತಿದ್ದ ಅಸಹ್ಯ ವಸ್ತುಗಳನ್ನು ನೀವು ಪೂಜಿಸಿ ദേശത്തെ നശിപ്പിക്കാതിരിക്കേണ്ടതിന്, ದೇಶವನ್ನು ನಾಶಪಡಿಸದೇ ಇರುವುದಕ್ಕಾಗಿ, ആ ദേശത്തിന് വേണ്ടി ഇടിവിൽ നിൽക്കുവാൻ ഞാനൊരു പുരുഷനെ അന്വേഷിച്ചു. ಆ ದೇಶದಲ್ಲಿ ಒಂದು ಮಧ್ಯಸ್ಥಿಗಾಗಿ ನೀವು ವಹಿಸುವುದಕ್ಕಾಗಿ ನಾನು ಪುರುಷರನ್ನು ಹುಡುಕಿದೆನು. ആരും കണ്ടില്ല താനും. ಯಾರು ಕಾಣದೇ ಇದ್ದರು. മനസ്സിലാവ? രാമയും പറഞ്ഞാട്ടെ. ಅರ್ಥವಾದ ರಾಮೇನ್ ಎಂಬುದಾಗಿ ಹೇಳ್ರಿ. ഹല്ലേലൂയ. ಹಲ್ಲೆಲೂಯ. ദേശം നശിച്ചു പോകുകയാണ്. ದೇಶವು ನಾಶವಾಗಿ ಹೋಗ್ತಾ ಇದೆ, തകർന്നുകൊണ്ടിരിക്കുകയാണ്. ನಾಶವಾಗ್ತಾ ಇದೆ. എന്നാൽ ആ തകർന്നു പോയിരിക്കുന്ന ദേശത്തിന് വേണ്ടി ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കുവാൻ, ഇടിവിൽ നിൽക്കുവാൻ ഞാനൊരു പുരുഷനെ അന്വേഷിച്ചു. പക്ഷേ അവിടെ ആരെയും കാണുവാൻ കഴിഞ്ഞില്ല. ಆದ್ರೆ ಆ ನಾಶವಾಗುತ್ತಿರುವಂತ ದೇಶಕ್ಕಾಗಿ ಮಧ್ಯಸ್ಥಿಕೆ ವಹಿಸಿಕೊಂಡು ಅವರಿಗೋಸ್ಕರ ಪ್ರಾರ್ಥನೆ ಮಾಡೋದಕ್ಕಾಗಿ ನಾನೊಬ್ಬ ಪುರುಷರನ್ನು ಹುಡುಕಿದ್ದೇನೆ, ಆದ್ರೆ ಯಾರು ನನಗೆ ಸಿಗಲಿಲ್ಲ. കർത്താവിന്റെ പരിശുദ്ധാത്മാവ് ശക്തമായി പ്രവചിക്കുന്നു. ಕರ್ತನ ಪರಿಶುದ್ಧಾತ್ಮ ಶಕ್ತವಾಗಿ ಪ್ರವಾದಿಸ್ತಾನೆ. ദേശത്തെ നശിപ്പിക്കുവാൻ, ದೇಶವನ್ನು ನಾಶ ಮಾಡುವಂತ, ഒരു ദേശത്തിലെ നാശം എങ്ങനെയാണ് സംഭവിക്കുന്നത്? ಒಂದು ದೇಶದಲ್ಲಿ ನಾಶನ ആ ಹೇಗೆ ಸಂಭವಿಸುತ್ತದೆ? ദേശത്തിന്റെ പാപമാണ്. ಅದಕ್ಕೆ ಆ ದೇಶದ ಪಾಪವೇ ಕಾರಣ. ആമേൻ പറ. ಆಮೇನ್ ಎಂಬುದಾಗಿ. ഹല്ലേലൂയ. ಹಲ್ಲೆಲೂಯ. നോഹയുടെ കാലത്ത് ആമേൻ ദേശത്ത് ജലപ്രളയത്തെ അയക്കുവാൻ ദൈവം പദ്ധതിയിട്ടപ്പോൾ, ನೋಹನ ಕಾಲದಲ್ಲಿ ಆ ಪ್ರಪಂಚದ ಮೇಲೆ ಜಲಪ್ರಳಯ ತರುವುದಕ್ಕಾಗಿ ದೇವರು ಪದ್ಧತಿಯನ್ನಿಟ್ಟಾಗ തന്റെ ജനത്തിന്റെ ദുഷ്ടത ദൈവത്തിന്റെ സന്നിധിയിൽ ചെന്നെത്തി. ತನ್ನ ಜನರ ದುಷ್ಟತೆಯು ದೇವರ ಸನ್ನಿಧಿಗೆ ಹೋಯಿತು. ഹല്ലേലൂയ. ಹಲ್ಲೆಲೂಯ. ആമേൻ. മനുഷ്യന്റെ ദുഷ്പ്രവൃത്തികൾ, മനുഷ്യന്റെ പാപം, മനുഷ്യൻ ചെയ്യുന്ന പാപം ദൈവത്തിന്റെ സന്നിധിയിൽ എത്തിക്കഴിഞ്ഞപ്പോൾ, ಮನುಷ್ಯರ ದುಷ್ಕೃತ್ಯಗಳು, ಮನುಷ್ಯರು ಮಾಡುವಂತ ಪಾಪಗಳೆಲ್ಲವೂ ದೇವರ ಸನ್ನಿಧಿಗೆ ಬರುವಾಗ അവിടെ വായിക്കുന്നൊരു വാക്യമുണ്ട്. ಅಲ್ಲಿ ಓದುವಂತ ವಾಕ್ಯವಿದೆ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് മനുഷ്യന്റെ ആത്മാവിനോട് എല്ലായ്പ്പോഴും വാദിക്കാറില്ല. ದೇವರ ಪರಿಶುದ್ಧಾತ್ಮ ಮನುಷ್ಯರ ಆತ್ಮನೊಂದಿಗೆ ಯಾವತ್ತೂ ವಾದಿಸುವುದಿಲ್ಲ. ഹല്ലേലൂയ. ಹಲ್ಲೆಲೂಯ. ആമേൻ പറ. ಆಮೇನ್ ಹೇಳ್ರಿ. ആമേൻ. ദൈവത്തിന്റെ അഭിഷിക്തന്മാരെ ദൈവം പറഞ്ഞയച്ച്, ದೇವರ ಅಭಿಷಿಕ್ತರನ್ನು ಕಳುಹಿಸಿ, ആമേൻ, പരിശുദ്ധാത്മാവ് ചില സമയങ്ങളിൽ വ്യക്തവും ശക്തമായും നമ്മോട് ഇടപെടാറുണ്ട്. ಪರಿಶುದ್ಧಾತ್ಮರು ಕೆಲವು ದಿನ ಸಮಯಗಳಲ್ಲಿ ಶಕ್ತವಾಗಿ ವ್ಯಕ್ತವಾಗಿ ನಮ್ಮೊಂದಿಗೆ ಮಾತನಾಡ್ತಾರೆ. ആ സമയത്ത് നാം ദൈവത്തിന്റെ ശബ്ദത്തിന് കീഴടങ്ങിയാൽ, ಆ ಸಮಯದಲ್ಲಿ ನಾವು ದೇವರ ಶಬ್ದಕ್ಕೆ ವಿಧೇಯರಾದರೆ, അനുസരിച്ചു കഴിഞ്ഞാൽ, ನಾವು ಅದನ್ನು ಅನುಸರಿಸಿದರೆ ദൈവം നമ്മോടുള്ള ആ ബന്ധത്തിൽ ദൈവം വരുത്തുമെന്ന് പറഞ്ഞ അനർത്ഥത്തെ ദൈവം എടുത്തു മാറ്റും. ಆ ಒಂದು ವಿಷಯದಲ್ಲಿ ನಮಗೆ ವಿರುದ್ಧವಾಗಿ ಬರುವಂತ ಅನರ್ಥಗಳನ್ನ ದೇವರು ನಮ್ಮಿಂದ ತೆಗೆದು ಹಾಕ್ತಾನೆ. ഹല്ലേലൂയ. ಹಲ್ಲೆಲೂಯ. ഇന്ന് മിക്ക ദൈവജനവും ഭയമില്ലാത്തൊരു ജനമാ. ಇನ್ನು ಉಳಿದ ಕೆಲವು ದೇವ ಜನರೇ ಎಲ್ಲ, ഉಳಿದಂತೆಲ್ಲರೂ ಕೂಡ ಭಯ ಇಲ್ಲದ ದೇವ ಜನರೇ. ആമേൻ. ജാതികൾക്ക് യേശു എന്ന് കേൾക്കുമ്പോൾ ഭയങ്കര ഭയമാ. ಅನ್ಯ ಜನರಿಗೆ ಯೇಸುವಿನ ಕುರಿತಾಗಿ ಭಯಂಕರ ಭಯ. ഭയമില്ലാത്ത ഒരു വർഗം ഉണ്ടെങ്കിൽ
ആമേൻ ദൈവമക്കൾക്കാ. ಆದರೆ ದೇವರ ಕುರಿತಾಗಿ ಭಯ ಇಲ್ಲದೆ ಇರುವಂತ ಒಂದು ಜನಾಂಗ ಇರೋದಾದ್ರೆ ಅದು ದೇವರ ಮಕ್ಕಳೇ ಆಗಿದ್ದಾರೆ. നിങ്ങൾ ആരും ഒന്നും മിണ്ടുന്നില്ലല്ലോ. ನೀವು ಯಾರು ಮಾತಾಡ್ತಾ ಇಲ್ಲಲ್ಲ. ഇന്നത്തെ ദൈവമക്കൾ പറയുന്നത് ജീസസ് ഇൻ മൈ പോക്കറ്റ്. ಈಗಿನ ದೇವರ ಮಕ್ಕಳು ಹೇಳ್ತಾರೆ ಯೇಸು ನನ್ನ ಕಿಸೆ ಒಳಗೆ, യേശു എന്റെ പോക്കറ്റിൽ കിടക്കുക. ಯೇಸು ನನ್ನ ಕಿಸೆದೊಳಗಿದ್ದಾನೆ. കർത്താവിനെ പോലും വെരട്ടി ജീവിക്കുന്നവരാണ് ഇന്നത്തെ പെന്തിക്കോസുകാർ. ಈ ಕರ್ತನನ್ನೇ ಬಿಟ್ಟು ಜೀವಿಸುವಂತ ಈಗಿನ ಒಂದು ಪೆಂತೆಕೋಸ್ತ ಜನರು. സ്വത്രം ಸ್ತೋತ್ರ. ആമേൻ. അതുകൊണ്ട് മനുഷ്യന്റെ ആത്മാവിനോട് ദൈവാത്മാവിന് സദാകാലവും വാദിച്ചുകൊണ്ടിരിക്കത്തില്ല. ಆದ್ದರಿಂದ ಮನುಷ್ಯರ ಆತ್ಮನೊಂದಿಗೆ ದೇವರ ಆತ್ಮನು ಯಾವಾಗಲೂ ವಾದಿಸುತ್ತಾ ಇರುವುದಿಲ್ಲ. ഇവിടെ സംഭവിച്ച വിഷയം അത് തന്നെയാ. ಇಲ್ಲಿ ಸಂಭವಿಸಿದ ವಿಷಯ ಅದುವೇ ಆಗಿದೆ. മനുഷ്യന്റെ ദുഷ്ടത ദൈവത്തിനടുക്കൽ ചെന്നു. ಮನುಷ್ಯರ ದುಷ್ಟತೆಯು ದೇವರ ಬಳಿಗೆ ಹೋಯಿತು. അപ്പോൾ ദൈവം ഭൂമിയെ ന്യായം വിധിക്കുവാൻ പദ്ധതിയിടുന്നു. ಆಗ ದೇವರು ಭೂಮಿಗೆ ನ್ಯಾಯ ವಿಧಿಸುವುದಕ್ಕಾಗಿ ತೀರ್ಮಾನ ತೆಗೆದುಕೊಂಡರು. കർത്താവിന്റെ പ്രോജക്റ്റ് ആ ഭൂമിയെ ജലപ്രളയത്താൽ നശിപ്പിക്കുവാനാണ് ദൈവത്തിന്റെ പ്രോജക്റ്റ്. ಆ ಕರ್ತನ ಒಂದು ಮುಖ್ಯವಾದಂಥ ಪ್ರಾಜೆಕ್ಟ್ ವಿಷಯ ಅಂತ ಹೇಳಿದ್ರೆ ಭೂಮಿಯನ್ನು ಜಲಪ್ರಳಯದಿಂದ ನಾಶ ಮಾಡುವಂಥದ್ದಾಗಿತ್ತು. ആമേൻ ಆಮೇನ್. പക്ഷെ എന്നിട്ടും ജനം അനുസരിച്ചില്ല. ಆದ್ರೂ ಕೂಡ ಜನರು ತನ್ನ ನಡತೆಯನ್ನು ಬದಲಾಯಿಸಿ ದೇವರನ್ನು ಅನುಸರಿಸಲಿಲ್ಲ. അടുത്ത വിഷയം സോദോം ഗോമോര നശിപ്പിക്കുവാൻ ദൈവം പദ്ധതിയിട്ടു. ಮುಂದಿನದಾಗಿ ಸೋದೋಮ್ ಗೊಮೋರನ ಅವನ ಪಟ್ಟಣವನ್ನು ನಾಶ ಮಾಡುವುದಕ್ಕಾಗಿ ದೇವರು ಬಯಸಿದನು. ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായത്തിൽ കണ്ട പാപം, ആ പാപത്തെ ദൈവം ന്യായം വിധിച്ചത് അതിനെ കുതിർത്ത് നനച്ചാണ് ആമേൻ ദൈവം ന്യായം വിധിച്ചത്. ಆದಿಕಾಂಡದಲ್ಲಿ ಆ ಒಂದು ವಿಷಯದಲ್ಲಿ ನಾವು ನೋಡ್ತೇವೆ. ಆ ಒಂದು ಸೋದೋಮ್ ಗೊಮೋರದ ವಿಷಯದಲ್ಲಿ ನ್ಯಾಯ ವಿಧಿಯನ್ನು വിധിಸುವಂತ. എന്നാൽ സോദോം ഗോമോറിലെ വിഷയം ആമേൻ പാപം അതികഠിനമായിരുന്നു. ಆದರೆ ಸೋದೋಮ್ ಗೊಮೋರ ಪಟ್ಟಣದ ಅವರ ಪಾಪ ಬಹಳ ಕಠಿಣವಾಗಿತ್ತು. അതിനെ തകർക്കുവാൻ ദൈവം പദ്ധതിയിട്ടത് ആമേൻ പൈസലോൾ അതിനെ കരിച്ചു കളയാനാ, ആമേൻ ദഹിപ്പിച്ചു കളയാനാ. ಆದ್ರಿಂದ ಅದನ್ನ ಸುಟ್ಟು ಹಾಕುವುದಕ್ಕಾಗಿ ದೇವರೊಂದು ಆಲೋಚನೆಯನ್ನ ಮಾಡಿದರು. ദൈവം പദ്ധതി ആവിഷ്കരിച്ചപ്പോൾ, ದೇವರು ಆ ಯೋಜನೆಯನ್ನ ಮಾಡುವಾಗ ആ ദൈവത്തിന്റെ പ്രോജക്റ്റ് അബ്രഹാമിനെയാണ് ആദ്യം അറിയിച്ചത്. ಆ ಒಂದು ವಿಷಯದಲ್ಲಿ ಮೊದಲನೆಗೆ ಒಪ್ಪಿಸಿಕೊಟ್ಟದ್ದು ಅಬ್ರಹಾಮನಿಗೆ ಆಗಿತ್ತು. എന്നാൽ അബ്രഹാം ആമേൻ സ്വത്രം തന്റെ സഹോദരനായ ലോത്തിന് വേണ്ടി ഇടിവിൽ നിൽക്കുക. ಆದ್ರೆ ಅಲ್ಲಿ ಅಬ್ರಹಾಮನ್ ತನ್ನ ಸಹೋದರನಾಗಿರುವಂತ ಲೋಟನಿಗೋಸ್ಕರ ಮಧ್ಯಸ್ಥಿಕೆ ವಹಿಸ್ತಾ ಇದ್ದಾನೆ. ആമേൻ പറഞ്ഞാട്ടെ. ಆಮೇನ್ ಹೇಳ್ರಿ. അബ്രഹാമിനെ ഓർത്ത് ലോത്തിനെ വിടുവിച്ചു. ಆ ಅಬ್ರಹಾಮನ್ ಈ ಲೋಟನನ್ನ ಕುರಿತಾಗಿ ದೇವರ ಬಳಿಯಲ್ಲಿ ആമേൻ സ്തോത്രം ചെയ്താട്ടെ. സ്തോത്രം ಮಾಡ್ರಿ. ഇന്നും ദേശത്ത് പല അനർത്ഥങ്ങൾ, ന്യായവിധികളെ ദൈവം തുടച്ചു മാറ്റാൻ കാരണം പ്രാർത്ഥിക്കുന്ന ഒരു കൂട്ടത്തെ ഓർത്ത. ഹല്ലേലൂയ. ಈ ದೇಶವನ್ನು ದೇವರು ನಾಶ ಮಾಡದೆ ನ್ಯಾಯವಿಧಿಯನ್ನ ತರದೇ ಇರುವುದಕ್ಕೆ ಕಾರಣ ಒಂದು ಗುಂಪು ಪ್ರಾರ್ಥನೆ ആരാധിക്കുന്ന ഒരു കൂട്ടത്തിന് വേണ്ടിയാണ്. ಒಟ್ಟಾಗಿ ಒಂದು ಒಳ್ಳೆಯದಾಗಿರುವಂತ ಒಂದು ಕೂಟಕ್ಕೋಸ್ಕರವಾಗಿ. അല്ലെങ്കിൽ ഈ ഭൂമിയെ ദൈവം എന്നെ തകർത്തു മുടിക്കുമായിരുന്നു. ಇಲ್ಲದಿದ್ರೆ ಈ ಭೂಮಿಯನ್ನು ದೇವರು ಯಾವತ್ತೂ ನಾಶ ಮಾಡಿ ಬಿಡ್ತಾ ಇದ್ರು. ആമേൻ. ദൈവത്തിനറിയാം, ದೇವರಿಗೆ ಗೊತ್ತಿದೆ, പ്രാർത്ഥിക്കുന്ന ആരാധിക്കുന്ന ദൈവത്തെ സേവിക്കുന്ന ഒരു ജാതിയുണ്ട്, കൂട്ടമുണ്ട്. ಪ್ರಾರ್ಥನೆ ಮಾಡುವ ಆರಾಧನೆ ಮಾಡುವಂತ ದೇವರನ್ನ ಸೇವಿಸುವಂತ ಒಂದು ಗುಂಪು ಇದೆ ಎಂಬುದಾಗಿ ದೇವರಿಗೆ ಗೊತ್ತಿದೆ. മനസ്സിലായവർ ചേർന്ന് ആമേൻ പറഞ്ഞാട്ടെ. ಅರ್ಥವಾದವರು ಸೇರಿ ಆಮೇನ್ ಎಂಬುದಾಗಿ ಹೇಳ್ರಿ. കരമടിച്ച് ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. ದೇವರ ಸ್ತೋತ್ರವನ್ನ ಮಾಡ್ರಿ. അബ്രഹാമിനോട് ദൈവം ചോദിക്കുന്നു. ಅಬ್ರಹಾಮನೊಂದಿಗೆ ದೇವರು ಕೇಳ್ತಾ ಇದ್ದಾರೆ, ഈ ദേശത്ത് എത്ര നീതിമാന്മാരുണ്ട്? ಈ ದೇಶದಲ್ಲಿ ಎಷ್ಟು ನೀತಿವಂತರಿದ್ದಾರೆ? 100 പേരുണ്ടോ? 100 ಜನ ಇದ್ದಾರಾ? 50 പേരുണ്ടോ? 50 ಜನ ಇದ್ದಾರಾ? ഹല്ലേലൂയ. ಹಲ್ಲೆಲೂಯ. അവസാനം 10 പേരുണ്ടോ ചോദിച്ചു. ಕೊನೆಯದಾಗಿ 10 ಜನ ಕೇಳಿದರು. സ്വതന്ത്രം. അവസാനം അബ്രഹാം പറഞ്ഞ ആരുമില്ല കർത്താവേ. ಆಗ ಅಬ್ರಹಾಮ್ ಅಂತ ಯಾರೂ ಇಲ್ಲ ದೇವರೇ. ആമേൻ പറ. ಆಮೇನ್ ಹೇಳ್ರಿ. ആമേൻ. ദൈവം പറഞ്ഞു, അബ്രഹാം ഇത് നിന്റെ നാവിൽ നിന്ന് കേൾക്കാനാ ഞാൻ ആഗ്രഹിച്ചത്. ഹല്ലേലൂയ. ದೇವರು ಹೇಳ್ತಾರೆ, ಅಬ್ರಹಾಮ್ ಇದನ್ನ ಕೇಳಬೇಕೆಂಬುದೇ ನಾನು ಬಯಸಿದ್ದೇನೆ. ഇന്ന് പകൽക്കാലം നീ ദൈവത്തിന്റെ സന്നിധിയിൽ ആമേൻ സ്തോത്രം നിന്റെ സ്വന്തം ജനത്തിന് വേണ്ടി ആമേൻ ഇടിവിൽ നിന്ന് പ്രാർത്ഥിപ്പാൽ നീ മനസ്സ് വെക്കുമ്പോൾ അന്തരഘടകസ്യാദിയ ആമേൻ ന്യായവിധികളെ മാറ്റുന്ന പരിശുദ്ധാത്മാവിന്റെ കരം ഈ ദിവസങ്ങൾ വെളിപ്പെടാൻ പോകുകയാ. ಈ ದಿನಗಳಲ್ಲಿ ನೀನು ನಿನ್ನ ಸ್ವಂತ ಜನರಿಗೋಸ್ಕರವಾಗಿ ಬಂಧುಗಳಿಗೋಸ್ಕರ ನೀನು ಒಡಕಿನಲ್ಲಿ ಇದ್ದುಕೊಂಡು ಆ ಮಧ್ಯಸ್ಥಿಕೆ ವಹಿಸಿಕೊಂಡು ನೀನು ಪ್ರಾರ್ಥನೆ ಮಾಡುವುದಕ್ಕೆ ಸಿದ್ಧವಾಗಿರುವುದಾದ್ರೆ ನ್ಯಾಯ ವಿಧಿಯನ್ನು ದೇವರು ಬದಲಾಯಿಸಲು ಶಕ್ತನಾಗಿದ್ದಾನೆ. ഹല്ലേലൂയ. ഹല്ലേലൂയ. എത്ര പേർക്ക് വിശ്വസിക്കാൻ കഴിയും? ಎಷ್ಟು ಜನ ನಂಬುವುದಕ್ಕೆ ಸಾಧ್ಯವಿದೆ? അബ്രഹാം ലോത്തിന് വേണ്ടി ഇടിവിൽ നിന്നു. ಅಬ್ರಹಾಮನು ಲೋಟನಿಗೋಸ್ಕರ ಮಧ್ಯಸ್ಥಿಕೆ ವಹಿಸಿದನು. ഹല്ലേലൂയ. ഹല്ലേലൂയ. ദിവസങ്ങൾ അങ്ങനെ ഇടിവ് നിൽക്കുവാൻ എത്ര പേർക്ക് ആഗ്രഹമുണ്ട്? ಈ ದಿನಗಳಲ್ಲಿ ಈ ರೀತಿಯಾಗಿ
ರೀತಿಯಾಗಿ ಮಧ್ಯಸ್ಥಿಕೆ ವಹಿಸುವುದಕ್ಕಾಗಿ ಎಷ್ಟು ಜನರಿಗೆ ಬಯಕೆ ಇದೆ? ഒന്ന് കരമുയർത്തി സ്തോത്രം ചെയ്താട്ടെ. ಒಮ್ಮೆ ಕರಗಳನ್ನು ಎತ್ತಿ ದೇವರಿಗೆ ಸ್ತೋತ್ರವನ್ನ ಮಾಡ್ರಿ. ഇന്നൊരു തീരുമാനത്തോട് മടങ്ങി പോകുവാൻ പരിശുദ്ധാത്മ ഓർപ്പിക്കുന്നു. ತೀರ್ಮಾನದೊಂದಿಗೆ ಹಿಂತಿರುಗಿ ಹೋಗುವುದಕ್ಕಾಗಿ ಪರಿಶುದ್ಧಾತ್ಮನ ദേശം ಬಲಪಡಿಸಲಿ. നശിക്കാൻ പോകുന്നു. ದೇಶವು ನಾಶವಾಗಲಿಕ್ಕಿದೆ. ദേശം തകരപ്പെടാൻ പോകുകയാ. ದೇಶವು നാശವಾಗಲಿಕ್ಕಿದೆ. ഇന്ന് പകൽക്കാലം നിന്റെ അസ്ഥിക്ക് മാംസത്തിന് മാംസമായിരിക്കുന്ന ആമേ സ്വന്തം ജനത്തിന് വേണ്ടി ഇടിവിൽ നിന്ന് പ്രാർത്ഥിപ്പാൻ ഈ ദിവസങ്ങളിൽ ദൈവം ഇതിനകത്ത് ചില വ്യക്തികളെ തേടുകയാ, അന്വേഷിക്കുന്നു. ನಿನ್ನ ಎಲುಬಿಗೆ ಎಲುಬಾಗಿ ಮಾಂಸಕ್ಕೆ ಮಾಂಸವಾಗಿರುವುದನ್ನು ಸ್ವಂತ ಜನರಿಗೆ ಮಧ್ಯಸ್ಥಿಕೆ ವಹಿಸಿಕೊಂಡು ಪ್ರಾರ್ಥನೆಯನ್ನು ಮಾಡುವಂತ ಜನರಿಗೋಸ್ಕರ ದೇವರ ಆತ್ಮನ ಈ ದಿನದಲ್ಲಿ ಹುಡುಕುತ್ತಾ ಇದ್ದಾನೆ. ദേശം സ്തംഭനഹേതുവായി തീരും, യെരൂശലേം ശൂന്യമായി തീരുമെന്ന് ദാനിയേൽ പ്രവാചകൻ യിരെമ്യാവിന്റെ പുസ്തകത്തിൽ നിന്ന് 25-ാം അധ്യായം 10-ാം വാക്യം വായിച്ചപ്പോൾ ദാനിയേലിന് മനസ്സിലായി. ആ ദാനിയേൽ രട്ടെടുത്ത് വെണ്ണീരിൽ വാരിയിട്ടുകൊണ്ട് ദേശത്തിൻ്റെ പാപം അവൻ വഹിച്ചെടുത്ത് ദാനിയേൽ ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കുന്നതായിട്ട് കാണാൻ കഴിയും. ഒരു ദാനിയേൽ ദേശത്തിന് വേണ്ടി ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കുന്ന സംഭവം ബൈബിളിലുണ്ട്. ದಾನಿಯೇಲನು ದೇಶಕ್ಕೋಸ್ಕರ ಮಧ್ಯಸ್ಥಿಕೆ ವಹಿಸಿಕೊಳ್ಳುವಂತ ಒಂದು ಸಂಭವ ಸತ್ಯವೇದದಲ್ಲಿದೆ. ആമേൻ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദാനിയേൽ പ്രവചനം 9-ാം അധ്യായം എടുത്താട്ടെ, അവിടെ അത് കാണുന്നുണ്ട്. ದಾನಿಯೇಲ 9 chapter 9 9ನೇ ಅಧ್ಯಾಯದಲ್ಲಿ ನಾವು ತೆಗೆದುಕೊಳ್ಳೋಣ. ആരുടെ ബൈബിളില്ലേ? വായിച്ചാട്ടെ. ദാനിയേൽ ചാപ്റ്റർ 9 1 മുതൽ. ದಾನಿಯೇಲ 9ನೇ ಅಧ್ಯಾಯ 1ರಿಂದ. ಅಹಷ್ವೇರೋಷನ ಮಗನು, ಮೇದೆ ವಂಶದವನು, ಕಸ್ತಿಯ ರಾಜ್ಯದ ದೊರೆತನವನ್ನು ಹೊಂದಿದವನು ಆದ ದಾರ್ಯಾವೆಷನ ಆಳಿಕೆಯ ಮೊದಲನೆಯ ವರ್ಷದಲ್ಲಿ ದಾನಿಯೇಲನಾದ ನಾನು ಶಾಸ್ತ್ರಗಳನ್ನು ಪರೀಕ್ಷಿಸಿ ಯೆಹೋವನು ಪ್ರವಾದಿಯಾದ ಯೆರೆಮೀಯನಿಗೆ ದಯಪಾಲಿಸಿದ ವಾಕ್ಯಾನುಸಾರ ഒരു കാലസംഖ്യ പുസ്തകത്തിൽ നിന്നും ദാനിയേൽ പ്രവാചകൻ അത് ഗ്രഹിപ്പാൻ കഴിഞ്ഞു. ಒಂದು ಕಾಲದ ವಿಷಯದಲ್ಲಿ ಒಂದು ಪುಸ್ತಕದಲ್ಲಿ ದಾನಿಯೇಲ ಪ್ರವಾದನೆಯಲ್ಲಿ ಬರೆಯುವುದನ್ನು ನೋಡ್ತೇವೆ. ദേശം ശൂന്യമായി തീരാൻ പോകുന്നു. ದೇಶವು ಶೂನ್ಯವಾಗಲಿಕ್ಕಿದೆ. സ്തംഭന ഹേതുവായി മാറാൻ പോകുന്നു. ಎಲ್ಲ ಸ್ತಂಭಗಳಿಗೆ ನಾಶವಾಗಲಿಕ್ಕಿದೆ. അപ്പോൾ യിരെമ്യാ പ്രവാചകൻ ദേശം ശൂന്യമായി തീരാൻ പോകുന്നു, സ്തംഭന ഹേതുവായി തീരാൻ പോകുന്നുവെന്ന് ഒരു കാലസംഖ്യ യിരെമ്യാവിൻ്റെ പുസ്തകം പ്രവചനം 25-10 വായിച്ചപ്പോൾ ദാനിയേലിന് മനസ്സിലായി. ദാനിയേൽ നെടുമ്പാട് വീണ് കരയുക. ಈ ಯೆರೆಮೀಯನ ಈ ವಿಷಯದಲ್ಲಿ ಒಂದು ಪ್ರವಾದನೆಯನ್ನು ಹೇಳುವಂತ ಸಮಯದಲ್ಲಿ ದಾನಿಯೇಲನಿಗೆ ಅರ್ಥವಾಯಿತು. ದಾನಿಯೇಲನು ಹೋಗಿ ಮೊಣಕಾಲೆದುಕೊಂಡು ಅದರ ಪ್ರಾರ್ಥನೆಯನ್ನು ಅಳುತ್ತಾ ಇದ್ದಾನೆ. ആമേൻ, ആമേൻ. രട്ടിലിരിക്കാൻ തുടങ്ങി. ಅದನ್ನು ಗೋಳಾಡೋದಕ್ಕೆ ಪ್ರಾರಂಭಿಸಿದ. വെണ്ണീൽ വാരിയിട്ടുകൊണ്ട് പ്രാർത്ഥിക്കുക. ಅದನ್ನು ಗೋಣಿ ತಟ್ಟನ್ನು ಸುತ್ತಿಕೊಂಡು ಪ್ರಾರ್ಥಿಸ್ತಾನೆ ആത്മഭാരത്തോടെ, ಆತ್ಮಭಾರದೊಂದಿಗೆ. ആമേൻ, ಆಮೇನ್. എത്ര പേര് മാരിയൊന്നും ഉറങ്ങല്ലേ? ಯಾರು ನಿದ್ದೆಯನ್ನ ಮಾಡಬೇಡ್ರಿ. പ്രൈസ് ദി ലോർഡ്. ശ്രദ്ധിക്കണമേ, ಶ್ರದ್ಧೆಯಿಂದ ಕೇಳ್ರಿ. സ്വതന്ത്രം നിങ്ങൾ എന്ത് കാണിച്ചാലും ഞാനത് വിളിച്ചു പറയും. എനിക്ക് അങ്ങനെ ഒരു കൃപയുണ്ട്. സ്വതന്ത്രം ನೀ ಏನು ಮಾಡಿದ್ರು ಕೂಡ ಅದಕ್ಕೂ ಕರೆದು വളരെ ಹೇಳ್ತೇನೆ. ശ്രദ്ധയോട് ദൂത് കേട്ടിരിക്കുക. ಬಹಳ ಶ್ರದ್ಧೆಯಿಂದ ಆಲೋಚನೆಯನ್ನು ಕೇಳ್ರಿ. ഹല്ലേലൂയ. ಹಾಲೆಲೂಯಾ. ഈ ദേശം ശൂന്യമായി തീരാൻ പോകുന്നുവെന്ന് യിരെമ്യാവിന് മനസ്സിലായി. ಈ ದೇಶವು ಶೂನ್ಯವಾಗಲಿಕ್ಕಿದೆ ಎಂಬುದಾಗಿ ಯೆರೆಮೀಯನಿಗೆ ಅರ್ಥವಾಯಿತು. യിരെമ്യാവ് ദേശത്തിന് വേണ്ടി ഇടിവിൽ നിൽക്കുക. ಯೆರೆಮೀಯನು ದೇಶಕ್ಕೋಸ್ಕರ ಮಧ್ಯಸ್ಥಿಕೆ ವಹಿಸ್ತಾ ಇದ್ದಾನೆ. ഈ കർണാടകയ്ക്ക് വേണ്ടി നിങ്ങൾ വീണ്ടും ഇടിവിൽ നിന്നോണം. ಈ ಕರ್ನಾಟಕಕ್ಕಾಗಿ ನೀವು ಮಧ್ಯಸ್ಥಿಕೆ ವಹಿಸಬೇಕು. ദാനിയേലിന്റെ പ്രാർത്ഥന കേട്ടോ? ಆ ದಾನಿಯೇಲನ ಪ್ರಾರ್ಥನೆಯನ್ನು ಕೇಳಿ, ഞങ്ങൾ പാപം ചെയ്തു, ನಾವು ಪಾಪ ಮಾಡಿದೆವು, ഞങ്ങൾ വികടമായി നടന്നു, ನಾವು ನಿನಗೆ ವಿರೋಧವಾಗಿ ನಡೆದೆವು. ചെയ്യാത്ത കുറ്റം ചെയ്തു എന്ന് പറഞ്ഞവൻ ഏറ്റെടുക്കുക. ಆ ಮಾಡದೇ ಇರುವಂತ ತಪ್ಪನ್ನ ಮಾಡಿದೆನು ಎಂಬುದಾಗಿ ಅವನು ಹೇಳ್ತಾ ಇದ್ದಾನೆ. ആമേൻ, ಆಮೇನ್. സ്തോത്രം. ಸ್ತೋತ್ರ. ശ്രദ്ധിച്ചാട്ടെ. ಶ್ರದ್ಧೆಯಿಂದ ಕೇಳ್ರಿ. സാറിന്റെ കീഴിലൊക്കെ ആൾക്കാർ ഇരിക്കണ്ടല്ലോ. സ്വത്രം ശ്രദ്ധിച്ച. ಶ್ರದ್ಧೆಯಿಂದ ಕೇಳ್ರಿ. പൈസലോ കസാര കയറിക്ക് പോനെ. സ്വത്രം. അല്ലെങ്കിൽ ಚೇರ್ಮನೆ ಕೂತ್ಕೊಳ್ಳಿ. പൈസലോ. ഓക്കെ, സ്വത്രം. ആമേൻ, സ്വത്രം. ഞാൻ നോക്കിയപ്പോൾ സാറ്റ് കളിച്ചിരിക്കുക. പൈസലോ. ഓക്കെ, കരപ്പെടുത്തി ആമേൻ പറഞ്ഞാട്ടെ. ಕರಗಳ ಎತ್ತಿ ಆಮೇಲೆ ಹೇಳ್ರಿ. ചെയ്യാത്ത കുറ്റം ഞാൻ ചെയ്തു എന്ന് പറഞ്ഞ് ദാനിയേൽ കുറ്റമേറ്റു പറഞ്ഞ്, അവൻ ചെയ്യാത്ത കുറ്റമാണ്. ദാനിയേൽ പാപം വല്ലതും ചെയ്തായിരുന്നു?
ತಾನು ಮಾಡದೇ ಇರುವಂಥದ್ದನ್ನು ನಾನು ಮಾಡಿದ್ದೇನೆ ಎಂಬುದಾಗಿ ದೇವರ ಸನ್ನಿಧಿಯಲ್ಲಿ ಆತನು ಬಂದು ತಾನು ಮಾಡದನ್ನ ಮಾಡಿದ್ದೇನೆ ಎಂಬುದಾಗಿ ಹೇಳಿ ದೇವರ ಸನ್ನಿಧಿ ಗೋಳಾಡ್ತಾ ഇದ್ದಾನೆ. ആമേൻ ആമേൻ. അപ്പോ ഇടിവ് നിൽക്കുക എന്ന് പറഞ്ഞാൽ ആದ್ರೆ മധ്യസ്ഥിക്ക് വഹിಸುವುದು ಎಂಬುದಾಗಿ ദേശത്ത് ചിലത് സംഭവിക്കാൻ പോകുന്നുവെന്ന്, ദേശದಲ್ಲಿ ಕೆಲವು സംഭവിക്കാൻ പോകുന്നുവെന്ന് ಏನು ಸಂಭವಿಸುತ್ತದೆ ಎಂಬುದಾಗಿ മുൻകൂട്ടി ദാനിയേലിന് ആലോചന കിട്ടിയപ്പോൾ ಮೊದಲಾಗಿ ದಾನಿಯೇಲನಿಗೆ ಆಲೋಚನೆ ಸಿಕ್ಕಿದಾಗ ആമേൻ ആമേൻ ചെയ്യാത്ത കുറ്റം ചെയ്തു എന്ന് പറഞ്ഞു, ഞങ്ങൾ പാപം ചെയ്തു, ഞങ്ങൾ വികടമായി നടന്നു എന്ന് പറഞ്ഞ് ഞങ്ങൾ അകൃത്യം ചെയ്തെന്ന് പറഞ്ഞ് ദാനിയേൽ അവൻ ഏറ്റുപറഞ്ഞ് നെടുപാടി വീണ് കരയുന്ന ഒരു ദാനിയേലിനെ കാണാൻ കഴിയും. ಮಾಡದೇ ಇರುವಂಥ ಪಾಪವನ್ನು ನಾವು ಮಾಡಿದೆವು ಎಂಬುದಾಗಿ, ನಾವು ನಿನಗೆ ವಿರೋಧವಾಗಿ ನಡೆದೆವು, ನಿನಗೆ ವಿರೋಧವಾಗಿ ಪಾಪ ಮಾಡಿದ್ದೇವೆ ಎಂಬುದಾಗಿ ದೇವರ ಸನ್ನಿಧಿಯಲ್ಲಿ ಗೋಳಾಡುವಂಥದ್ದು ನಾವು ಇಲ್ಲಿ ದಾನಿಯೇಲ ವಿಷಯದಲ್ಲಿ ನೋಡಲಿಕ್ಕೆ ಸಾಧ್ಯವಾಗ್ತದೆ. ಸ್ತೋತ್ರಂ 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 ಸ್ತೋತ್ರಂ. ആരും മൗനമായിരിക്കരുത്, ಯಾರು ಕೂಡ ಮೌನವಾಗಿರಬಾರದು. ജയമെടുക്കട്ടെ. നമ്മൾ ചെയ്ത കുറ്റം പോലും ഏറ്റുപറയുവാൻ നമ്മൾ മടിക്കുന്നവരാ. ನಾವು ಮಾಡಿದಂಥ ತಪ್ಪನ್ನೇ ಒಪ್ಪಿಕೊಳ್ಳಲಿಕ್ಕೆ ನಾವು ಹಿಂಜಾರುತ್ತೇವೆ. ആമേൻ അല്ലേ? ಹೌದಲ್ವಾ? ചെയ്ത കുറ്റം പോലും നമുക്ക് സമർപ്പിക്കുവാൻ നമുക്ക് കഴിയുന്നില്ല. ನಾವು ಮಾಡಿದಂಥ ತಪ್ಪನ್ನೇ ಒಪ್ಪಿಕೊಳ್ಳಲಿಕ್ಕೆ ನಮ್ಮಿಂದ ಆಗುವುದಿಲ್ಲ. അങ്ങനെ ദാനിയേൽ 1:8 വായിക്കുന്ന അവൻ വിശുദ്ധനാ. ದಾನಿಯೇಲನ ವಿಷಯ ನೋಡ್ತೇವೆ, ಅವನು ಪರಿಶುದ್ಧನಾಗಿದ್ದಾನೆ. ദൈവത്തിന്റെ പ്രമാണം മുറുകെ പിടിച്ചവൻ, ಅವನು ದೇವರಿಂದ ಒಂದು ಆ ಪ್ರಮಾಣವನ್ನು ಹೊಂದಿಕೊಂಡವನು. 4-ാം അധ്യായത്തിൽ അവൻ വിശ്വസ്തൻ, 4ನೇ ದಿನ ಆತನು ನಂಬಿಗಸ್ತನು, 6-ാം അധ്യായത്തിൽ അവൻ പ്രാർത്ഥനാ മനുഷ്യൻ, 6ನೇ ದಿನ ആತನು പ്രാർത്ഥನೆಯ മനുഷ്യನು. ഇനി ഇതുമല്ലെങ്കിൽ ദൈവം 3 പ്രാവശ്യം ദാനിയേലിനെ വിളിച്ച പേര് എൻ്റെ ഏറ്റവും പ്രിയ പുരുഷ 3 പ്രാവശ്യം ദാനിയേലിനെ കുറിച്ച് ദൈവം തമ്പുരാൻ പോലും സാക്ഷ്യം പറഞ്ഞിട്ടുണ്ട്. 3 ಸಾರಿ ದಾನಿಯೇಲನ ಕುರಿತಾಗಿ ದೇವರು ನನಗೆ ಪ್ರಿಯನಾದ ಪುರುಷನು ಎಂಬುದಾಗಿ ಆತನು 3 ಸಾರಿ ಅಲ್ಲಿ ಸಾಕ್ಷಿಯನ್ನು ಕೊಟ್ಟಿದ್ದಾನೆ, ದೇವರ ಸಾಕ್ಷಿ ಕೊಟ್ಟಿದ್ದಾನೆ. ഈ ദാനിയേലನು ഹല്ലേലൂയ ഹല്ലേലൂയ. ചെയ്യാത്ത കുറ്റം ഇത്രയും അവൻ പെർഫെക്റ്റ് ആയിരിക്കുന്ന ദാനിയേൽ ചെയ്യാത്ത കുറ്റം ചെയ്തു എന്ന് പറഞ്ഞ് തൻ്റെ ദേശത്തിൽ വരാൻ പോകുന്ന അനർത്ഥത്തെ തുടച്ചു മാറ്റുവാൻ, ന്യായവിധിയെ തുടച്ചു മാറ്റുവാൻ അവൻ കുറ്റം ഏറ്റുപറഞ്ഞ് നെടുമ്പാട് വീണ് കരഞ്ഞ് പ്രാർത്ഥിച്ച ദേശത്തിന് വേണ്ടി ഇടിവ് നിൽക്കുവാൻ കഴിഞ്ഞുവെങ്കിൽ ഈ ರೀತಿಯಾಗಿ ಯಾವ ಒಂದು ಪರಿಶುದ್ಧನಾಗಿರುವಂತ ದಾನಿಯೇಲನು ತಾನು ಮಾಡದೇ ಇರುವಂತ ಪಾಪವನ್ನು, ತಾನು ಮಾಡದೇ ಇರುವಂತ ಅಪರಾಧಗಳನ್ನು ನಾವು ದೇವರ ಸನ್ನಿಧಿಯಲ್ಲಿ ಬೋರಲು ಬಿದ್ದುಕೊಂಡು ನಾನು ಪಾಪ ಮಾಡಿದ್ದೇವೆ ಎಂಬುದಾಗಿ ಆತನು ದೇಶಕ್ಕೋಸ್ಕರ ಮಧ್ಯಸ್ಥಿಕೆ ವಹಿಸುವುದನ್ನು ನಾವು ಕಾಣ್ತೇವೆ. ഇന്ന് പകൽക്കാലം അങ്ങനെയുള്ള ഇടിവ് നിൽക്കുവാൻ ചിലരെ ദൈവം അന്വേഷിക്കുന്നു. ഈ ഹഗലിನಲ್ಲಿ ആ ರೀತಿ അവർ ചേർന്ന് സ്തോത്രം ചെയ്താട്ടെ. ಎಲ್ಲರೂ ಸೇರಿ ಸ್ತೋತ್ರವನ್ನು ಮಾಡಿ ഈ സഭയെ അന്വേഷിക്കുന്നു. ഈ സഭയിൽ ആತನು ಹುಡುಕುತ್ತಿದ್ದಾನೆ. ഈ പ്രാർത്ഥന നടുവിൽ ചിലരെ ദൈവം തേടി വരുന്നു. ഈ പ്രാർത്ഥನೆಯ ಮಧ್ಯದಲ್ಲಿ ದೇವರು ಹುಡುಕುತ್ತಿದ್ದಾನೆ. അഭിഷേകത്തോട് അന്യഭാഷയിൽ സ്വീകരിച്ചാട്ടെ. യേശുവിൻ നാമത്തിൽ ശബ്ദത്തോടെ സാകാകുന്നില്ല, ശബ്ദദೊಂದಿಗೆ ആര് ഇതിനകത്ത് തീരുമാനമെടുക്കുക? ಯಾರಿದ್ರೊಳಗೆ ತೀರ್ಮಾನ ತೆಗೆದುಕೊಳ್ಳುತ್ತೀರಾ? ಸ್ತೋത്രം ഹല്ലേലൂയ. നാം ഒരുമിച്ച് ആരാധിക്കുമ്പോൾ, ನಾವು ಒಟ್ಟಾಗಿ ಆರಾಧಿಸುವಾಗ, കേട്ട ദൂതന്റെ മുൻപാകെ ಈ ಕೇಳಿದಂತ ಆಲೋಚನೆ ഞാൻ സമർപ്പിക്കുകയാണ്. ನಾನು ಸಮರ್ಪಿಸುತ್ತೇನೆ. ഇന്നു മുതൽ ಇವತ್ತಿನಿಂದ ദേശത്തിന് വേണ്ടി, ದೇಶಕ್ಕಾಗಿ, സഭയ്ക്ക് വേണ്ടി, ಸಭೆಗಾಗಿ, ദൈവദാസന്മാർക്ക് വേണ്ടി, ಸೇವಕರಿಗಾಗಿ ഇടിവ് നിൽക്കുവാൻ, ಮಧ್ಯಸ್ಥಿಕೆ ವಹಿಸಿಕೊಂಡು ഒരു ലോട്ടിന് വേണ്ടി, ಒಂದು ಈ ಲೋಕಕ್ಕಾಗಿ, ഒരു അബ്രഹാം ഇടിവ് നിന്നതുപോലെ, ಒಂದು ಲೋಟನಿಗೋಸ್ಕರ ಮಧ್ಯಸ್ಥಿಕೆ ವಹಿಸಿದ ರೀತಿಯಲ್ಲಿ കർത്താവ് തന്നെ അവൻ ഒരുക്കുന്നു. ಕರ್ತನ ನೋಡ್ತಾ ಇದ್ದಾನೆ. എത്ര പേർക്ക് സമർപ്പിക്കാൻ മനസ്സുണ്ട്? ಎಷ್ಟು ಜನರಿಗೆ ಒಪ್ಪಿಸಿಕೊಡ್ಲಿಕ್ಕೆ ಮನಸ್ಸಿದೆ? ഹല്ലേലൂയ. ഒരുപക്ഷെ നിങ്ങൾ നിരന്തരം കേൾക്കുന്ന ആലോചനയായിരിക്കാം. ಒಂದು ವೇಳೆ ನೀವು ಯಾವಾಗಲೂ ಕೇಳ್ತಾ ಬರ್ತಿರುವಂತ ಆಲೋಚನೆ ಆಗಿರಬಹುದು. ഒന്നും കൂടെ ക്ലാരിഫൈ ചെയ്തു പറയുന്നു. ಕರ್ತನು ತಿರುಗೊಂದಾವತಿ ಅದನ್ನು ಕ್ಲಾರಿಫೈ ಮಾಡ್ತಾ ಇದ್ದಾನೆ. ആമേൻ. ദേശം ശൂന്യമായി തീരാൻ പോകുന്നു. ದೇಶವು ಶೂನ್ಯವಾಗಲಿಕ್ಕಿದೆ. ഹല്ലേലൂയ.
അതാണ് യെഹെസ്കേൽ 22:30 വായിച്ചത്. ഞാൻ ദേശത്തെ നശിപ്പിക്കാതിരിപ്പാൻ ഇടിവ് നിൽക്കുവാൻ, നശിപ്പിക്കാതിരിക്കേണ്ടതിന് ഇടിവ് നിൽക്കുവാൻ ഞാനൊരു പുരുഷനെ അന്വേഷിക്കുന്നു, പക്ഷേ ആരും കണ്ടില്ല താനും. ಅದಕ್ಕಾಗಿ ಯೆಹೆಸ್ಕೇಲನ ಪ್ರವಾದನ ಪುಸ್ತಕದಲ್ಲಿ ನೋಡ್ತೇವೆ, ನಾನು ದೇಶವನ್ನು ನಾಶ ಮಾಡದೆ ಇರುವುದಕ್ಕಾಗಿ, ಹಾಳು ಮಾಡದಕ್ಕಾಗಿ ಒಂದು ಮಧ್ಯಸ್ಥಿಕೆ ವಹಿಸಿಕೊಂಡು ಪ್ರಾರ್ಥನೆ ಮಾಡುವುದಕ್ಕಾಗಿ ನಾನು ಹುಡುಕುತ್ತಾ ಇದ್ದೇನೆ, ಆದರೆ ನಾನು ಯಾರನ್ನು ಕೂಡ ಕಾಣಲಿಲ್ಲ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ റബാ ശാന്തരാദിയ. കാരണം നിങ്ങളോടുള്ള ദൈവത്തിന്റെ ഫേവർ വലുതാ. ಯಾಕಂದ್ರೆ ನಿಮ್ಮ ಮೇಲೆ ಇರುವಂತಹ ದೇವರ ಒಂದು ದಯೆ ಬಹಳ ದೊಡ್ಡದು. ഇത് ഒരു സ്പെഷ്യൽ കൂട്ടമാ, ಇದೊಂದು ವಿಶೇಷವಾದಂತಹ ಕೂಟವಾಗಿದೆ. ദൈവത്തിന്റെ പ്രോജക്റ്റ് നിങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ದೇವರ ಒಂದು ಪ್ರಾಜೆಕ್ಟ್ ನೀವಾಗಿರ್ತೀರಾ, ഒരു സാധാരണ കൂട്ടമല്ല. ಇದೊಂದು ಸಾಧಾರಣವಾದ ಕೂಟವಲ್ಲ. ആമേൻ, ആമേൻ, ആമേൻ. പോരാ, പോരാ, ആമേൻ. ಸಾಕಾಗುದಿಲ್ಲ, ಸಾಕಾಗುದಿಲ್ಲ. ജീസസ്, ആമേൻ, ಆಮೇನ್. കരവൃത്തി ആമേൻ പറഞ്ഞാട്ടെ. ಕಾರಣ ಐತಿ ಆಮೇನ್ ಎಂಬುದಾಗಿ ಹೇಳ್ರಿ. സ്തോത്രം. വീണ്ടും യോബേൽ, വിലാപകളുടെ പുസ്തകം 2:18 വായിച്ചേ. ಪ್ರಲಾಪಗಳ ಪುಸ್ತಕ 2 വിലാപകൾ 2:18. 12 18 18 18 നമ്മൾ മതിലിനെ കുറിച്ചാണ്, മതിൽ കെട്ടുക എന്ന വിഷയത്തെക്കുറിച്ചാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ಅಲ್ಲಿ ಗೋಡೆಯನ್ನು ಕಟ್ಟಿರಿ ಎಂಬುದಾಗಿ ಆ ವಿಷಯದಲ್ಲಿ യെരമ്യാ പ്രവചനം കഴിഞ്ഞ് വിലാപങ്ങൾ, ಯೆರೆಮೀಯನ ಪುಸ್ತಕ ಆದ್ಮೇಲೆ ചാപ്റ്റർ ಪ್ರಲಾಪಗಳು 2:18 വേഴ്സ്. സിയോൻ പുത്രിയുടെ മതിലേ, സിയോൻ പുത്രിയുടെ മതിലേ 2:18. അവിടെ വായിക്കുന്നു, മതിലിനെ കുറിച്ച് കാണുന്നുണ്ട്. ಅಲ್ಲಿ ಒಂದು ಗೋಡೆಯ ಕುರಿತಾಗಿ ನಾವು ಕಾಣ್ತೇವೆ. സിയോൻ പുത്രിയുടെ മതിലേ, ಚಿಯೋನ್ ನಗರಿಯೇ, ആമേൻ, ನಗರಿಯ ಗೋಟೆ, ആമേൻ പറ. ಆಮೇನ್ ಎಂಬುದಾಗಿ ಹೇಳ್ರಿ. ഇവിടെ മതിൽ എന്ന് പറയുന്നത് പ്രാർത്ഥനയെ കാണിക്കുന്നു. ಚಿಯೋನಿನ ಗೋಡೆ ಎಂಬುದಾಗಿ ಹೇಳಿದ್ರೆ ಪ್ರಾರ್ಥನೆಯನ್ನು ತೋರಿಸ್ತದೆ. സിയോൻ പുത്രിയുടെ മതിലേ, ಚಿಯೋನ್ ಕುಮಾರನ ಅಲ್ಲಿಯ ಗೋಡೆ രാവും പകലും ഓലോല കണ്ണീരൊഴിക്കുവാൻ പറയുക. ಹಗಲು ರಾತ್ರಿ ನೀವು ಕಣ್ಣೀರು ಸುರಿಸಿರಿ ಎಂಬುದಾಗಿ ಹೇಳ್ತದೆ. നിന്റെ കണ്ണിന് ഉറക്കം കൊടുക്കരുത്, ನಿನ್ನ ಕಣ್ಣಿಗೆ ನೀನು ನಿದ್ರೆಯನ್ನು ಕೊಡಬಾರದು, കൺമണിക്ക് നിദ്ര കൊടുക്കരുത്, ನಿನ್ನ ಕಣ್ಮಣಿಗೆ ನೀನು ನಿದ್ರೆಯನ್ನು ಕೊಡಬಾರದು. രാവും പകലും ഓലോല കണ്ണീരൊഴിക്കുവാൻ പരിശുദ്ധാത്മാവ് ഓർമ്മിക്കുന്നു. ಹಗಲು ರಾತ್ರಿ ಕೂಡ ಕಣ್ಣೀರನ್ನು ಸುರಿಸುವುದಕ್ಕಾಗಿ ಪರಿಶುದ್ಧಾತ್ಮನು ನೆನಪಿಸ್ತಾ ಇದ್ದಾನೆ. ഇവിടെ ഒരു മതിലിനെ കുറിച്ച് കാണുന്നുണ്ട്. ಇಲ್ಲೊಂದು ನಾವು ಗೋಡೆಯ ಕುರಿತಾಗಿ ಕಾಣ್ತೇವೆ. സിയോൻ പുത്രിയുടെ മതിലേ, ಚಿಯೋನ್ ನಗರಿಯ ಗೋಡೆಯೇ. അങ്ങനെയെങ്കിൽ ഇത് പ്രാർത്ഥനയുടെ മതില. ಹಾಗಿರುವುದು ಇದು ಪ್ರಾರ್ಥನೆಯ ಗೋಡೆಯಾಗಿದೆ. അത് ഇടിഞ്ഞിരിക്കുന്നുവെങ്കിൽ, ಅದು ಸ್ಥಿರವಾಗಿರಬೇಕಾದ್ರೆ, അത് ഇടിഞ്ഞു പോയെങ്കിൽ, ಅದು ಬಿದ್ದು ಹೋದರೆ അവൻ ദൈവാത്മ ഓർപ്പിക്കുന്നു, ದೇವರಾತ್ಮ ನೆನಪಿಸ್ತಾನೆ, പ്രാർത്ഥനയുടെ മതിലിനെ പണിയട്ടെ. ಪ್ರಾರ್ಥನೆಯ ಮೂಲಕ ಅದನ್ನು ಕಟ್ಟಿರಿ. ആമേൻ പറഞ്ഞാട്ടെ. ಆಮೇನ್ ಹೇಳ್ರಿ. ഹല്ലേലൂയ. ഇവിടെ നിരന്തരം പ്രാർത്ഥന നടക്കുന്നില്ലെന്നല്ല, ಇಲ್ಲಿ ನಿರಂತರ ಪ್ರಾರ್ಥನೆ ನಡೀತದೆ ಎಂಬುದಕ್ಕಾಗಿ ಅಲ್ಲ, പക്ഷെ വ്യക്തിപരമായി നിന്റെ പ്രാർത്ഥന മതിൽ ഇടിഞ്ഞിരിക്കുന്നുവെന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഓർപ്പിക്കുന്നു. ಅದು ವೈಯಕ್ತಿಕವಾಗಿ ನಿನ್ನ ಪ್ರಾರ್ಥನೆ ಮುರಿದೋಗಿದೆ ಎಂಬುದಾಗಿ ದೇವರಾತ್ಮನ ತೋರ್ಪಡಿಸ್ತಿದ್ದಾನೆ. ആമേൻ, ಆಮೇನ್. ഞാൻ അവിടെ 2 ദിവസം ഉണ്ടായിരുന്നു. ഞാൻ എപ്പോൾ നോക്കിയാലും ദൈവദാസൻ, നിങ്ങളുടെ ദൈവദാസൻ എപ്പോഴും പ്രാർത്ഥനയിലിരിക്കുക. ನಾನಿಲ್ಲಿ 2 ದಿನದಿಂದ ಇಲ್ಲಿದ್ದೇನೆ. ನಾನು ಯಾವಾಗಲೂ ನೋಡಿದ್ದು ಕೂಡ ದೇವ ಸೇವಕರು ಯಾವಾಗಲೂ ಪ್ರಾರ್ಥನೆಯಲ್ಲೇ ಇರ್ತಾರೆ. അദ്ദേഹം ആ മതിൽ പണിതുകൊണ്ടിരിക്കുക. ಆತನ ಆ ಗೋಡೆಯನ್ನು ಕಟ್ಟುತ್ತಾ ಇದ್ದಾರೆ. വിശ്വാസികളായ നിങ്ങളിൽ ആ മതിൽ ഇടിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ദിവസങ്ങളിൽ അതിനെ കെട്ടിപ്പണിയണം. ആമേൻ പറഞ്ഞാട്ടെ. ವಿಶ್ವಾಸಿಗಳಾದ ನಿಮ್ಮಲ್ಲಿ ಆ ಪ್ರಾರ್ಥನೆಯ ಗೋಡೆ ಬಿದ್ದು ಹೋಗಿರುವುದಾದ್ರೆ ನೀವು ಅದನ್ನು ತಿರುಗಿ ಕಟ್ಟುವವರಾಗಿರಬೇಕು. ഹല്ലേലൂയ. ಆಮೇನ್. ಹಲ್ಲೆಲೂಯಾ. പണിക്ക് വേണ്ടി എത്ര പേർ ആഗ്രഹിക്കുന്നുണ്ട്? ಇದನ್ನು ತಿರುಗಿ ಕಟ್ಟುವುದಕ್ಕಾಗಿ ಎಷ್ಟು ಜನ ಬಯಸ್ತೀರಾ? ഹന്തരഘടകസി പ്രാർത്ഥനയുടെ മതിൽ ഇടിഞ്ഞിരിക്കുന്നുവെങ്കിൽ, ಈ ಪ್ರಾರ್ಥನೆ ಗೋಡೆ ಬಿದ್ದು ಹೋಗಿರುವುದಾದ್ರೆ ആ മതിൽ കെട്ടിപ്പണിയുക. ಆ ಗೋಡೆಯನ್ನು ತಿರುಗಿ ಕಟ್ಟಿರಿ. ഹല്ലേലൂയ. ಹಲ್ಲೆಲೂಯಾ. അതാണ് ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. ಅದನ್ನೇ ದೇವರು ನಮ್ಮ ಕುರಿತಾಗಿ ಬಯಸುವಂತದ್ದು. പ്രൈസ് ദി ലോർഡ്. ಪ್ರೈಸ್ ದ ಲಾರ್ಡ್. ആമേൻ പറഞ്ഞാട്ടെ. ಆಮೇನ್ ಹೇಳ್ರಿ. യെശയ്യാവ് 49:15 16. ಯೆಶಾಯ 40 chapter 49, 15 and 16 verse. ಒಬ್ಬ ಹೆಂಗಸು ತಾನು ಎತ್ತ ಮಗುವಿನ ಮೇಲೆ ಕರುಣೆ ಇಡದೆ ತನ್ನ ಮಲಗೂಸನ್ನು ಮರೆತಾಳೆ. നിന്റെ മതിലുകളെല്ലാം ഇപ്പോഴും എൻ്റെ മുമ്പിലിരിക്കുന്നു. ആമേൻ പറ. ಆಮೇನ್ ಹೇಳ್ರಿ.
എന്നുവെച്ചാൽ നാം പ്രാർത്ഥിക്കുന്ന ഓരോ പ്രാർത്ഥനകൾ ആ മതിൽ എപ്പോഴും ദൈവത്തിന്റെ മുമ്പിലിരിക്കുക. ആമേൻ പറ. ನಾವು ಪ್ರಾರ್ಥನೆ ಮಾಡುವಂತ ಎಲ್ಲಾ ಗೋಡೆಗಳು ದೇವರ ಮುಂದೆ ಇರ್ತದೆ. എന്ന് വെച്ചാൽ നിന്റെ പ്രാർത്ഥന വിഷയങ്ങൾ എപ്പോഴും ആമേൻ എൻ്റെ മുമ്പിലുണ്ട്. ಅದರರ್ಥ ನಿಮ್ಮ ಪ್ರಾರ್ಥನೆಯ ವಿಷಯಗಳು ಎಲ್ಲ ಕೂಡ ನನ್ನ ദൈവം പറയുക എൻ്റെ മുമ്പിലുണ്ട്, ನನ್ನ ಮುಂದೆ ಇದೆ. ഞാനത് കേൾക്കാതിരിക്കുന്നില്ല. ನಾನು ಅದನ್ನು ಕೇಳದೆ ಇರುವುದಿಲ್ಲ. ഏത് വിഷയമാകട്ടെ, ಯಾವುದೇ ವಿಷಯವಾಗಿರಲಿ, ഹല്ലേലൂയ, ಹಲ್ಲೆಲೂಯ, എൻ്റെ മുമ്പിലുണ്ട്, ನನ್ನ ಮುಂದೆ ಇದೆ. ഞാനത് ഏറ്റെടുത്തിരിക്കുക, ನಾನು ಅದಕ್ಕೆ ಉತ್ತರ ಕೊಡ್ತೇನೆ, ഞാനത് കൈകാര്യം ചെയ്യും, ನಾನು ಅದನ್ನು ಕೈಯಾರೆ ಅದನ್ನು ನಡೆಸ್ತೇನೆ. എത്ര പേർക്ക് ആമേൻ പറയാൻ കഴിയും? ಎಷ್ಟು ಜನ ಆಮೇಲೆ ಹೇಳಲಿಕ್ಕೆ ಸಾಧ್ಯವಿದೆ? പലരും വിചാരം പ്രാർത്ഥന ദൈവത്തിന്റെ സ്ഥാനത്തിൽ എത്തുന്നില്ല എന്നൊരു ചിന്തയുണ്ട്. ಕೆಲವರಿಗೆ ನಾವು ಪ್ರಾರ್ಥನೆ ದೇವರ ಸನ್ನಿಧಿಗೆ ತಲುಪುತ್ತಾ ಇಲ್ಲ പക്ഷേ ಎಂಬುದಾಗಿ ദൈവാത്മ ಯೋಚಿಸುತ್ತಾರೆ. പറയുന്നു, ಅದು ದೇವರಾತ್ಮನು ಹೇಳ್ತಾನೆ, നിന്റെ പ്രാർത്ഥനകൾ, നിന്റെ മതിലുകൾ എല്ലായ്പ്പോഴും അവൻ എൻ്റെ മുമ്പിലിരിക്കുക. ನಿನ್ನ ಪ್ರಾರ್ಥನೆಗಳು, ನಿನ್ನ ಗೋಡೆಗಳು ಎಲ್ಲಾ ದಿನ ನನ್ನ ಮುಂದೆ ಇರ್ತದೆ ಎಂಬುದಾಗಿ. ഒരുമിച്ച് ആമേൻ പറഞ്ഞാട്ടെ. ಒಟ್ಟಾಗಿ ಆಮೇಲೆ ಹೇಳ್ರಿ. ഇന്ന് പ്രാർത്ഥന കേൾക്കുന്ന സകല ജനവുമായുള്ളവേ, എൻ്റെ അടുക്കൽ വരുവനെന്ന് കർത്താവ് പറഞ്ഞുവെങ്കിൽ നിന്റെ മതിലാകുന്ന പ്രാർത്ഥനയാകുന്ന മതിൽ ദൈവത്തിന്റെ മുമ്പിലുണ്ട്. ಪ್ರಾರ್ಥನೆಯನ್ನು ಕೇಳುವಾತನ ಜನರು ನನ್ನ ಬಳಿಗೆ ಬರ್ತಾನೆ ಎಂಬುದಾಗಿ ಹೇಳಿದಂತ ದೇವರು ನಿನ್ನ ಪ್ರಾರ್ಥನೆ ಎಲ್ಲ ವಿಷಯಗಳು ನನ್ನ ಮುಂದೆ ಗೋಡೆ ರೂಪದಲ್ಲಿ ಇದೆ. ഹല്ലേലൂയ, ಹಲ್ಲೆಲೂಯ. അതിനെ പണിയട്ടെ, ಅದನ್ನು ಕಟ್ಟಿರಿ. കരമടിച്ച് ദൈവത്തെ സ്തുതിച്ചാട്ടെ. ದೇವರ ಸ್ತೋತ್ರವನ್ನ ಮಾಡ್ರಿ. വീണ്ടും യെശയ്യാവ് 26 ആമേ സ്തോത്രം 26 ഒന്നാം വാക്യം ഒന്ന് വായിക്കണം. ಯೆಶಯ 26ನೇ ಅಧ್ಯಾಯದ 1ನೇ ವಾಕ್ಯ ನಾವು ಓದಿಕೊಳ್ಳೋಣ. 26:1. 26:1. ಆ ದಿವಸದಲ್ಲಿ ಯಹೂದ ದೇಶದೊಳಗೆ ಈ ಗೀತವನ್ನು ಆಡುವರು. ನಮಗೆ ಬಲವಾದ ಪಟ್ಟಣವಿದೆ, ಯೆಹೋವನು ತನ್ನ ರಕ್ಷಣೆಯನ್ನು ಕೋಟೆಯನ್ನಾಗಿಯೂ ಹೊರಪೌಳಿಯನ್ನಾಗಿಯೂ ಮಾಡಿದ್ದಾನೆ. ആമേൻ. ഇവിടെ ശ്രദ്ധിക്കണം, അശൂർ സൈന്യം യഹൂദ ജനത്തിന് വിരുദ്ധമായി യുദ്ധത്തിന് വന്നു. ಇಲ್ಲಿ ಅಶ್ಶೂರ ಸೈನ್ಯವು ಯಹೂದ ಜನರಿಗೆ ವಿರುದ್ಧವಾಗಿ ಯುದ್ಧಕ್ಕಾಗಿ ಬಂದಿದೆ. ആമേൻ. ഒരു സൈന്യം മുഴുവനുമായിട്ട് വരികയാ. ಒಂದು ಸೈನ್ಯ ಇಡೀ ಊರಿನಾಗಿ ಬಂದಿದೆ. ആമേൻ. അപ്പോഴാണ് ഒരാഹ്വാനം കൊടുക്കുന്നു. ആമേ സ്തോത്രം. ഹിസ്കിയാവ് ആഹ്വാനം കൊടുക്കുന്നു. ആമേ സ്തോത്രം. മതിൽ കെട്ടി പ്രാർത്ഥിക്കണം. ಆವಾಗ ತಾನೇ ಹಿಜ್ಕೀಯನು ಒಂದು ಆರ್ಡರ್ ಕೊಡ್ತಾನೆ, ಎಲ್ಲರೂ ಗೋಡೆಯನ್ನು ಕಟ್ಟಿ ಪ್ರಾರ್ಥಿಸಿರಿ ಎಂಬುದಾಗಿ. മതിൽ കെട്ടി പ്രാർത്ഥിപ്പാൻ ആഹ്വാനം കൊടുത്തപ്പോൾ, ಗೋಡೆಯನ್ನು ಕಟ್ಟಿ ಪ್ರಾರ್ಥಿಸಕ್ಕೆ ಒಂದು ಕರೆಯನ್ನು ಕೊಡುವಾಗ, അശൂർ സൈന്യം യഹൂദ ജനത്തിന് വിരുദ്ധമായി വന്ന സമയത്ത്, ಅಶ್ಶೂರ ಸೈನ್ಯ ಯಹೂದ್ಯರಿಗೆ ವಿರುದ್ಧವಾಗಿ ಬಂದಾಗ, മതിൽ കെട്ടിൽ പ്രാർത്ഥിച്ചപ്പോൾ സംഭവിച്ചത്, ಆ ಗೋಡೆಯಲ್ಲಿ ಕಟ್ಟಿ ಅಲ್ಲಿ ಪ್ರಾರ್ಥನೆಯನ್ನು ಮಾಡುವ ಸಮಯದಲ್ಲಿ ಸಂಭವಿಸಿತು, ദൈവത്തിന്റെ ദൂതൻ അശൂർ പാളത്തിലിറങ്ങി. ದೇವರ ದೂತನು ಅಶ್ಶೂರ್ಯರ ಸೈನ್ಯದ ಮಧ್ಯೆ ಇಳಿದನು. ആമേൻ പറ. ഒരു ദൂതൻ ഇറങ്ങിയപ്പോൾ 1,85,000 പേരെ നിഗ്രഹിച്ചതെങ്കിൽ ഇന്ന് പകൽക്കാലം ഈ മതിൽ കെട്ടുവാൻ നീ എപ്പോൾ ആഗ്രഹിക്കുന്നുവോ, ദൈവം നിനക്ക് വേണ്ടി തന്റെ ദൂതനെ അയക്കും. ಒಂದು ದೇವದೂತನು 1,85,000 ಜನರ ನಾಶ ಮಾಡುವುದಾದ್ರೆ ಈ ದಿನದಲ್ಲಿ ಕೂಡ ದೇವರು ತನ್ನ ದೂತರನ್ನು ಕಳಿಸಿ ನಿನಗೆ ವಿರೋಧವಾಗಿ ಎಲ್ಲವನ್ನು ನಾಶ ಮಾಡುವತನಾಗಿದ್ದಾನೆ. ഞാൻ ആത്മാവിൽ കാണുന്ന വെളിപ്പാട്, ನಾನು ಆತ್ಮದಲ್ಲಿ ಕಾಣುವಂತ ಪ್ರಕಟಣೆ, ശത്രു പാളയത്തിലേക്ക്, ಶತ್ರು ಪಾಳೆಯದೊಳಗೆ ഈ മതിൽ കെട്ടി പ്രാർത്ഥിക്കുമ്പോൾ ಗೋಡೆಯನ್ನು ಕಟ್ಟಿ ಪ್ರಾರ್ಥಿಸುವಾಗ നിനക്കെതിരെ വരുന്ന ನಿನಗೆ ವಿರುದ್ಧವಾಗಿ ಬರುವ ശത്രു ಸೈನ್ಯವನ್ನ തോൽപ്പിക്കുവാൻ, ಸೋಲಿಸುವುದಕ್ಕಾಗಿ, തകർത്ത് കളയുവാൻ ನಾಶ ಮಾಡುವುದಕ್ಕಾಗಿ ഇന്ന് ദൂതൻ ഇറങ്ങാൻ പോകുകയാണ്. ದೂತನು ಇಳಿಯುವುದನ್ನಾಗಿದ್ದಾನೆ. ಆಮೆನ್. പ്രാപിക്കുക. ആത്മാവിൽ കാണുക. ಆತ್ಮದಲ್ಲಿ ಕಾಣ್ರಿ. അത് നാം അനുഭവിക്കാൻ പോകുകയാണ്. ಅದನ್ನು ಅನುಭವಿಸಲಿಕ್ಕಿದ್ದೇವೆ. യേശുവിന്റെ നാമത്തിൽ. ನಾಮದಲ್ಲಿ പോരാ ಸಾಕಾಗುವುದಿಲ್ಲ. തകരകതനയാ ಚಂದರಗರಗರ അവ ദൂതൻ ഇടപെടുവാൻ, ದೂತನು ಇಳಿದು ಬರ್ತಾನೆ, ദൂതനെ പ്രവർത്തിപ്പാൻ ದೂತನ ಕಾರ್ಯ ಮಾಡುವುದಕ್ಕಾಗಿ നീ അവസരം കൊട്, ನೀನು ಅದಕ್ಕೆ ಅವಕಾಶವನ್ನು ಕೊಡು, സമയം കൊട്, ಸಮಯವನ್ನು ಕೊಡು. ദൈവം നിനക്ക് വേണ്ടി, ದೇವರು ನಿನಗಾಗಿ നിന്റെ ശത്രു പാളയത്തിലേക്ക്, ನಿನ್ನ ಶತ್ರು ಪಾಳೆಯದೊಳಗೆ ദൂതൻ ഇറങ്ങി വരുന്നു. ದೂತನು ಇಳಿದು ಬರ್ತಿದ್ದಾನೆ. നീ ആത്മാവിൽ കാണാ, ನೀನು ಆತ್ಮದಲ್ಲಿ ಅದನ್ನು ಕಾಣು. ഓ ജീസസ്. ಸ್ತೋತ್ರ 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 ಸ್ತೋತ್ರ. നിന്നിൽ ഇടിഞ്ഞ മതിലുകൾ, ನಿನ್ನೆ ಬಿದ್ದಿರುವಂತಹ ಗೋಡೆಗಳು നീ കെട്ടിപ്പണിയുവാൻ എപ്പോൾ താല്പര്യപ്പെടുന്നുവോ, ಬಿದ್ದಿರುವಂತಹ ಗೋಡೆ ನೀವು ಕಟ್ಟುವುದಕ್ಕಾಗಿ ಯಾವ ಬಯಸ್ತಿರೋ, ദൈവം നിനക്ക് വേണ്ടി തന്റെ ദൂതനെ അയക്കും. ದೇವರು ನಿಮಗೋಸ್ಕರ ತನ್ನ ದೂತರನ್ನು ಕಳಿಸ್ತಾನೆ. 1,00,000 ദൂതൻ ഇറങ്ങിയപ്പോൾ അത്രയും കാര്യം നടന്നുവെങ്കിൽ, ಒಂದು ದೂತನ ಇಳಿದು ಬಂದಾಗಲೇ 1,00,000ಕ್ಕಿಂತ ಮಿಗಿಲಾಗಿರುವಂತಹ ಅಲ್ಲಿ ಕಾರ್ಯ ನಡೆಯುವುದಾದ್ರೆ,
ദൈവത്തിന് കോടാന ദൂതന്മാരുണ്ട്. ದೇವರಿಗೆ ಕೋಟ್ಯಾನು ಕೋಟಿ ದೇವದೂತರಿದ್ದಾರೆ. ആ ദൂതന്മാരെല്ലാം കൂടെ നിന്റെ ശത്രുവിന്റെ പാളത്തിലേക്ക് ഇറങ്ങി വന്നാലേ, ಆ ದೂತರು ನಿನ್ನ ಶತ್ರುವಿನ ಪಾಳದ ಮಧ್ಯಕ್ಕೆ ಇಳಿದು ಬಂದರೆ എന്താ സംഭവിക്കാൻ പോകുന്നത്? ಏನ್ ಸಂಭವಿಸಬಹುದು? ഇന്നത് ആത്മാവിൽ കണ്ട് പ്രാർത്ഥിക്കുക. ನೀವು ಅದನ್ನು ಆತ್ಮದಲ್ಲಿ ಕಂಡು ಪ್ರಾರ್ಥಿಸಿರಿ. ആത്മാവിൽ കണ്ട് പ്രാർത്ഥിക്കുക. ಆತ್ಮದಲ್ಲಿ ಕಂಡು ಪ್ರಾರ್ಥಿಸಿರಿ. ആമേൻ. മതിൽ കെട്ടി പ്രാർത്ഥിക്കണം. ಗೋಡೆಯನ್ನು ಕಟ್ಟಿ ಪ್ರಾರ್ಥಿಸಿರಿ. ആ ഇടിഞ്ഞ മതിൽ പ്രാർത്ഥനയാൽ കെട്ടി പണിയുക. ಆ ಬಿದ್ದಂತ ಗೋಡೆಯನ್ನು ಪ್ರಾರ್ಥನೆ ಮೂಲಕ ಕಟ್ಟಿ ಎಬ್ಬಿಸಿರಿ. സക്കറിയാവിൽ വായിക്കുന്നു, ഞാൻ അഗ്നി മതിലായി നിൽക്കും. ಜಕರಿಯನ ನೋಡ್ತೀನಿ, ನಾನು ಅಗ್ನಿ ಗೋಡೆ ರೀತಿಯಲ್ಲಿದ್ದೇನೆ. ഞാൻ നിനക്ക് അഗ്നി മതിലായി നിൽക്കും. ಬೆಂಕಿಯ ಗೋಡೆ, ಅಗ್ನಿಯ ಗೋಡೆಯಾಗಿದ್ದೇನೆ. ഇന്നത് വെളിപ്പെടാൻ പോകുക. ಪ್ರಕಟವಾಗಲಿಕ್ಕಿದೆ. നിന്നെ ആത്മനിയോഗത്തിൽ വിളിച്ചു പറയുന്നു. ನೀ ಆತ್ಮದಲ್ಲಿ ಕೂಗಿ ಹೇಳ್ತೇನೆ. അല്പ നിമിഷങ്ങൾ നമ്മളൊന്ന് പ്രാർത്ഥിക്കാൻ പോകുക. ಸ್ವಲ್ಪ ಸಮಯದಲ್ಲಿ ನಾವು ಪ್ರಾರ್ಥಿಸಲಿದ್ದೇವೆ. എല്ലാവരും കരങ്ങൾ കോർത്തി പിടിച്ച് പ്രാർത്ഥിച്ചാട്ടെ. ಎಲ್ಲರೂ ಕರಗಳನ್ನು ಇಟ್ಕೊಂಡು ಪ್ರಾರ್ಥಿಸಿರಿ. വെറുതെ നിങ്ങൾ പ്രാർത്ഥിക്കരുത്. വെറുതെ നിങ്ങൾ ಸುಮ್ಮನೆ ನೀವು ಪ್ರಾರ್ಥಿಸಬೇಡ್ರಿ. കരങ്ങൾ കോർത്തി പിടിക്കുക. അടുത്തിരിക്കുന്നവർ കരങ്ങൾ കോർത്തി പിടിച്ച ಪಕ್ಕದವರ ಕರವನ್ನ ಕೈಯನ್ನು ಹಿಡಿದುಕೊಂಡು ಪ್ರಾರ್ಥಿಸಿರಿ. അല്പ നിമിഷങ്ങൾ ഈ കോട്ടയൊന്ന് പണിയേണ്ടതിനായി, ಸ್ವಲ್ಪ ಸಮಯ ಈ ಕೋಟೆ ಕಟ್ಟಲ್ಪಡುವುದಕ್ಕಾಗಿ അന്യഭാഷയിൽ പ്രാർത്ഥിക്കേണ്ടവർ അല്പ നിമിഷങ്ങൾ അന്യഭാഷയിൽ പ്രാർത്ഥിച്ചാട്ടെ. ಅನ್ಯ ಭಾಷೆಯಲ್ಲಿ ಪ್ರಾರ್ಥಿಸುವವರು ಸ್ವಲ್ಪ ಸಮಯ ಅನ್ಯ ಭಾಷೆಯಲ್ಲಿ ಪ್ರಾರ್ಥಿಸಿರಿ. വായെ തുറന്ന് പ്രാർത്ഥിച്ചാട്ടെ. ಬಾಯನ್ನು ತೆರೆದು ಪ್ರಾರ್ಥಿಸಿರಿ. നിങ്ങൾ വെറുതെ സമയം കളയരുത്. ನೀವು ಸುಮ್ಮನೆ ಸಮಯನ ಕಳೆಯಬೇಡ್ರಿ. ശബ്ദം ഉയരട്ടെ യേശുവിൻ നാമത്തിൽ. ശക്തವಾಗಿ ಯೇಸು ನಾಮದಲ್ಲಿ. ഇന്ന് ചില വിഷയങ്ങളുടെ നടുവിൽ നിനക്ക് വേണ്ടി ദൂതൻ ഇറങ്ങാൻ പോകുകയാണ്. ನಿನ್ನ ಕೆಲವು ವಿಷಯಗಳಿಗೋಸ್ಕರ ನಿನ್ನ ವಿಷಯದಲ್ಲಿ ದೇವರು ದೂತರನ್ನು പ്രാർത്ഥനയുടെ മതിൽ കെട്ടിപ്പണിയുവാൻ താല്പര്യപ്പെടുമ്പോൾ, ಯಾವಾಗ ನೀನು ಪ್ರಾರ್ಥನೆ ಎಂಬ ಗೋಡೆಯನ್ನು ಕಟ್ಟಿ ദൈവത്തിന്റെ ദൂതൻ നമുക്ക് വേണ്ടി ഇറങ്ങി വരികയാണ്. ದೇವ ದೂತ ನಮಗೋಸ್ಕರ ಇಳಿದು ಬರ್ತಾನೆ. യുദ്ധവീരനായ ദൈവം നമുക്ക് വേണ്ടി വെളിപ്പെടുകയാണ്. ಯುದ್ಧ ವೀರನಾದಂತ ದೇವರು ನಮಗೋಸ್ಕರ ಕಾರ್ಯವನ್ನು ಮಾಡುವಾತ. യോശുവ നോക്കിയപ്പോൾ, ಯೋಶುವ ನೋಡುವಾಗ, തലപൊക്കി നോക്കിയപ്പോൾ, ಕರವೆತ್ತಿ ನೋಡುವಾಗ അവനൊരു വെളിപ്പാട് കാണുകയാണ്. ಅದೊಂದು ಪ್ರಕಟಣೆ ಕಾಣ್ತಾ ಇದ್ದಾನೆ. ഒരു ദൂതൻ കയ്യിൽ വാൾ ഊരിപ്പിടിച്ചുകൊണ്ട് നിൽക്കുന്ന കാഴ്ച. ಒಂದು ದೂತನ ಕೈಯಲ್ಲಿ ಖಡ್ಗವನ್ನು ಹಿಡ್ಕೊಂಡು ನಿಂತಿರುವ, നിനക്ക് വേണ്ടി യുദ്ധം ചെയ്യുവാൻ, ನಿನಗೋಸ್ಕರ ಯುದ್ಧವನ್ನು ಮಾಡುವುದಕ್ಕಾಗಿ. ഇന്ന് പകൽക്കാലം യോശുവ കണ്ടതുപോലെ ನಿನ್ನ ಈ ಹಗಲು ಯೋಶುವ ನಡೆದ ರೀತಿಯಲ್ಲಿ ആത്മാവിൽ കാണോ? ಎಷ್ಟು ಜನ ಆತ್ಮದಲ್ಲಿ ಕಾಣ್ತೀರಾ? ഊരിപ്പിടിച്ച വാളുമായി ತೆರೆದಪಟ್ಟದ ಖಡ್ಗ ಹಿಡ್ಕೊಂಡು ഓർഡർ വാങ്ങിച്ച ദൂതൻ, ಒಂದು ದೇವದೂತನು യുദ്ധം ചെയ്യുവാൻ, ಯುದ್ಧ ಮಾಡುವುದಕ್ಕಾಗಿ എപ്പോൾ ഓർഡർ ലഭിക്കുന്നുവോ, ಯಾವಾಗ ಸಿದ್ಧವಾಗಿರುತ್ತೀರಿ, എപ്പോൾ ഓർഡർ ലഭിക്കുന്നുവോ, ಯಾವಾಗ ഓർഡർ ലഭിക്കുന്നുവോ, യുദ്ധത്തിന് വേണ്ടി ആഹ്വാനം എപ്പോൾ ലഭിക്കുന്നുവോ, ಯುದ್ಧಕ್ಕೋಸ್ಕರ ಆರ್ಭಟವನ್ನು ಅನುಮತಿ ಸಿಗ್ತದೋ ആ സെക്കൻഡിൽ യുദ്ധം ചെയ്യേണ്ടതിന്, ಆ ಸೆಕೆಂಡ್ ಅಲ್ಲಿ ಯುದ್ಧ ಮಾಡುವುದಕ್ಕಾಗಿ ഒരുങ്ങി നിൽക്കുന്ന ദൂതനെ, ಸಿದ್ಧವಾಗಿರುವಂತ ದೂತನು ഊരിപ്പിടിച്ച വാളുമായി കാഴ്ച ನಾನು ನೋಡಿದ ಕಾಣಿ യോശുവ കണ്ടു. ಯೋಶುವನಲ್ಲಿ ಕಂಡನು. യോശുവ ചോദിക്കുന്നു, നീ ആരുടെ പക്ഷക്കാരനാ? ಯೋಶುವನಲ್ಲಿ ಕೇಳ್ತಾನೆ, ನೀನು ಯಾರ ಪಕ್ಷದವನು? ആ ദൂതൻ പറഞ്ഞൊരു മറുപടിയുണ്ട്. ಆತನು ಹೇಳಿದ ಒಂದು ಉತ್ತರವಿದೆ, ഞാൻ സ്വർഗത്തിലെ സൈന്യത്തിന്റെ അധിപനാ. ನಾನು ಸ್ವರ್ಗದ ಸೈನ್ಯದ ಅಧಿಕಾರಿಯಾಗಿದ್ದೇನೆ. സൈനാധിപനായ ദൂതൻ, ಸೈನಾಧಿಕಾರಿಯಾದ ದೂತನು ഇന്ന് പകൽക്കാലം ഈ ജനത്തിന് നടുവിൽ വന്നിട്ടുണ്ട്. ಇಂದು ಹಗಲು ಆತನು ಈ ಜನರ ಮಧ್ಯದಲ್ಲಿ ಬಂದಿದ್ದಾನೆ. നിനക്ക് വേണ്ടി പ്രവർത്തിപ്പാൻ, ನಿನಗೋಸ್ಕರ ಕಾರ್ಯ ಮಾಡುವುದಕ್ಕಾಗಿ, നിനക്ക് വേണ്ടി യുദ്ധം ചെയ്യുവാൻ, ನಿನಗೋಸ್ಕರ ಯುದ್ಧವನ್ನು ಮಾಡುವುದಕ್ಕಾಗಿ. യേശുവിന്റെ നാമത്തിൽ ശത്രു സൈനികൾ സ്വത്രം തോറ്റുപോകുന്നു, പിന്തിരിഞ്ഞോടുകയാണ്. നഷ്ടപ്പെട്ടു പോയ പ്രാർത്ഥനകൾ തിരിച്ചെടുക്കട്ടെ. ನಷ್ಟವಾಗಿ ಹೋಗಿರುವಂತ ಪ್ರಾರ್ಥನೆಗಳು ತಿರುಗಿ ಬರಲಿ. മതിൽ കെട്ടി പ്രാർത്ഥിക്കട്ടെ. ಗೋಡೆಯನ್ನು ಕಟ್ಟಿ ಪ್ರಾರ್ಥಿಸಿರಿ. മതിൽ കെട്ടി പ്രാർത്ഥിക്കട്ടെ. ಗೋಡೆಯನ್ನು ಕಟ್ಟಿ ಪ್ರಾರ್ಥಿಸಿರಿ. മതിൽ കെട്ടി പ്രാർത്ഥിക്കട്ടെ. ಗೋಡೆ ಕಟ್ಟಿ ಪ್ರಾರ್ಥಿಸಿರಿ. ಸ್ತೋತ್ರ. മതിൽ ദൈവിക പ്രൊട്ടക്ഷനെ കാണിക്കുക. ಗೋಡೆ ದೈವಿಕ ಕಾವಲನ್ನು ತೋರಿಸ್ತದೆ. 5 വായിക്കുന്നു, വേലി പൊളിച്ചു കളഞ്ഞു. ಈ ಯೆಶಾಯ 5 ನೋಡ್ತೇವೆ, ಈ ಬೇಲಿ ಒಡೆದು ಹಾಕಲ್ಪಟ್ಟಿದೆ. നല്ല വക മുന്തിരി ಬಳ್ಳಿ നട്ടു, ಒಳ್ಳೆ ರೀತಿಯಲ್ಲಿ ದ್ರಾಕ್ಷಿ ತೋಟವನ್ನು ಬೆಳೆಸಿದೆವು. ഇപ്പൊ മുന്തിരി കായ്ക്ക് വന്ന ജനം കാത്തിരുന്നു. ಈಗ ದ್ರಾಕ್ಷಿ ಕಾಯಿ ಆಗುವುದಂತ ಜನ ಕಾಯ್ತಾ ಇದ್ದಾರೆ. പക്ഷെ കായ്ച്ചത് കാട്ടുമുന്തിരിങ്ങയാ. ಅದು ಕಾಯನ್ನು ತೆಗೆದುಕೊಂಡು ಹೋಗ್ತಾ ಇದೆ. ആ ജനത്തിന് നടുവിൽ കെട്ടിയ വേലി പോലും പൊളിച്ചു കളഞ്ഞു. ಆ ಜನರು ಬೇಲಿಯನ್ನು ಒಡೆದು ಹಾಕಿದರು. അതുകൊണ്ട് ദൈവിക പ്രൊട്ടക്ഷൻ എടുത്തു കളഞ്ഞാൽ, ಅದರಿಂದ ದೈವಿಕ ಕಾವಲುಗಾರಿಕೆಯನ್ನು ತೆಗೆದು ಹಾಕಿದರೆ ശത്രു അകത്ത് കയറും, ಶತ್ರು ಒಳಗಡೆ ಬರ್ತಾನೆ. മനസ്സിലായവർ ആമേൻ പറഞ്ഞാട്ടെ. ಅರ್ಥವಾದವರು ಆಮೇಲೆ ಹೇಳ್ರಿ. ദൈവം കെട്ടിയ വേലി പൊളിച്ചു കളഞ്ഞാൽ,
ದೇವರು ಕಟ್ಟಿರುವಂತ ಬೇಲಿಯನ್ನು ಒಡೆದು ಹಾಕಿದ್ದಾರೆ. പ്രാർത്ഥനയുടെ മതിൽ പൊളിച്ചു കഴിഞ്ഞാൽ ಪ್ರಾರ್ಥನೆ ಎಂಬಂತ ಗೋಡೆಯನ್ನು ಒಡೆದು ಹಾಕಿದ್ದಾರೆ. ശത്രു അകത്ത് കയറും, ಶತ್ರು ಒಳಗೆ ಬರ್ತಾನೆ. നിന്റെ ഭവനത്തിൽ ശത്രു ആധിപത്യം സ്ഥാപിക്കും. ನಿನ್ನ ಮನೆಯೊಳಗೆ ಶತ್ರು ತನ್ನ ಅಧಿಕಾರವನ್ನು അതുകൊണ്ട് ಸ್ಥಾಪಿಸ್ತಾನೆ. പൊളിഞ്ഞു കിടക്കുന്ന പ്രാർത്ഥനയുടെ മതിൽ കെട്ടിപ്പണിയട്ടെ. ಆದ್ದರಿಂದ ಒಡೆಯಲ್ಪಟ್ಟಿರುವಂತ ಪ್ರಾರ್ಥನೆ ഹല്ലേലൂയ. ಮುಗಿಸಿರಿ. ശബല യേശുവിന്റെ നാമത്തിൽ ജയമെടുക്കട്ടെ. ಯೇಸುವಿನ ನಾಮದ ಜಯ ಹೊಂದಿಕೊಳ್ಳ್ರಿ. ചില ഭവനങ്ങളിൽ അനർത്ഥങ്ങൾ വരുത്തുവാൻ, ಕೆಲವು ಮನೆಗಳಲ್ಲಿ ಅನರ್ಥಗಳನ್ನು ತರುವುದಕ್ಕಾಗಿ, കുടുംബങ്ങളിൽ അനർത്ഥങ്ങൾ വരുത്തി വെക്കുവാൻ ಕುಟುಂಬದಲ್ಲಿ ಅನರ್ಥವನ್ನು ತರುವುದಕ್ಕಾಗಿ ശത്രുവിന്റെ വെല്ലുവിളിയുണ്ട്. ಶತ್ರುವಿನ ಕಾರ್ಯಗಳು ಯೋಜನೆಗಳಿವೆ. ഓ ജീസസ്, ഇന്ന് ഈ മതിൽ പ്രാർത്ഥനയെ കാണിക്കുന്നു. ಈಗ ಈ ಒಂದು ಗೋಡೆ ಪ್ರಾರ್ಥನೆಯನ್ನ ತೋರಿಸ್ತದೆ. ആ മതിൽ ഇടിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ, ಆ ಗೋಡೆ ಕುಸಿದು ಹೋಗಿರುವುದಾದ್ರೆ, ആമേൻ ಆಮೆನ್, ഹല്ലേലൂയ, ಹಲ್ಲೆಲೂಯ, പ്രൈസ് ദി ലോർഡ്, ಪ್ರೈಸ್ ದ ಲಾರ್ಡ್. മതിൽ പണിയുക. ಆ ಗೋಡೆಯನ್ನ ಕಟ್ಟಿರಿ. തീർച്ചയായിട്ടും കർത്താവിന്റെ കരം അതിന്റെ മധ്യേ പ്രവർത്തിക്കും. ನಿಶ್ಚಯವಾಗಿ ಕರ್ತನ ಕರದ ಮಧ್ಯೆ ಕಾರ್ಯವನ್ನು ಮಾಡ್ತಾರೆ. കരങ്ങൾ വീശി ആമേൻ പറഞ്ഞാൽ ಕರಗಳನ್ನು ಬೀಸುತ್ತಾ ಆಮೇನ್ ಎಂಬುದಾಗಿ ಹೇಳ್ರಿ. വീണ്ടും നെഹമ്യാവിന്റെ പുസ്തകത്തിലേക്ക് വരുമ്പോൾ, ತಿರುಗೊಂದು ನೆಹಮೀಯನ ಪುಸ್ತಕಕ್ಕೆ ಬರುವಾಗ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ಆಗ ಹೇಳಿದಾಗೆ ആ പ്രവാസത്തിൽ നിന്ന് തെറ്റിയൊഴിഞ്ഞു വന്ന ജനത്തോട് നെഹമ്യാവ് ചോദിക്കുന്നു. ಆ ಪ್ರವಾಸದಲ್ಲಿ ಬಂದಿಯಾಗಿ ಬಂದಿದ್ದ ಜನರ ವಿಷಯದಲ್ಲಿ ನೆಹಮೀಯನು ಕೇಳ್ತಾನೆ. അവരുടെ കാര്യം അന്വേഷിച്ചപ്പോൾ ಅಲ್ಲಿ ಕಾರ್ಯ ನೋಡುವಾಗ അവർ മഹാകഷ്ടത്തിലായിരിക്കുന്നു. ಅಲ್ಲಿ ಅವರು ಮಹಾ ಕಷ್ಟದಲ್ಲಿದ್ದಾರೆ, അപമാനത്തിൽ കഴിയുന്നു. ಅವಮಾನದಲ್ಲಿದ್ದಾರೆ. അവര് യെരൂശലേമിന്റെ മതിൽ ഇടിഞ്ഞിരിക്കുന്നു. ಅವರು ಅಲ್ಲಿ ಯೆರೂಸಲೇಮಿನ ಗೋಡೆ ಕುಸಿಯಲ್ಪಟ್ಟಿದೆ. ആമേൻ. 3 പിതാക്കന്മാരെ കല്ലറിൽ തീ വെച്ച് നശിച്ചിരിക്കുക. ಅಲ್ಲಿ ಪಿತೃಗಳ ಸಮಾಧಿಯನ್ನು ಅಲ್ಲಿ ಬೆಂಕಿ ಹಾಕಿ ನಾಶ ಮಾಡಿದ್ದಾರೆ. ഈ 4 കാര്യമാണ് പറഞ്ഞത്. ಈ 4 ಕಾರ್ಯಗಳಲ್ಲಿ ಹೇಳ್ತದೆ. അതിനെ പുനഃസ്ഥാപിച്ചെടുക്കേണ്ടതിന് ಅದನ್ನು ಪುನಃಸ್ಥಾಪನೆ ಮಾಡಬೇಕೆಂಬುದಾಗಿ നെഹമ്യാവ് എന്ന ഒരു വ്യക്തി, ನೆಹಮೀಯ ಎಂಬಂತ ಒಂದು ವ್ಯಕ್ತಿ, നെഹമ്യാവ് എന്ന വാക്കിന്റെ അർത്ഥം തന്നെ യഹോവയിൽ ആശ്രയിക്കുന്നവനെന്ന, ನೆಹಮೀಯನ ಮಾತಿನ ಅರ್ಥವೇ ಯೆಹೋವನಲ್ಲಿ ദൈവാശ്രയത്തോടെ ದೇವರ ಆಶ್ರಯದೊಂದಿಗೆ രാജാവിനോട് ഒരു അവധി ചോദിച്ചു. ರಾಜನಲ್ಲಿ ಒಂದು ಅವನು ಅಪ್ಪಣೆ ಕೇಳ್ತಾನೆ. രാജാവ് അനുകൂലമായി അവധി കൊടുത്തു. ರಾಜನು ಅವನಿಗೆ ಅನುಕೂಲವಾದಂತಹ ಅಪ್ಪಣೆಯನ್ನು ಕೊಟ್ಟನು. അങ്ങനെ ആ പണിക്ക് വേണ്ടി പുറപ്പെടുവാൻ താല്പര്യപ്പെട്ടു. ಆತನ ಕೆಲಸಕ್ಕಾಗಿ ಹೊರಡುವುದಕ್ಕಾಗಿ ಬಯಸಿದನು. നെഹമ്യാവ് 4-ാം അധ്യായം അതിന്റെ 1 മുതൽ ഒന്ന് വായിക്കാം. ನೆಹಮೀಯ 4ನೇ ಅಧ್ಯಾಯದ 1ರಿಂದ ಓದಿಕೊಳ್ಳೋಣ. ನಾವು ಪೌಳಿಗೋಡೆಯನ್ನು ಕಟ್ಟುತ್ತಿದ್ದ ಸುದ್ದಿಯು ಸನ್ಬಲ್ಲಟನಿಗೆ ಮುಟ್ಟಿದಾಗ ಅವನು ಬಲು ಹೊಟ್ಟೆಕಿಚ್ಚು ಸಿಟ್ಟು ಉಳ್ಳವನಾಗಿ ತನ್ನ ಸಹೋದರರ ಮುಂದೆಯೂ ಸಮಾರ್ಯದ ದಂಡಿನವರ ಮುಂದೆಯೂ ನಿತ್ರಾಣಿಗಳಾದ ಈ ಯಹೂದ್ಯರು ಮಾಡುವುದೇನು? ಇವರು ತಮ್ಮನ್ನು ಬಲಪಡಿಸಿಕೊಳ್ಳಬೇಕೆಂದಿರುವರೋ, ಯಜ್ಞವನ್ನರ್ಪಿಸುವರೋ, ಈ ಹೊತ್ತೇ ಈ ಕೆಲಸವನ್ನು ತೀರಿಸುವರೇನು? ಸುಟ್ಟು ಹೋದ ಪಟ್ಟಣದ ಧೂಳಿನ ರಾಶಿಯೊಳಗೆ ಹುಗಿದ ಹೋದ ಕಲ್ಲುಗಳನ್ನು ಬದುಕಿಸುವರೇನೋ ಎಂದು ಹೇಳಿ ಯಹೂದ್ಯರನ್ನು ಗೇಲಿ ಮಾಡಿ. അതിന്റെ 6-ാം വാക്യം. ಅದರ 6ನೇ ವಾಕ್ಯ. ಆದರೂ ನಾವು ಕಟ್ಟುವ ಕೆಲಸವನ್ನು ಮುಂದುವರಿಸಿದೆವು, ಜನರು ಅದಕ್ಕೆ ಮನಸ್ಸು ಕೊಟ್ಟದ್ದರಿಂದ ಗೋಡೆಯೆಲ್ಲ ಅರ್ಧ ಎತ್ತರವರೆಗೂ. ആ മതിൽ പണിയുവാൻ നെഹമ്യാവ് സ്റ്റെപ്പുകൾ വെച്ചപ്പോൾ, ಆ ಗೋಡೆಯನ್ನು ಕಟ್ಟುವುದಕ್ಕಾಗಿ ನೆಹಮೀಯನು ಹೆಜ್ಜೆ ನೆಟ್ಟಾಗ അവന്റെ കൂടെയുള്ള ജനം ಆತನ ಜೊತೆಲಿದ್ದ ಜನರು മനസ്സൊരുക്കമുള്ളവരായിരുന്നു. ಮನಸ್ಸು ಕೊಟ್ಟವರಾಗಿದ್ದರು. ആമേൻ. ആ വാക്യം ഒന്ന് വായിച്ചേ. ಆ ವಾಕ್ಯ ಓದಿಕೊಳ್ಳೋಣ. ಆದರೂ ನಾವು ಕಟ್ಟುವ ಕೆಲಸವನ್ನು ಮುಂದುವರಿಸಿದೆವು, ಜನರು ಅದಕ್ಕೆ ಮನಸ್ಸು ಕೊಟ್ಟದ್ದರಿಂದ ಗೋಡೆಯೆಲ್ಲ ಅರ್ಧ ಎತ್ತರವರೆಗೂ. മനസ്സൊരുക്കത്തോടെ, ಮನಸ್ಸು ಕೊಟ್ಟ ರೀತಿಯಿಂದ, ಐಕ್ಯತೆಯಿಂದ അവർ ചേർന്ന് നിൽക്കുക. ಅವರಲ್ಲಿ ಸೇರಿ ನಿಲ್ತಾ ಇದ್ದಾರೆ. അങ്ങനെ പണിക്ക് വേണ്ടി ജനം ഒന്നിച്ച് പണിയുവാൻ തീരുമാനമെടുത്തു. ಆದ್ದರಿಂದ ಕಟ್ಟುವುದಕ್ಕೋಸ್ಕರ ಜನರು ಒಂದಾಗಿರುವುದಕ್ಕಾಗಿ ತೀರ್ಮಾನ ಮಾಡಿದರು. ഇനി വാക്യം 7. എന്താ സംഭവിച്ചത്? ಇಲ್ಲಿ ಏನ್ ಸಂಭವಿಸುತ್ತದೆ? ಸನ್ಬಲ್ಲಟನು, ಟೋಬಿಯನು, ಹರಬಿಯರು, ಅಮ್ಮೋನಿಯರು, ಅಷ್ಟೋದಿನವರು ಯೆರೂಸಲೇಮಿನ ಗೋಡೆಯ ಜೀರ್ಣೋದ್ಧಾರ ಕಾರ್ಯವು ಮುಂದುವರಿದು ಅದರ ಸಂದುಗಳು ತಿರುಗಿ ಕೂಡ್ತಾ ಬರುವುದನ್ನು ಕೇಳಿ ಬಹು ಕೋಪ ಉಳ್ಳವರಾಗಿ വലിയ കോപം ജനിച്ചു. ಅಲ್ಲಿ ಅವರಿಗೆ ಬಹಳ ಕೋಪ ಉಂಟಾಯಿತು. പ്രൈസ് ദി ലോർഡ്. അപ്പൊ പണിക്ക് വേണ്ടി നെഹമ്യാവ് ഒരുങ്ങി. ಅಲ್ಲಿ ಕಟ್ಟುವುದಕ್ಕಾಗಿ നെഹമ്യನು ಮುಂದುವರಿದನು. ജനം ഒരുമിച്ച് നിന്നു. ಜನರು ಒಟ್ಟಾಗಿ ನಿಂತರು. ഈ സമയത്താണ് സൻബല്ലത്തിനും തോബിയാവിനും ഭയങ്കരമാകുന്ന കോപം ജ്വലിച്ചു. ಈ ಸಮಯದಲ್ಲೇ ಸನ್ಬಲ್ಲಟ, ಟೋಬಿಯ ಇವರಿಗೆ ಭಯಂಕರವಾದಂತ ಕೋಪ ಉಂಟಾಯಿತು. ആമേൻ പറ. ಆಮೆನ್ ಹೇಳ್ರಿ. അവര് ഒറ്റക്കെട്ടായി നിൽക്കുക. ಅವರು ಒಟ್ಟಾಗಿ ನಿಂತಿದ್ದಾರೆ. ഹല്ലേലൂയ. എന്നിട്ട് പാതി പൊക്കം വരെ
അങ്ങോട്ട് പണിതു. ಹಾಗೆ ನೋಡುವಾಗ ಅರ್ಧ ಗೋಡೆವರೆಗೆ ಅಲ್ಲಿ ಕಟ್ಟಲ್ಪಟ್ಟಿದೆ. ഉടനെ കോപം ജ്വലിച്ചിട്ട് ഈ സൻബലത്തും തോബയാവും പറയുകയാ, ആമേൻ, ഇത് മുടിപ്പിക്കത്തില്ലെന്ന്. ಅಲ್ಲಿ ಬಹಳ ಕೋಪದಿಂದ ಈ ಸನ್ಬಲಟ್ ಟೋಬಿಯರ್ ಹೇಳ್ತಿದ್ದು ನಡೆಯ ಬರದೆ, ഈ പണി പൂർത്തീകരിക്കത്തില്ലെന്ന്. ಈಗ ಕೆಲಸ ಕಟ್ಟುವ ಕೆಲಸ ಪೂರ್ತಿಗೊಳಿಸಬಾರದು. അങ്ങനെയുള്ള വെല്ലുവിളികളെ കർത്താവ് ഈ പകൽക്കാലം ശാസിക്കാൻ പോകുകയാ. ಈ ದಿನಗಳಲ್ಲಿ ಆ ರೀತಿಯ ಹೋರಾಟ യേശുവിന്റെ നാമത്തിൽ കമാൻ പ്രാർത്ഥിച്ചോ, യേശുവിന്റെ നാമത്തിൽ, ಯೇಸುವಿನ ನಾಮದಲ್ಲಿ. എത്ര പേർക്ക് ആമേൻ പ്രാർത്ഥിക്കാൻ കഴിയും? പ്രാർത്ഥിക്കാൻ കഴിയും? ಎಷ್ಟು ಜನರಿಗೆ ಪ್ರಾರ್ಥನೆ ಮಾಡಲು ಸಾಧ್ಯವಿದೆ? ഇന്ന് എവിടെയൊക്കെയോ സ്റ്റക്ക് ആയി നിൽക്കുന്ന ചില മണ്ഡലങ്ങൾ, ಎಲ್ಲೋ ಸ್ಟಕ್ ಆಗಿ ನಿಂತಿರುವಂತ ಕೆಲವು ಸಂಗತಿಗಳು ഈ പകൽക്കാലം പുനരാരംഭിക്കാൻ പോകുകയാ. ಈ ಹಗಲಲ್ಲಿ ಅದು ಪುನರಾರಂಭಿಸಲಿಕ್ಕಿದೆ, പുനഃസ്ഥാപിക്കാൻ പോകുകയാ, ಪುನಃಸ್ಥಾಪನೆ ಆಗಲಿಕ್ಕಿದೆ. യേശು ನಾಮದಲ್ಲಿ നീ തുടങ്ങി വെച്ചതാ, ನೀನು ಆರಂಭಿಸಿದ್ದು, നീ ആരംഭിച്ചതാ, ನೀನು ಆರಂಭಿಸಿದ್ದು നിന്നെ കൊണ്ട് പൂർത്തീകരിക്കാതിരിപ്പാൽ ನಿನ್ನ ಮೂಲಕ വഴി മധ്യത്തിൽ അതിനെ സ്റ്റക്കാക്കി കളയാൻ ಮಾರ್ಗ ಮಧ್ಯದಲ್ಲಿ ಅಲ್ಲಿ ನಿಲ್ಲಿಸಿರುವಂತ ಎಲ್ಲ ಹೋರಾಡುವಂತ ಪೈಶಾಚಿಕ ಮಂಡಲങ്ങൾ, ಸೈತಾನ ಕಾರ್ಯಗಳು ಈ ಪಗಲ್ಕಾಲ ಮಾರಟ, ಈ ಹಗಲ ಬಿಟ್ಟೋಗಲಿ യേശുവിന്റെ നാമത്തിൽ, ಯೇಸುವಿನ ನಾಮದಲ್ಲಿ. എത്ര പേർക്ക് ആത്മാവിൽ പ്രാർത്ഥിക്കാൻ കഴിയും? ಎಷ್ಟು ಜನ ಆತ್ಮದಲ್ಲಿ ಪ್ರಾರ್ಥಿಸಲಿಕ್ಕೆ ಸಾಧ್ಯವಿದೆ? അതരം ബൗഡം ബൗഡം ദഗരം ദഗരം ദൂരക്കാലകരബല അതല ദഗച്ചസിയ. അതോ ഈ ഉപവാസമൊക്കെ പിശാചന് എന്താ ആരിശം കയറിയിരിക്കുക. ಈ ಸೈತಾನ ಬಹಳ ಕೋಪದಲ್ಲಿದ್ದಾನೆ. ഇതൊന്നും പിശാചന് ഇഷ്ടമുള്ള കാര്യമല്ല. ಇನ್ನು ಸೈತಾನಿಗೆ ಯಾವುದೇ ಕಾರ್ಯವಿಲ್ಲ ಅಲ್ಲಿ. കൺവെൻഷനും മറ്റു പല കാര്യങ്ങളൊക്കെ കുഴപ്പമില്ല. ഈ ഉപവാസം ഒന്ന് കേൾക്കുമ്പോൾ പിശാചന്റെ മുട്ടിടിക്കും. ಕನ್ವೆನ್ಷನ್ ಕೂಟ ಇನ್ನು ಬೇರೆಲ್ಲ ಕೂಟ ಅಂದ್ರೆ ಸೈತಾನಿಗೆ ಪರವಾಗಿಲ್ಲ. ಈ ಉಪವಾಸ ಪ್ರಾರ್ಥನೆ ಎಂಬುದಾಗಿ ಸೈತಾನಿಗೆ ಒಂದು ಸಿಟ್ಟು. അവനറിയാം ഇതിലേ അവൻ ഒതുങ്ങത്തോളൂ. ಅವನಿಗೆ ಗೊತ್ತಿದೆ ಇದರ ಮೂಲಕ ಆತನು ಅಡಗಿ ಹೋಗುವಂತದ್ದು ಎಂಬುದಾಗಿ. ಸ್ತೋತ್ರ ಹೇಳ್ರಿ. ഇതുപോലെ കോപം ജ്വലിച്ചു നിൽക്കുകയാ. ಇದೇ ರೀತಿ ಕೋಪದಲ್ಲಿ ತುಂಬಿಸಲ್ಪಟ್ಟಿದ್ದಾನೆ. ഇന്ന് പകൽക്കാലം അഴിയണ്ടേ? ഈ ಹಗಲದ ಅಳಿಯಲಿ. സ്തോത്രം. ചില നുഴഞ്ഞു കയറുന്ന അനുഭവങ്ങൾ, ಕೆಲವು ಹಾರಿ ಬರುವಂತ നുഴഞ്ഞു കയറ്റക്കാർ, ಕೆಲವು ಹಾರಿ ಬರುವಂತ യേശുവിൻ നാമത്തിൽ ഈ പകൽക്കാലം അതിനെ കർത്താവ് ശാസിക്കുക. രക്തം ജയമെടുക്കട്ടെ, ರಕ್ತ ಜಯ ಉಂಟಾಗಲಿ. ഒരുമിച്ച് പ്രാർത്ഥിച്ചോ, യേശുവിൻ നാമത്തിൽ. ಒಂದ್ಸಾರಿ ಒಟ್ಟಾಗಿ ನುഴഞ്ഞു കയറിയ ಮುರಿಯಲ್ಪಟ್ಟರೆ പൈശാചിക ಮಂಡಲങ്ങൾ, ಮುರಿಯಲ್ಪಟ್ಟರೆ ಸೈತಾನ ಮಂಡಗಳು, ನುಸುಳಿ ಬರುವಂತ ಸೈತಾನ ಮಂಡಗಳು. ഈ കുറുക്കിന് ಈ ನರಿಯು ഈ ബുദ്ധിയുള്ളവനാ. ನರಿಗೆ ಒಂದು ಬುದ್ಧಿ ಇದೆ. ആമേൻ പറ. ಆಮೇಲೆ ಹೇಳ್ರಿ. കുറുക്കന്റെ ബുദ്ധി കണ്ടിട്ടുണ്ടോ? ಆ ನರಿಯ ಬುದ್ಧಿ ಏನ್ ಗೊತ್ತಾ? സ്തോത്രം. ഒരു ആമേൻ പറ. ಒಂದು ಆಮೇಲೆ ಹೇಳ್ರಿ. സ്തോത്രം. ಸ್ತೋತ್ರ. ഈ കുറുക്കന്റെ ഒരു സ്വഭാവം എന്ന് പറഞ്ഞത്, ಈ ನರಿಯ ಸ್ವಭಾವ ಅಂತ ಹೇಳುವಂಥದ್ದು, ഈ ഒരു വന്ന വഴി കൂടെ പുള്ളിക്കാരെ തിരിച്ചു പോകത്തില്ല. ಆ ಬಂದಂತ ದಾರಿಯಲ್ಲಿ ಅದು ಯಾವತ್ತು ಹಿಂತಿರುಗಿ ಹೋಗುದಿಲ್ಲ. അത്രയ്ക്കും ബുദ്ധിയുള്ളവനാ. ಅಷ್ಟು ಬುದ್ಧಿಯುಳ್ಳಂತಹ ನರಿಯಾಗಿದೆ. വന്ന വഴി കൂടെ കുറുക്കൻ തിരിച്ചു പോകത്തില്ല. ಅದು ಬಂದಂತ ದಾರಿಯಲ್ಲಿ ಹಿಂತಿರುಗಿ ಹೋಗುವುದಿಲ್ಲ. ഇല്ലേ? ಆಮೆನ್. സ്തോത്രം. സ്തോത്രം. മുന്തിരി വള്ളിയെ നശിപ്പിക്കുന്ന ചെറുകുറുക്കന്മാരുടെ കാര്യം ബൈബിളിലുണ്ട്. ಅಂದ್ರೆ ಸತ್ಯವೇದದಲ್ಲಿ ನಾವು ನೋಡ್ತೇವೆ ದ್ರಾಕ್ಷಿ ತೋಟವನ್ನು ಹಾಳು ಮಾಡಿದಂತ ನರಿಯ ಕುರಿತು ನಾವು ಅಲ್ಲಿ ನೋಡ್ತೇವೆ. ഒരു മുന്തിരിയുടെ അടിസ്ഥാനം എന്ന് പറയുന്ന മുന്തിരിവള്ളിയാ. ಅಂದ್ರೆ ಒಂದು ತೋಟದ ಅಸ್ಥಿವಾರ ಅಂತ ಹೇಳುವುದಾದರೆ ಒಂದು ದ್ರಾಕ್ಷಿ ತೋಟದ ಒಂದು ಬಳ್ಳಿಯ ಕುರಿತಾಗಿ ನಾವಲ್ಲಿ ನೋಡ್ತೇವೆ. ഉണ്ടാകണമെങ്കിൽ മുന്തിരിവള്ളി വേണം. ಅಂದ್ರೆ ಆ ಒಂದು ದ್ರಾಕ್ಷಿ ರಸವನ್ನು ನಾವು ಉತ್ಪತ್ತಿ ಮಾಡಬೇಕಾದ್ರೆ ಅಲ್ಲಿ ಒಂದು ದ್ರಾಕ್ಷಿಯ ತೋಟ ಬೇಕು. ಅപ്പൊ ಅದನ್ನೇ ನಶಿಪಿച്ചാൽ, ಅದನ್ನು ನಷ್ಟಪಡಿಸಿದರೆ എല്ലാം തകരപ്പെടുമെന്ന് പിശാചനറിയാം. ಅದೆಲ್ಲವೂ ನಷ್ಟವಾಗಿ ಹೋಗುತ್ತದೆ ಅಂತ ಹೇಳಿ ಸೈತಾನನಿಗೆ ಚೆನ್ನಾಗಿ ಗೊತ್ತುಂಟು. അങ്ങനെയുള്ള ശത്രു സൈന്യങ്ങൾ, ಆದ್ದರಿಂದ ಆ ಒಂದು ಶತ್ರುವಿನ ಸೈನ್ಯದವನು ಈ ಪಣಿയെ ಬ್ಲಾಕ್ ചെയ്യാൻ ಈ ಒಂದು ಕೆಲಸವನ್ನು ಹೇಗಾದ್ರೂ ಮಾಡಿ ನಷ್ಟಪಡಿಸಬೇಕು ಅಂತ ನೋಡ್ತಾ ಇದ್ದಾನೆ. ದೇವರಾತ್ಮನು ಹೇಳುವುದೇನೆಂದರೆ, ശക്തിയോടെ നിൽക്കണം. ಕೆಲವೊಬ್ಬರು ಶಕ್ತಿಯೊಂದಿಗೆ ನಾವು ನಿಲ್ಲಬೇಕು. ഹല്ലേലൂയ. ഹല്ലേലൂയ. സ്തോത്രം ചെയ്താട്ടെ. ಸ್ತೋತ್ರ ಹೇಳೋಣ. ഇവിടെ എന്നെ ചിന്തിപ്പിച്ചത് അതിന് 9ാം വാക്യം. ನನಗೆ ಇಲ್ಲಿ ಬಹಳವಾಗಿ ಯೋಚನೆಗೆ ಬರಮಾಡಿದಂತ ವಾಕ್ಯವೇನೆಂದರೆ 9ನೇ ವಾಕ್ಯ. ನೆಹೆಮಿಯ 4ನೇ ಅಧ್ಯಾಯದ 9ನೇ ವಾಕ್ಯ. ನಾವಾದರೂ ನಮ್ಮ ದೇವರಿಗೆ ಮೊರೆ ಇಟ್ಟು ಅವರಿಗೆ ವಿರುದ್ಧವಾಗಿ ಅವರು ಬರುವ ದಾರಿಯಲ್ಲಿ ಹಗಲಿರುಳು ಕಾವಲಿಟ್ಟೆವು. ಕಾವಲುಗಾರರು ರಾತ್ರಿ ಏನಾಗಿದೆ ಅಂತ ಕೇಳುವಾಗ ನೀ ಅದಕ್ಕೆ ಸದುತ್ತರವನ್ನು ಕೊಡಬೇಕು. ಈ ಕಾವಲುಗಾರರು ಯಾರಾಗಿದ್ದಾರೆ? ಪ್ರಾರ್ಥನೆ ಮಾಡುವವರು, ಯುದ್ಧ ಸನ್ನಾಹമുള്ളവರ, ಯುದ್ಧ ಸನ್ನದ್ಧವುಳ್ಳವರು. അവർക്ക് ഉറക്കമില്ല. ಅವರಿಗೆ ಯಾವಾಗಲೂ ಸಹ ನಿದ್ರೆ ಇರುವುದಿಲ್ಲ. അവർക്ക് ഉറക്കം വരും. ಅವರಿಗೆ ನಿದ್ರೆ ಬರ್ತದೋ? നമ്മള് പ്രാർത്ഥനയ്ക്കകത്ത് പകല് വന്നിരുന്ന് ഉറങ്ങുന്നവരാ. ಕೆಲವೊಬ್ಬರಿಗೆ ಪ್ರಾರ್ಥನೆ ಬಂದಾಗ ಕೆಲವೊಬ್ಬರು ಆಯಾಸ ಉಳ್ಳವರಾಗಿ ನಿದ್ರೆ ಮಾಡ್ತಾರೆ. ഉറക്കം വരാൻ ಆದ್ರೆ ಕಾವಲುಗಾರರಿಗೂ ನಿದ್ರೆ ಬರಬಾರದು.
ആമേൻ. ಆಮೆನ್. ഒരിക്കൽ ശൂഷൻ രാജധാനിയിൽ ಒಂದು ಸಾರಿ ಶೂಷನನ ರಾಜಧಾನಿಯಲ್ಲಿ രാജാവ് കാവൽക്കാരെ ആക്കി. ಆ ರಾಜನು ಅಲ್ಲಿ ಕಾವಲುಗಾರರನ್ನು ಇಟ್ಟನು. ആ കൊട്ടാരത്തിൽ ഒരു ഈച്ച പോലും കയറിയ ഉത്തരവാദിത്വം ഇവർക്കുള്ളതാ. ಅಂದ್ರೆ ಆ ಒಂದು ಅರಮನೆ ಒಳಗಡೆ ಏನಾದ್ರೂ ಹಿಲಿ ಒಳಗಡೆ ಬಂದ್ರು ಸಹ ಅದರ ಜವಾಬ್ದಾರಿ ಈ ಕಾವಲುಗಾರರಾಗಿತ್ತು. ആമേൻ. ಆಮೆನ್. ഒരിക്കൽ ആ ശൂഷൻ രാജകൊട്ടാരത്തിൽ ആമേൻ പൈസൽ വരാനിരുന്ന പ്രതികൂലത്തെ ഈ കാവൽക്കാരനാക്കിയ വ്യക്തി മോർദെഖായി അത് തിരിച്ചറിഞ്ഞു. ಅಂದ್ರೆ ಆ ಒಂದು ಕೂಸಿನ ಆ ಒಂದು ಅರಮನೆ ಒಳಗಡೆ ಬರ್ಲಿಕ್ಕಿರುವಂತ ಅಪಾಯವನ್ನು ಅವಘಡಗಳನ್ನು ಇದು ಮೊರ್ದೆಖಾಯಿ ಹೊರಗಡೆ ಇದ್ದ ಕಾವಲುಗಾರನಾಗಿದ್ದಂತ ಈ ಮೊರ್ದೆಖಾಯಿಗೆ ತಿಳಿದು ಬರಬೇಕಾಗಿ ಸಂಭವಿಸಬೇಕಾದಂತ ಅನಾಹುತವನ್ನು ಅಲ್ಲಿ ಆತನು ತಪ್ಪಿಸಿದನ್ನು ನಾವಲ್ಲಿ ನೋಡುತ್ತೇವೆ. മനസ്സിലായവർ ആമേൻ പറഞ്ഞു. ಅರ್ಥವಾಗುತ್ತಾ ಇರುವವರು ಆಮೇನ್ ಎಂದು ಹೇಳುವ. ആ കൊട്ടാരത്തിൽ വരേണ്ട അനർത്ഥത്തെ പ്രതിസന്ധിയെ വരുത്തി വെക്കാൻ വേണ്ടി രണ്ട് പ്രബല ശക്തികൾ ആമേൻ രാജാവ് അറിയാതെ രംഗപ്രവേശനം ചെയ്തപ്പോൾ ഇത് മുന്നമേ കാവൽക്കാർ ಅದನ್ನೇ ತಿರಿಚರಿഞ്ഞു. ಅಂದ್ರೆ ಈ ಒಂದು ಅರಮನೆಗೆ ಬರಬೇಕಾದಂತ ಅನಾಹುತಗಳನ್ನು ಎರಡು ರೀತಿಯ ಅನಾಹುತಗಳು ಬರಬೇಕಾಗಿತ್ತು. ಆದರೆ ಇದಕ್ಕಿಂತಲೂ ಮೊದಲೇ ತಿಳಿದಂತ ಮೊರ್ದೆಖಾಯಿ ಅದು ಸಂಭವಿಸದಾಗಿ ತಡೆದು ನಿಲ್ಲಿಸಿದ ನಾವೆಲ್ಲ ನೋಡುತ್ತೇವೆ. ഇതാണ് കാവൽക്കാരുടെ പ്രത്യേകത. ಇದಾಗಿದೆ ಕಾವಲುಗಾರರ ಪ್ರತ್ಯೇಕತೆ. മതിൽ പണിക്കുവാൻ വരുന്ന ಗೋಡೆಯನ್ನು ಕೆಡವಿ ಹಾಕುವುದಕ್ಕಾಗಿ ಬರುವ ಗೆಟ್ಟക്കാരെ ಅಂದ್ರೆ ಹೇಗಾದ್ರೂ ಇದನ್ನು ನಷ್ಟಪಡಿಸಬೇಕೆಂದು ಬರುವಂತಹ തിരിച്ചറിയും. ಆದರೆ ಕಾವಲುಗಾರರಿಗೆ ಇದು ಗೊತ್ತಾಗುತ್ತದೆ, ಮೊದಲೇ ಗೊತ್ತಾಗುತ್ತದೆ. ദൈവം അങ്ങനെയുള്ളവരെ ആവശ്യപ്പെടുകയാണ്. ದೇವರಿಗೆ ಅಂತ ಕಾವಲುಗಾರರು ಅಗತ್ಯವಾಗಿ ಬೇಕಾಗಿದ್ದಾರೆ. ಒಂದಾಗಿ ಸೇರಿ ನಾವು ಆಮೇನ್ ಹೇಳುವ. ഇപ്പോൾ സുൽപാസ വീട്ടിൽ ചെല്ലുമ്പോൾ ഗേറ്റ് തുറക്കാനും അടയ്ക്കാനും അവിടെ ഒരു സെക്യൂരിറ്റി ആക്കിയിട്ടുണ്ട്. ಅಂದ್ರೆ ಸುನಿಲ್ ಪಾಸ್ ಅವರ ಮನೆಗೆ ಹೋಗಬೇಕಾದ್ರೆ ಗೇಟ್ ಹಾಕುವುದಕ್ಕೂ ಗೇಟ್ ಮುಚ್ಚುವುದಕ್ಕೂ ಅಲ್ಲಿ ಒಬ್ಬ ಕಾವಲುಗಾರರನ್ನು ಇಟ್ಟಿರ್ತಾರೆ. ಓನ್ ಕೇಳ್ಕೊಂಬಳೇ ಓಡಿ ವരും. ಅಂದ್ರೆ ಗಾಡಿಯ ಶಬ್ದ ಕೇಳುವಾಗಲೇ ಅವರು ಓಡಿ ಬರ್ತಾರೆ. തുറക്കുന്നതുവരെ ಓನ್ ಅಡಿಕೊಂಡಿരിക്കും. ಅಂದ್ರೆ ಅದು ಗಾಡಿ ಇದು ಬಾಗಿಲು ತೆರೆಯುವವರೆಗೂ ಅವ್ರನ್ನ ಹಾಕ್ತಾನೆ ಇರ್ತಾರೆ. ಕಾವಲ್ಕಾರನ അങ്ങനെയുള്ള കാവൽക്കാരനല്ല. ಅಂದ್ರೆ ಈ ಕಾವಲುಗಾರ ಆ ರೀತಿಯಲ್ಲಿ കാണുന്ന ರಹಸ್ಯಗಳನ್ನು ಮೊದಲೇ ತಿಳಿದುಕೊಂಡವರಾಗಿರುತ್ತಾರೆ. ಶತ್ರುವಿന്റെ രംഗപ്രവേശത്തെ മണത്തറിയുന്ന ಅಂದ್ರೆ ಶತ್ರುವಿನ ರಂಗ ಪ್ರವೇಶಕ್ಕಿಂತ ಮುಂಚಿತವಾಗಿ ಕಾವಲುಗಾರನಾಗುತ್ತದೆ. ಆತ್ಮನ ಮೂಲಕವಾಗಿ ತಿಳಿದು ಬರುತ್ತದೆ. ದರ್ಶನವುಳ್ಳ ಕಾವಲ್ಕಾರ, ದರ್ಶನವುಳ್ಳ ಕಾವಲುಗಾರರು, ಪ್ರಕಟ ಇರುವಂತಹ ಕಾವಲುಗಾರರು ಹೊರಗೆ ಬರಲಿ. ಆಮೆನ್, ಆಮೆನ್, ಆಮೆನ್. ಸಭೆಗೆ ಅಗತ್ಯವಾಗಿ ಬೇಕಾಗಿದ್ದಾರೆ. ಸಭೆಗೆ ಅಗತ್ಯವಾಗಿ ಬೇಕಾಗಿದ್ದಾರೆ. ಕಾವಲುಗಾರರನ್ನು ದೇವರು ಅಭಿಷೇಕ ಮಾಡುತ್ತಿದ್ದಾರೆ. ಆಮೆನ್. ആ നെഹമ്യാവിന്റെ പണിക്ക് വിരുദ്ധമായി ജനത്തിന്റെ അകത്ത് തന്നെ ആശയക്കുഴപ്പമുണ്ടാക്കി. ಅಂದ್ರೆ ಆ ಒಂದು ನೆಹೆಮ್ಯನ ಕೆಲಸಕ್ಕೆ ವಿರುದ್ಧವಾಗಿ ಜನರ ಮಧ್ಯದಲ್ಲಿ ಒಂದು ಗಲಿಬಿಲಿಗಳನ್ನು ಉಂಟು ಮಾಡಿದ ನಮ್ಮಲ್ಲಿ ನೋಡುತ್ತೇವೆ. ಆ 4:10 ವಾಯಿಸೆ. ಆ 4ನೇ ಅಧ್ಯಾಯದ 10ನೇ ವಾಕ್ಯದಲ್ಲಿ ನಾವು ನೋಡ್ತೇವೆ, ಇತ್ತ ಯಹೂದ್ಯರು ಹೊರೆ ಹೊರುವವರ ಬಲವು ಕುಂದಿ ಹೋಯಿತು, ಧೂಳಿನ ರಾಶಿಯು ವಿಪರೀತವಾಗಿದೆ, ಈ ಗೋಡೆಯನ್ನು ಕಟ್ಟುವುದು ನಮ್ಮಿಂದಾದೀತೋ ಅಂದರು. പണി നടക്കത്തിൽ നിന്ന് ശത്രു സഖ്യം ചേർന്ന് ഒറ്റക്കെട്ടഞ്ഞതുകൊണ്ട് ആ സൻബലത്തും തോബിയാവും ಜನത്തോട് വിളിച്ചു പറഞ്ഞു നടക്കത്തില്ലെന്ന്. ಅಂದ್ರೆ ಆ ಒಂದು ಇನ್ನು ಇಲ್ಲಿ ಕೆಲಸ ನಡೆಯುವುದಿಲ್ಲ, ಇದು ಇಲ್ಲಿಯೇ ಬಿದ್ದು ಹೋಗುತ್ತದೆ, ಇನ್ನು ಯಾವ ಕಾರಣಕ್ಕೂ ಇದನ್ನು ಮುಂದುವರಿದು ಹೋಗುವುದಕ್ಕೆ ಆಗುವುದಿಲ್ಲ ಅಂತೇಳಿ ಸನ್ಬಟ್ಟಲು ಟೋಬಿಯನು ಅವರ ಮಧ್ಯದಲ್ಲಿ ಮಾತನಾಡಿಕೊಳ್ಳುತ್ತಾ ಇನ್ನು ಈ ಕೆಲಸ ಆಗುವುದಿಲ್ಲ, ಇದು ಅರ್ಧಕ್ಕೆ ನಿಲ್ಲುತ್ತದೆ ಅಂತ ಹೇಳಿ ಜನത്തിന്റെ ഇടയിൽ തന്നെ ആശയക്കുഴപ്പം ഉണ്ടാക്കി. ಜನರ ಮಧ್ಯದಲ್ಲಿಯೇ ಒಂದು ಗಲಿಬಿಲಿಗಳನ್ನು ಉಂಟು ಮಾಡುವುದನ್ನು ನಾವಲ್ಲಿ ನೋಡುತ್ತೇವೆ. ഇല്ലേ? ചില ദൈവപ്രവൃത്തി വെളിപ്പെടുന്ന സമയത്ത് ഇങ്ങനെയുള്ള സംഭവങ്ങൾ അകത്തുണ്ടാകും. ಇನ್ನೇನು ದೇವರ ಕಾರ್ಯಗಳು ಪ್ರಕಟವಾಗುತ್ತದೆ ಅನ್ಬೇಕಾದ್ರೆ ಜನರ ಮಧ್ಯದಲ್ಲಿ ಇಂತಹ ಸಮಸ್ಯೆಗಳು ಉಂಟಾಗ್ತದೆ ಅಲ್ವಾ? ಅವರು പറഞ്ഞു നിങ്ങളെ കൊണ്ട് കഴിയത്തില്ല. ಅಂದ್ರೆ ಅವರು ಹೇಳುತ್ತಿದ್ದಾರೆ ನಿಮಗೆ ಇದು ಆಗುವುದಿಲ್ಲ. ಅವಸಾನ ಆ ಜನവും പറഞ്ഞു, ನಂತರವಾಗಿ ಜನರು ಈ ಪ್ರಕಾರವಾಗಿ ಹೇಳಿದರು, പണിയാൻ വന്നവർ പറയാ, ಅಂದ್ರೆ ಕಟ್ಟುವುದಕ್ಕಾಗಿ ಬಂದವರು ಈ ಪ್ರಕಾರವಾಗಿ ಹೇಳುತ್ತಿದ್ದಾರೆ, ഞങ്ങളെ കൊണ്ട് കഴിയത്തില്ല, ಅಯ್ಯೋ ನಮ್ಮಿಂದ ಮಾತ್ರ ಈ ಕೆಲಸ ಆಗಲ್ಲ. നിങ്ങളൊന്ന് ഓർത്ത് നോക്കിക്കേ, ನೀವು ನಿಮ್ಮನ್ನೇ ಪರೀಕ್ಷಿಸಿ ನೋಡಿಕೊಳ್ಳಿ. പ്രൈസ് ദി ലോർഡ്. ഈ സമയത്താണ് നെഹമ്യാവ് കാവൽക്കാരെ ആക്കിയത്. ಆ ಸಮಯದಲ್ಲಿ ಆಗಿದೆ ನೆಹೆಮ್ಯನು ಕಾವಲುಗಾರರನ್ನು ಇಟ್ಟನು. ಆಮೆನ್, ಆಮೆನ್ ಬರ, ಆಮೆನ್ ಹೇಳುವ. ഓ ജീസസ്, ಆಮೆನ್, ಹಲ್ಲೆಲೂಯಾ, ಸ್ತೋತ್ರ ಅಪ್ಪ. യേശുവിന്റെ നാമത്തില്, യേശുവിന്റെ നാമದಲ್ಲಿ, യേശുവിന്റെ നാമത്തില്, യേശുವಿನ ನಾಮದಲ್ಲಿ. എന്നാൽ അതിന്റെ 11ാം വാക്യം ഒന്ന് വായിച്ചോ. ಅದರ 11ನೇ ವಾಕ್ಯದಲ್ಲಿ ನಾವು ಈ ರೀತಿಯಲ್ಲಿ ನೋಡುತ್ತೇವೆ, ಅತ್ತ ನಮ್ಮ ವಿರೋಧಿಗಳು ಅವರಿಗೆ ತಿಳಿಯದೆಯೋ ಗೋಚರವಾಗದೆಯೋ ಪಕ್ಕನೆ ಅವರೊಳಗೆ ನುಗ್ಗಿ ಅವರನ್ನು ಕೊಂದು ಕೆಲಸವನ್ನು ನಿಲ್ಲಿಸಿ ಬಿಡೋಣ ಅಂದುಕೊಳ್ಳುತ್ತಿದ್ದರು. ಅವರ ನೆರೆ ಊರುಗಳಲ್ಲಿ ವಾಸಿಸುತ್ತಿದ್ದ ಯಹೂದ್ಯರು ಬಂದು
ನಮಗೆ ನೀವು ಯಾವ ಕಡೆಗೆ ತಿರುಗಿಕೊಂಡರೂ ಆ ಎಲ್ಲಾ ಕಡೆಗಳಿಂದ ನಮಗೆ ವಿರುದ್ಧವಾಗಿ ಯುದ್ಧಕ್ಕೆ ಬರುತ್ತಾರೆ ಎಂದು ಪದೇ ಪದೇ ತಿಳಿಸಿದ್ದರಿಂದ ನಾವು ಜನರಿಗೆ ಕತ್ತಿ ಬಿಲ್ಲು ಬರ್ಜಿಗಳನ್ನು ಹಿಡ್ಕೊಂಡು അവർ യുദ്ധസന്നദ്ധരായി ಅವರು ಯುದ್ಧ ಸನ್ನದ್ಧರಾದರು. ನಾವೆಲ್ಲರೂ ಆಮೇಲೆ ಹೇಳುವ യുദ്ധ പ്രാപ്തന്മാരായി ಈ യുദ്ധಕ್ಕೆ ಸಿದ್ಧರಾದಂತವರಾದರು. ഹല്ലേലൂയ ഹല്ലേലൂയ. ദാവീദിന്റെ കൂടെ ഉള്ളവർ എല്ലാവരും ആരായിരുന്നു? പട്ടിണി കിടക്കുന്നവരും ഇല്ലാത്തവരും ഒക്കെ. പക്ഷെ അവർക്കൊരു ഗുണമുണ്ട്, അവർ യുദ്ധസന്നദ്ധരാ. ಅಂದ್ರೆ ದಾವೀದನ ಜೊತೆಯಲ್ಲಿ ಇದ್ದವರು ಹೇಗೋ ಇದ್ರು ನಮಗೆ ಗೊತ್ತಿಲ್ಲ, ಆದ್ರೆ ಅವರೆಲ್ಲರೂ ಸಹ ಯುದ್ಧ ಸನ್ನದ್ಧರಾದವರಾಗಿದ್ದರು. ചെയ്യാൻ പ്രാപ്തിയുള്ളവരാ. ಯುದ್ಧ ಮಾಡುವುದಕ್ಕೆ ಸಿದ್ಧರಾದವರು ಆಗಿದ್ದರು ಅವರೆಲ್ಲರೂ ಸಹ. ಅವರು നിരാശയുടെ വാക്കുകൾ പിശാച് പറഞ്ഞപ്പോൾ അവരും പറഞ്ഞു ഞങ്ങളെ കൊണ്ട് ഒരു പക്ഷെ കഴിയത്തില്ല. ಅಂದ್ರೆ ನಿರಾಶೆಯ ಮಾತುಗಳನ್ನು ಅಲ್ಲಿದ್ದವರು ಹೇಳುವಾಗ ಅವರು ಹೇಳ್ತಾರೆ ಅಯ್ಯೋ ನಮ್ಮಿಂದ ಇದಾಗುವುದಿಲ್ಲ. പക്ഷെ കാവൽക്കാരെ ആക്കി വെച്ചപ്പോൾ, ಆದರೆ ಕಾವಲುಗಾರರನ್ನು ಅಲ್ಲಿ ನೇಮಿಸಿದಾಗ ആമേൻ ಹೇಳುವ അവരെല്ലാവരും യുദ്ധപ്രാപ്തരായി മാറി. ಅವರೆಲ್ಲರೂ ಯುದ್ಧಕ್ಕೆ ಸನ್ನದ್ಧರಾಗಿ ನಿಂತವರಾಗಿದ್ದಾರೆ. ಯುದ್ಧ ಮಾಡುವುದಕ್ಕಾಗಿ, ಯುದ್ಧ ಮಾಡುವುದಕ್ಕಾಗಿ ಯುದ್ಧಾಯುಧಧಾರಿಗಳಾಗಿ ಯುದ್ಧದ ಧಾರೆಗಳನ್ನು അഭിഷേകം ചെയ്യുകയാണ്. ದೇವರವರಿಗೆ ಒಂದು ಅಭಿಷೇಕವನ್ನು ಕೊಟ್ಟದನ್ನು ನಾವಲ್ಲಿ ನೋಡುತ್ತೇವೆ. പകൽക്കാലം നിങ്ങളെ ദൈവം അതിനായി ഒരുക്കുക. ಈ ಬೆಳಗಿನ ವೇಳೆಯಲ್ಲಿ ದೇವರು ನಿಮಗೆ ದೇವರು ಅದನ್ನು ಕೊಡುವವನಾಗಿರುತ್ತಾನೆ. ಈ ಉಪವಾಸ ಪ್ರಾರ್ಥನೆಗೆ, ಈ ಉಪವಾಸದ ಪ್ರಾರ್ಥನೆ അറിയാത്തവരെ, ಯುದ್ಧ ಗೊತ್ತಿಲ್ಲದೆ ಇರುವವರಿಗೆ ಯುದ್ಧ പഠിപ്പിക്കാൻ ಯುದ್ಧವನ್ನು ಕಲಿಸುವುದಕ್ಕೆ ನನ್ನ ದೇವರು ಹೋಗುತ್ತಾನೆ, ಅಭ್ಯಾಸಿಸುವಂತೆ ಮಾಡುತ್ತಾನೆ. ದೇವರ ಆತ್ಮನು ಹೇಳುವುದೇನೆಂದರೆ ಕರಮಡಿಸಿ ಸ್ತೋತ್ರ ತಟ್ಟುತ್ತಾ ಹೇಳಿ, ಕರಗಳನ್ನು ತಟ್ಟುತ್ತಾ ನಾವು ಅದನ್ನು ಸ್ವೀಕರಿಸುವ ಪ್ರಿಯರೇ. ശതനഗദനഗദന ജഗദാരബല ദുർഗേ ശൗഡലഭാഗ രീതകനാദേ. 144 സങ്കീർത്തനം എന്താ വായിക്കുന്ന? ഒന്നാം വാക്യത്തിൽ യുദ്ധത്തിന് വേണ്ടി ആ വാക്യം ഒന്ന് വായിച്ചേ. 144ನೇ ಕೀರ್ತನೆ 1ನೇ ವಾಕ್ಯದಲ್ಲಿ ನಾವು ನೋಡ್ತೇವೆ, ನನ್ನ ಶರಣಾದ ಯೆಹೋವನಿಗೆ ಕೊಂಡಾಟವಾಗಲಿ, ಆತನು ನನ್ನ ಕೈಗಳಿಗೆ ಯುದ್ಧ ವಿದ್ಯೆಯನ್ನು. കണ്ടോ, യുദ്ധത്തിന് വേണ്ടി ನನ್ನ ಬೆರಳುಗಳಿಗೆ ಕಾಳಗವನ್ನು ಕಲಿಸಿದ್ದಾನೆ. വിരലുകളെ ദൈവം അഭ്യസിപ്പിച്ച് ಆತನು ನನ್ನ ಕೈಗಳಿಗೆ ಯುದ್ಧ ವಿದ್ಯೆಯನ್ನು, ನನ್ನ ಬೆರಳುಗಳಿಗೆ ಕಾಳಗವನ್ನು ಕಲಿಸಿದ್ದಾನೆ. ഹല്ലേലൂയ, ಹಲ್ಲೆಲೂಯ. ദൈവം അതിനു വേണ്ടി ഒരുക്കാൻ പോവുകയാണ്. ದೇವರು ಅದಕ್ಕೋಸ್ಕರವಾಗಿ ನಮ್ಮನ್ನು ಸಿದ್ಧಪಡಿಸುತ್ತಾ ಇದ್ದಾನೆ. ಎಷ್ಟು ಜನ ಆಮೆನ್ ಎಂದು ಹೇಳೋದಕ್ಕೆ ಸಿದ್ಧರಾಗಿದ್ದೀರಿ? ഇതിനകത്ത് ചിലരെ അഭിഷേകം ചെയ്യും. ದೇವರು ಇವತ್ತು ಇಲ್ಲಿರುವಂತವರನ್ನು പ്രാപ്തരാക്കാൻ പോകുകയാ. ಯುದ್ಧ ಪ್ರಾಪ್ತವರನ್ನಾಗಿ ಮಾರ್ಪಡಿಸುವವನಾಗಿದ್ದಾನೆ. നിന്നെ ദൈവം കാവൽക്കാരനാക്കി വെച്ചിരിക്കുന്നുവെങ്കിൽ, ದೇವರು ನಮ್ಮನ್ನು ಕಾವಲುಗಾರರಾಗಿ ಇಟ್ಟಿರುವುದಾದರೆ നീ ഉറങ്ങിപ്പോകരുത്. ನೀನು ಕುಂದಿ ಹೋಗಬಾರದು. ഏത് സമയത്തും ಯಾವ ಸಮಯದಲ್ಲಿ ಬೇಕಾದರೂ യുദ്ധം ചെയ്യുവാൻ ಮಾಡುವುದಕ್ಕಾಗಿ നീ ഉണർന്നിരിക്കണം. ನೀನು ಸಿದ್ಧನಾಗಿರಬೇಕು, നീ ഒരുങ്ങിയിരിക്കണം. ನೀ ಸಿದ್ಧನಾಗಿರಬೇಕು. യുദ്ധ പ്രാപ്തരാക്കാൻ പോകുകയാ. ಯುದ್ಧ ಪ್ರಾಪ್ತರನ್ನಾಗಿ ನನ್ನ ದೇವರು ಮಾರ್ಪಡಿಸುವವನಾಗಿರ್ತಾನೆ ಯೇಸುವಿನ ನಾಮದಲ್ಲಿ. ಆಮೆನ್. ಹೊಂದಿಕೊಳ್ಳುವುದಕ್ಕಾಗಿ ನೀವು ಸಿದ್ಧರಾಗಬೇಕು ಪ್ರಿಯರೇ. ನಿಮ್ಮನ್ನು ದೇವರು ಅಭ್ಯಾಸಿಸುವಂತೆ ಮಾಡುತ್ತಿದ್ದಾನೆ. ದೇವರು ನಿಮಗೆ ಕಲಿಸಿಕೊಡುತ್ತಿದ್ದಾನೆ. ಯುದ್ಧ ಸನ್ನದ್ಧರಾಗುವುದಕ್ಕೋಸ್ಕರವಾಗಿ ನಿಮ್ಮ ಕಾಲುಗಳನ್ನು, ನಿಮ್ಮ ಕೈಗಳನ್ನು ದೇವರು ಆತನು ಸಿದ್ಧಪಡಿಸುತ್ತಿದ್ದಾನೆ. ಆಮೆನ್. അതിനുവേണ്ടി ദിവസം ഒരുക്കണം. ನಾವು ಪ್ರತಿದಿನ ಸಿದ್ಧರಾಗಬೇಕು. ಇನ್ನು ದೇವರು ನಮ್ಮನ್ನು ಸಿದ್ಧಪಡಿಸುತ್ತಾನೆ. മിദ്യാന്യര് ഇസ്രായേൽ വിതയ്ക്കുമ്പോൾ മിദ്യാന്യര് വന്ന് ಆ ನನ್ನಗಳെ ನಶಿಪಿಸಿ ಕೊಂಡುപോಗುವರು. ಇಸ್ರಾಯೇಲರು ಬೀಜಗಳನ್ನು ಬಿತ್ತುವಂತ ಸಮಯದಲ್ಲಿ ಮಿದ್ಯಾನರು ಬಂದು ಅಲ್ಲಿ ನಷ್ಟಪಡಿಸಿ ಹಾಳು ಮಾಡಿ ಹೋಗುತ್ತಾ ಇರುವುದನ್ನು ನಾವು ಅಲ್ಲಿ ನೋಡುತ್ತೇವೆ. ಗಿದ್ಯೋನ್ ಪೇಡಿಸಿರುವುದು ಮೆದಿಕಿಯ. ಗಿದ್ಯೋನನು ಭಯ ಹಿಡಿದವನಾಗಿ ಆತನು ಅಲ್ಲಿ ಗೋಧಿಯನ್ನು ಅದಕ್ಕೆ ಇದು ಮಾಡುವುದನ್ನು ನೋಡುತ್ತೇವೆ. ഗോതമ്പ് മിദ്യാന്റെ ഇടയിൽ പെടാതിരിക്കേണ്ടതെന്ന് ഇവരെ ഭയന്ന് ಆ ಗಿದಿಯೋನ್ ಒಳಿಚಿരുന്ന് പേടിച്ചിരുന്ന് മെതിക്കുക. ಆತನು ಎಲ್ಲರಿಗೂ ಗೊತ್ತಾಗಬಾರದು, ಅಯ್ಯೋ ಮಿದ್ಯಾನ್ಯರಿಗೆ ಗೊತ್ತಾಗಬಾರದು ಅಂತ ಹೇಳಿ ಅಡಗಿ ಇದ್ದು ಆತನ ಕೆಲಸ ಮಾಡುವುದನ್ನು ನಾವಲ್ಲಿ ನೋಡುತ್ತೇವೆ. ಅಪ್ಪಳ ದೈವ പറയുന്നത്, ಆಗ ದೇವರು ಈ ಪ್ರಕಾರವಾಗಿ ಹೇಳುತ್ತಿದ್ದಾನೆ, ಅಲ್ಲಯೋ ಪರಾಕ್ರಮಶಾಲಿಯೇ, ಅಲ್ಲೋ ಪರಾಕ್ರಮಶಾಲಿಯಾದವನೇ, ನೀ ಪಿಶಾಚനെ ഭയക്കുമ്പോൾ, ನೀನು ಸೈತಾನನಿಗೆ ಭಯಪಡುವಾಗ, ಶತ್ರುವಿനെ ಭയക്കുമ്പോൾ, ನೀನು ಶತ್ರುವಿಗೆ ಭಯಪಡುವಾಗ ದೈವ ನಿನ್ನೆ ಅಭ್ಯಸಿಪಿക്കുക. ದೇವರು ನಿಮಗೆ ಅಭ್ಯಾಸ ಕೊಡುತ್ತಾ ಇದ್ದಾನೆ. ನೀ ಬೇರೆ ಒಂದು ವಿಶ್ವಾಸಿಯಲ್ಲ, ನೀನು ಕೇವಲ ಒಂದು ವಿಶ್ವಾಸಿ ಅಲ್ಲ, ನೀ ಪರಾಕ್ರಮಶಾಲಿಯಾದವನಾಗಿದೆ. ತಟ್ಟುತ್ತಾ ನಾವು ದೇವರಿಗೆ ಸ್ತೋತ್ರವನ್ನು ಸಲ್ಲಿಸುವ. ಆಮೆನ್. ഈ ഉഴപ്പന്മാരെ ഉഴപ്പത്തികളെ കർത്താവിന് ആവശ്യമില്ല കേട്ടോ. ಅಂದ್ರೆ ಗಲಿಬಿಲಿ ಮಾಡುವವರು, ಗಲಿಬಿಲಿಗೆ ಒಳಪಡಿಸುವವರು ದೇವರಿಗೆ ಅವಶ್ಯಕತೆ ಇಲ್ಲ, ಆവശ്ಯಮಿಲ್ಲ. ಅವರಿಗೆ ದೇವರಿಗೆ ಅಂತವರು ಬೇಡ. ദൈവത്തിന് യുദ്ധം ചെയ്യേണ്ടവരെയാ. ದೇವರಿಗೆ ಯಾವಾಗಲೂ ಯುದ್ಧ ಮಾಡುವವರು ಬೇಕು. ಗಿದಿಯೋനെ വിളിച്ചു.
ಗಿದ್ಯೋನನ್ನು ದೇವರು ಕರೆದರು. അപ്പൊ ഗിദെയോൻ പറയാ, ಆಗ ಗಿದ್ಯೋನ್ ಈ ಪ್ರಕಾರವಾಗಿ ಹೇಳ್ತಿದ್ದಾನೆ, ഞാൻ എങ്ങനെ പുറപ്പെടാനാ? ಅಯ್ಯೋ ನಾನು ಹೇಗೆ ಹೊರಡಲಿಕ್ಕೆ ಸಾಧ್ಯ? എന്റെ കുടുംബത്തിൽ വിളിച്ച് ഞാൻ ഏറ്റവും ചെറിയവനാ, ನನ್ನ ಕುಟುಂಬದಲ್ಲಿ ನಾನು ಬಹಳ ಕನಿಷ್ಠನಾಗಿದ್ದೇನೆ, ഞാൻ ബലമില്ലാത്തവനാ, ನಾನು ಬಲಹೀನನಾಗಿದ್ದೇನೆ, ഞാൻ എങ്ങനെ പോകും? ನಾನು ಹೇಗೆ ಮುಂದಕ್ಕೆ ಹೋಗ್ಲಿ? കർത്താവ് പറഞ്ഞു, ಆಗ ಕರ್ತನ ಈ ಪ್ರಕಾರವಾಗಿ ಹೇಳುತ್ತಾನೆ, ഞാൻ നിന്നെ ബലപ്പെടുത്തും. ನಾನು ನಿನ್ನನ್ನು ಬಲಪಡಿಸುತ್ತೇನೆ. ചില അടയാളങ്ങളൊക്കെ ഗിദെയോന് കൊടുക്കുക. ಕೆಲವೊಂದು ಸೂಚಕ ಕಾರ್ಯಗಳನ್ನು ಅಂದ್ರೆ ಕೆಲವೊಂದು ಗುರುತುಗಳನ್ನು ಗಿದ್ಯೋನಿಗೆ ದೇವರು ಕೊಟ್ಟದ್ದನ್ನು ನೋಡ್ತೇವೆ. നിന്നോട് കൂടെയുണ്ട്, ನಾನು ನಿನ್ನ ಜೊತೆಯಲ್ಲೇ ಇದ್ದೇನೆ. അപ്പൊ ഗിദെയോൻ പറയാ, ಆಗ ಗಿದ್ಯೋನ್ ಈ ಪ್ರಕಾರವಾಗಿ ಹೇಳ್ತಾನೆ, യഹോവ എന്നോട് കൂടെയുണ്ട്, എനിക്കിതൊക്കെ വരുന്നത് എന്താ? ಅಯ್ಯೋ ಯೆಹೋವನು ನನ್ನ ಜೊತೆಯಲ್ಲಿ ಇರುವುದಾದ್ರೆ, ನನ್ನ ಪಕ್ಷ ಇರುವುದಾದ್ರೆ ಇಂತಹ ಎಲ್ಲಾ ಕೃತ್ಯಗಳು ನಮ್ಮ ಜೀವನದಲ್ಲಿ ಯಾಕೆ ಬರ್ತಾ ಇತ್ತು? ദൈവം എന്റെ കൂടെ ഉണ്ടെങ്കിൽ എനിക്കിതൊക്കെ വരുന്ന കാര്യം എന്താ? ಅಯ್ಯೋ ದೇವರು ನನ್ನ ಜೊತೆಯಲ್ಲಿ ಇರುವುದಾದ್ರೆ ನನಗೆ ಯಾಕೆ ಇಂತಹ ಕಷ್ಟಗಳು ಬರ್ತಾ ಇದೆ? വീണ്ടും ഗിദെയോനെ ബലപ്പെടുത്തുന്നു. ಪುನಃ ದೇವರು ಗಿದ್ಯೋನನ್ನು ಬಲಪಡಿಸುತ್ತಿದ್ದಾನೆ. ദൈവം പറയുന്നു, ದೇವರು ಹೇಳುತ್ತಿದ್ದಾನೆ, കാഹളമെടുക്കാൻ പറയുന്നു. ಓ ತುತ್ತೂರಿಯನ್ನು ತೆಗೆದುಕೋ, ಕೊಂಬನ್ನು ತೆಗೆದುಕೋ. ഹല്ലേലൂയ, ಹಲ್ಲೆಲೂಯಾ. കാഹളമെടുക്കണം. ಆ ತುತ್ತೂರಿಯನ್ನು ಕೊಂಬನ್ನು ತೆಗೆದುಕೋ. ಪ್ರೈಸ್ ದಿ ಲಾರ್ಡ್. ജനത്തെ കൂട്ടണം, ಜನರೆಲ್ಲರನ್ನು ಕೂಡಿಸಬೇಕು. കാഹളം മാത്രം പോരാ, ಅಂದ್ರೆ ತುತ್ತೂರಿ ಮಾತ್ರ ಸಾಕಾಗುದಿಲ್ಲ, കൂടങ്ങൾ എടുക്കണം. ಅಂದ್ರೆ ಕೊಡಗಳನ್ನು ತೆಗೆದುಕೊಳ್ಳಬೇಕು. അതിനകത്ത് പന്തം വിരിപ്പോ, ಅದರ ಒಳಗಡೆ ಪಂಚುಗಳನ್ನು ಇಡಬೇಕು. ആദ്യം 32,000 പേരെ കൂട്ടി. ಆಗ ಮೊದಲು 3,000 ಜನರನ್ನು ಕರೆದನು. ദൈവം പറഞ്ഞു അതിനെ വെട്ടിക്കുറയ്ക്കണം. ಅದರ ಎಲ್ಲಾ ಲೆಕ್ಕಗಳನ್ನು ಕಡಿಮೆ ಮಾಡಬೇಕು. വന്ന് അവസരം 100 പേരായി. ಬಂದು ಕೊನೆಯದಾಗಿ ಹೀಗೆ 100 ಜನ ಆದ್ರು. ആൾക്കൂട്ടം വലിയ ആൾക്കൂട്ടമില്ലെങ്കിലും ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടും. ಅಂದ್ರೆ ದೊಡ್ಡ ಜನಸಂಖ್ಯೆ ಇಲ್ಲದಿದ್ರು ಸಹ, ಸ್ವಲ್ಪ ಜನಸಂಖ್ಯೆ ಇದ್ರು ಸಹ ನನ್ನ ದೇವರು ಕಾರ್ಯಗಳನ್ನು ಮಾಡುವವನಾಗಿರ್ತಾನೆ. ಆಮೆನ್, ആമേൻ, ಆಮೆನ್. ജനത്തോട് ഗിദെയോൻ വിളിച്ചു പറയുന്നു, ಜನರಿಗೆ ಗಿದ್ಯೋನ್ ಈ ಪ್ರಕಾರವಾಗಿ ಹೇಳುತ್ತಿದ್ದಾನೆ, ഞാൻ കാഹളം ഊതുമ്പോൾ ನಾನು ತುತ್ತೂರಿಯನ್ನು ಊದುವಾಗ നിങ്ങളും കാഹളം ഊതണം. ನೀವು ಸಹ ತುತ್ತೂರಿಯನ್ನು ಊದಬೇಕು. ആമേൻ പറ. ಆಮೇಲೆ ಹೇಳುವ, ആമേൻ. നിങ്ങൾ ഉച്ചത്തിൽ ഊതണം. ನೀವು ಇನ್ನೂ ಗಟ್ಟಿಯಾಗಿ ತುತ್ತೂರಿಯನ್ನು ಊದಬೇಕು. ಆಮೇಲೆ ಹೇಳುವ, അത് ഗംഭീര ധ്വനിയായി ഊതണം. ಗಂಭೀರ ಧ್ವನಿಯಾಗಿ ಹೊರಬರಬೇಕು. നിങ്ങളെ ഞെരുക്കുന്ന ശത്രുവിന്റെ നേരെ, ನಿಮಗೆ ವಿರುದ್ಧವಾಗಿ ಬಂದಿರುವ ಶತ್ರುಗಳಿಗೆ ವಿರುದ್ಧವಾಗಿ യുദ്ധത്തിന് പോകുമ്പോൾ ನೀವು ಯುದ್ಧಕ್ಕೆ ಹೋಗುವಾಗ ഗംഭീര ധ്വനിയായി ഊതണം. ನೀವು ಗಂಭೀರ ಧ್ವನಿಯಿಂದ ಅದನ್ನು ಊದಬೇಕು. ಸ್ತೋತ್ರ. അങ്ങനെ കാഹളം ഊതുമ്പോൾ ಆ ರೀತಿಯಲ್ಲಿ ತುತ್ತೂರಿಯನ್ನು ಊದುವಾಗ നിങ്ങളുടെ കയ്യിലുണ്ടായിരുന്ന കുടം തറയിലിട്ട് ഉടയ്ക്കണം. ಆಗ ನಿಮ್ಮ ಕೈಯಲ್ಲಿರುವಂತಹ ಒಂದು ಕೊಡವನ್ನು ಕೆಳಗಡೆ ಬೀಳಿಸಬೇಕು. ആ കുട ഉടഞ്ഞു ಆ മാറുമ്പോൾ ಒಂದು ಕೊಡ ಕೆಳಗಡೆ ಬೀಳುವಾಗ അതിനകത്തിരിക്കുന്ന പന്തം ആളിക്കത്തും. ಅದರ ಒಳಗಡೆ ಇರುವಂತ ಪಂಜು ಅದು ಹತ್ತಿ ಉರಿಯುತ್ತದೆ. ഗിദെയോനെ ഒരുക്കിയെടുക്കുക. ಆಗ ಗಿದ್ಯೋನನು ಅದನ್ನು ഇന്ന് ಸಿದ್ಧಪಡಿಸಿಕೊಳ್ಳುತ್ತಿದ್ದಾನೆ. ഒരുമിച്ച് നമുക്ക് കാഹളം ഊതാം. ಇವತ್ತು ನಾವೆಲ್ಲರೂ ಸೇರಿ ಒಂದಾಗಿ ಕೊಡವನ್ನು ಹೊಡೆಯೋಣ. അകത്തിരിക്കുന്ന പന്തം കത്തട്ടെ. ಒಳಗಡೆ ಇರುವಂತಹ ಪಂಚು ಆ ತುತ್ತೂರಿ ಊದುವಾಗ, ಕೊಡೆಯನ್ನು ಹೊಡೆಯುವಾಗ ಪಂಚು ಹೊರಗಡೆ ಒಂದು ಅಭಿಷೇಕ. ಆ ಹತ್ತಿ ಉರಿಯಲಿ, ಹತ್ತಿ ಉರಿಯಲಿ, ಹತ್ತಿ ಉರಿಯಲಿ. ಯೇಸುವಿನ ನಾಮದಲ್ಲಿ ಹತ್ತಿ ಉರಿಯಲಿ. ಆಮೆನ್. ಶಗನ ಮನದನ ಗಜನಗ ದಿರಗಚ ನಿಗದನ ಗದನಗ ಜಡಗದರೆ ಈ ಬಾಬಾ ಶೇಕೆಲಾದ ರೀದಗಚ ನಿಗದನ ಆ ಹತ್ತಿ ಉರಿಯಲಿ. പോകരുത്. ನೀವು ಸುಮ್ಮನೆ ಹೋಗಬಾರದು. വെറുതെ പോകരുതില്ല. ಸುಮ್ಮನೆ ಹೋಗುವುದೂ ಇಲ್ಲ. ആഗ്രഹധാരികളായി, ನೀವು ಒಳ್ಳೆ ಕಾರ್ಯವುಳ್ಳವರಾಗಿ, ബലശാലികളായി, ನೀವು ಬಲಶಾಲಿಗಳಾಗಿ, ധൈര്യശാലികളായി ദൈവം നിങ്ങളെ പറഞ്ഞു വിടാൻ പോകുന്നു. ದೇವರು ನಿಮ್ಮನ್ನು ಕಳಿಸುವವನಾಗಿದ್ದಾನೆ. ಹೊಂದಿಕೊಳ್ಳಿರಿ, ಹೊಂದಿಕೊಳ್ಳಿರಿ, ಓ ಹಿಂದಿರುವಂತಹ ಸಹೋದರ, ದೈವಿಕ ಬಲ ಇಳಿಯಲಿ. ಯೇಸುವಿನ ನಾಮದಲ್ಲಿ ನಿಮ್ಮನ್ನು ದೇವರು ಬಲಶಾಲಿ, ಧೈರ್ಯಶಾಲಿಯನ್ನಾಗಿ ಮಾರ್ಪಡಿಸುತ್ತಿದ್ದಾನೆ. ಮನಗದ ನಗಜಲ ಗದನಗ ದನವೇದಿ ರೆಗಲಗ ದನಗಚ ಲಗದ ಶಗಲೆಗೆ ನೀರಬಲಂದಲ ವೇದಿಗರಾಜ ರೀದಗರಂದಲ ವೇದಿಗರಾಬಲ ಬಲವಾಜಗದಿ ರಗಲಗದಿ ರೀಬಾಬಾಬ ಶಕಲಾದ ರೀದಕಚ್ಚ ബലമില്ലാത്തവനെ ബലം നൽകുന്നു. ಓ ನನ್ನ ದೇವರು ಬಲ ಇಲ್ಲವರಿಗೆ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. ಯೆಹೋವನನ್ನು ಕಾಯುತ್ತಾ ಇರುವವರಿಗೂ ದೇವರು ಶಕ್ತಿಯನ್ನು ಕೊಡುವವನಾಗಿದ್ದಾನೆ. ಅವನ ಹದ್ದುಗಳಾಗಿ ರೆಕ್ಕೆಗಳನ್ನು ಚಾಚಿಕೊಂಡು ಹೇರುವನು. ಜೀಸಸ್ ಆಮೆನ್. ಜೀಸಸ್. ಯುದ್ಧ ಸನ್ನದ್ಧರಾಗಿ ದೇವರು ಮಾರ್ಪಡಿಸುತ್ತಾನೆ. ಕಾವಲುಗಾರರನ್ನು ನೆಹೆಮೀಯನು ನೇಮಿಸಿದಾಗ ನಷ್ಟಪಟ್ಟು ಹೋಯ ಧೈರ್ಯ ಮടങ്ങി വന്നു. ನಷ್ಟವಾಗಿ ಹೋದಂತ ಧೈರ್ಯವು ಅವರಿಗೆ ಹಿಂತಿರುಗಿ ಬಂತು. ಅವರು ಯುದ್ಧ ಸನ್ನದ್ಧರಾದರು. ಈ ದಿವಸಗಳಲ್ಲಿ നിങ്ങൾ ಆ ಲೆವೆಲ್ ಕೇರಿಕೊಳ್ಳೋಣ. ಈ ದಿನಗಳಲ್ಲಿ ನಾವು ಅಂತ ಮಟ್ಟಕ್ಕೆ ಹಚ್ಚಿ ಬರಬೇಕು ಪ್ರಿಯರೇ. ಆಮೆನ್, ಆಮೆನ್. ಸ್ತೋತ್ರ ചെയ്താട്ടെ. ಸ್ತೋತ್ರ ಹೇಳೋಣ. ഒറ്റ രാത്രി കൊണ്ട് അപ്പന്റെ
ബലിപീഠത്തെ ഗിദിയോൻ തകർത്തത്. ಒಂದೇ ರಾತ್ರಿಯಲ್ಲಿ ಗಿದ್ಯೋನನು ಆತನ ತಂದೆಯ ಯಜ್ಞವೇದಿಯನ್ನು ಆತನ ಕೆಡವಿ ಹಾಕಿದನ್ನು ನೋಡುತ್ತೇವೆ. ವಿಗ್ರಹಗಳನ್ನು ಕೆಡವಿ ಹಾಕಿದನು. ಅಶೇರ ಪ್ರತಿಷ್ಠೆಗಳೇ ಅವನು ತಗರ್ತು കളഞ്ഞു. ಅಶೇರಿನ ವಿಗ್ರಹಗಳನ್ನೆಲ್ಲ ಆತನ ಕೆಡವಿ ಹಾಕಿದನ್ನು ನಾವು ನೋಡುತ್ತೇವೆ. ಬಲಿಪೀಠಗಳ ಇಡಿച്ചു കളഞ്ഞു. ಬಾಳಿನ ಎಲ್ಲಾ ರೀತಿಯಾದಂತಹ ಆ ಯಜ್ಞವೇದಿಗಳನ್ನು ಆತನ ಕೆಡವಿ ಹಾಕಿದನ್ನು ನೋಡುತ್ತೇವೆ. ಒಂದೇ ಒಂದು ರಾತ್ರಿಯಲ್ಲಿ ಗಿಡಿಯೋನೆ ಕೊಂಡದು ചെയ്തു. ಗಿದ್ಯೋನನ ಮೂಲಕವಾಗಿ ದೇವರಲ್ಲಿ ಮಾಡಿದನ್ನು ನೋಡುತ್ತೇವೆ. നേരം വെളുത്തപ്പോൾ ഇതൊന്നും ഇല്ല കേട്ടോ. ಅಯ್ಯೋ, ಬೆಳಿಗ್ಗೆ ಆದ ಕೂಡಲೇ ಏನೂ ಇಲ್ಲ. ಆಮೆನ್ ಆಮೆನ್. അതാണ് കാവൽക്കാരന്റെ പ്രത്യേകത. ಅದೇ ಆಗಿದೆ ಕಾವಲುಗಾರನ ಪ್ರತ್ಯೇಕತೆ. നേരം വെളുത്തപ്പോൾ ഇതെല്ലാം തട്ടിപ്പോയി. ಬೆಳಿಗ್ಗೆ ನೋಡುವಾಗ ಎಲ್ಲವೂ ಕೆಡವಲ್ಪಟ್ಟಿದೆ. അവസാനം ഇത് ചെയ്തവൻ ആരെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി ಅಂದ್ರೆ ಇದೆಲ್ಲ ಕೆಲಸವನ್ನು ಮಾಡಿದವರು ಯಾರು ಅಂತ ಹೇಳಿ ಕಂಡುಹಿಡಿಯುವಾಗ ಅವರ ಆಲೋಚನೆ കഴിച്ചു വന്ന ಅವರ ಆಲೋಚನೆಗಳನ್ನು ಹೊಂದಿಕೊಂಡು ಬಂದಾಗ എനിക്ക് ಒಂದು ಪ್ರಶ್ನೆ വെപ്പിച്ചു കാണും. ಸಮಸ್ಯೆ ಏನಿರಬಹುದು ಅಂತ ಹೇಳಿ ಅವರು ಯೋಚಿಸಿದಾಗ ಗಿದಿಯೋന്റെ പേര് തെളിഞ്ഞു. ಆ ಒಂದು ಯಾರಿರ್ಬೋದು ಯಾರಿರ್ಬೋದು ಅಂತ ಹೇಳಿ ಅಲ್ಲಿ ಚೀಟ್ ಹಾಕಿದಾಗ ಅಲ್ಲಿ ಗಿದ್ಯೋನನ ಹೆಸರು ಬಂತು. ഞങ്ങളുടെ നാട്ടിൽ ഞാൻ ട്രിവാൻഡ്രത്ത് പ്രവർത്തിക്കാൻ വന്നപ്പോൾ ആരംഭത്തിൽ ഒരു ദീർഘദിവസ ഉപവാസം കഴിഞ്ഞപ്പോൾ തൊട്ടടുത്തൊരു ക്ഷേത്രം കാവും അമ്പലമൊക്കെ ഉണ്ട്. പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ സ്വതന്ത്രം ಉಪವಾಸ തീർന്നപ്പോൾ അവിടുത്തെ പിശാച് ഇറങ്ങി ಓಡಿ. ಅಂದರೆ ನಾನು ಮೊಟ್ಟ ಮೊದಲು ನನ್ನ ಟ್ರಿವಾಂಡ್ರಮಲ್ಲಿ ನಾವು 40 ದಿವಸ ದೀರ್ಘಕಾಲ ಉಪವಾಸದಲ್ಲಿದ್ದಂಥ ಸಮಯದಲ್ಲಿ ಅಲ್ಲಿ ಬಲವಾಗಿ ಕಾರ್ಯಗಳನ್ನು ಮಾಡುತ್ತಿದ್ದಂತಹ ದುಷ್ಟರ ಕಾರ್ಯ ಬಹಳವಾಗಿತ್ತು. ಆದರೆ ಉಪವಾಸದ ನಂತರವಾಗಿ ಅದರ ಎಲ್ಲ ಬಲಗಳು ಕ್ಷೀಣವಾಗಿ ಹೋದದ್ದು. ಅಲ್ಲಿ ಆ ಒಂದು ಸ್ಥಳದಲ್ಲಿ ಆ ಒಂದು ಇಲ್ಲದೆ ಇದ್ದಾಗೆ ನನಗೆ ದೇವರು ಪ್ರಕಟಪಡಿಸಿದನು. ಸ್ತೋತ್ರ ಹೇಳೋಣ. ഇല്ലേവർക്കും അത് തിരികെ പറഞ്ഞില്ല. അവർ ലക്ഷങ്ങൾ മുടക്കി പുനഃപ്രതിഷ്ഠ നടത്തി ആനയെ കൊണ്ട് എഴുന്നള്ളത്തും അങ്ങനെയൊക്കെ. ഞങ്ങളുടെ വീടിന്റെ ഫ്രണ്ടിൽ വന്ന ആന ഇങ്ങനെ നിൽക്കുക, ചുമ്പക്കായി പോക്കി നിൽക്കുക. ആനയ്ക്ക് അറിയാമായിരുന്നു. അതെ, ദൈവത്തിന്റെ കളിയായിരുന്നു. അതെ, ಲಕ್ಷ ಖರ್ಚು ಮಾಡಿ ಲಕ್ಷ ಖರ್ಚು ಮಾಡಿ ಅದನ್ನು ಪುನರ್ ಪ್ರತಿಷ್ಠೆ ಮಾಡಿದ್ರು. ಅನೇಕ ವಿಷಯಗಳನ್ನೆಲ್ಲ ಅಲ್ಲಿ ಕರೆದುಕೊಂಡು ಬಂದರು. ಮಾತ್ರವಲ್ಲ, ದೇವರ ಕೆಲಸ, ದೇವರ ಆಸ್ತ ಅಲ್ಲಿ ಪ್ರೈಸ್ ದಿ ಲಾರ್ಡ್. അവിടെ മണിക്കൂറോളം നിന്നു. ಅಲ್ಲಿ ಗಂಟೆ ಕಟ್ಟಲೆ ಅದು ನಿಲ್ಲುತ್ತಿತ್ತು. എനിക്കറിയാം ദൈവത്തിന്റെ കളിയാ. ಆದ್ರೆ ನನಗೆ ಗೊತ್ತುಂಟು ಅದು ದೇವರ ಕೆಲಸ. അകത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ಯಾಕೆಂದ್ರೆ ನಾನು ಒಳಗಡೆ ಕೋಣೆಯಲ್ಲಿ ಪ್ರಾರ್ಥನೆ ഇറങ്ങി ചെല്ലാൻ പറഞ്ഞു. ಆಗ ದೇವರಾತ್ಮ ಹೇಳಿದ್ರು, ನೀನು ಇಳಿದು ಹೊರಗಡೆ ಹೋಗು. ജാതികൾ ചുറ്റും നിൽക്കുക. ಅವರೆಲ್ಲರೂ ಸುತ್ತುವರೆದು ನಿಂತಿದ್ದಾರೆ. ಅವರು ಹೇಳಿದಂತ ಎಲ್ಲ കരമൂർത്തി പ്രാർത്ഥിച്ചു. ഏലിയാവിനെ പോലെ ನಾನು ಕರಗಳನ್ನು ಮೇಲಕ್ಕೆ ಮಾಡಿ ದೇವರ ಸನ್ನಿಧಿಯಲ್ಲಿ ಪ್ರಾರ್ಥಿಸಿದೆ. ಮೋಶನೆ പോലെ പൊട്ടനെ പോലെ പ്രാർത്ഥിച്ചു. ನಾನು ಹುಚ್ಚನ ಹಾಗೆ ಕರಗಳನ್ನು ಎತ್ತುತ್ತಾ ಪ್ರಾರ್ಥನೆ ಮಾಡಿದೆ. ಪ್ರಾರ್ಥನೆ ಮಾಡಿ ಆಮೆನ್ ಎಂದು ಹೇಳುವಾಗ ಈ ಆನೆ ತುಂಬಿಗೆ ತಾತಿಟ್ಟು. ಆ ಆನೆ ಹೀಗೆ ಇದ್ದ ಆನೆ ಅದರ ಕೊಂಬನ್ನೆಲ್ಲ ಕೆಳಗಡೆ ಹಾಕಿತು. അതിനു മുമ്പേ ഒന്നാം പാപ്പാൻ രണ്ടാം പാപ്പാൻ ഇടത്താനെ വലത്താനെ കമ്പിയിട്ട് കുത്തുന്നു. ആനയ്ക്ക് ഒരു കൂസലില്ല. പക്ഷെ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ ഈ ആന ആരും പറഞ്ഞില്ല, തിരിച്ചു പോകുക. ಅದೇ ಆ ಕಡೆ ಇದ್ದವರು ಈ ಕಡೆ ಇದ್ದವರು ಕೊಂಬುಗಳಿಂದ ಆ ಆನೆಯನ್ನು ತಿವಿಯುತ್ತಿದ್ದಾರೆ. ಏನಾದರೂ ಮಾಡು ಅಂತ ಹೇಳಿ ಕಾವಲುಗಾರರು ಮಾಡು ಅಂತ ಪ್ರೋತ್ಸಾಹ ಪಡಿಸಿದ್ರು ಸಹ ಅದು ಏನು ಮಾಡಲಿಲ್ಲ. ನಿಶಬ್ದವಾಗಿ ಅದು ಬಂದಂತ ಹಾದಿಗೆ ಹಿಂತಿರುಗಿ ಹೋದ ರೀತಿಯಲ್ಲಿ ಅದು ಹೋಗ್ತಾ ಇತ್ತು. ಸ್ತೋತ್ರ. ಅವರು വീണ്ടും പ്രശ്നം വെച്ച് നോക്കി. ಪುನಃ ಅವರು ಪುನಃಸ್ಥಾಪನೆ ಮಾಡಿದ್ರು. ഞങ്ങൾ താമസിക്കുന്ന വീട് അവർക്ക് തെളിഞ്ഞത്. ಅಂದ್ರೆ ಅವರಿಗೆ ನಂತರವಾಗಿ ಗೊತ್ತಾಯ್ತು ನಾವಿರುವಂತ ಸ್ಥಳ ಅವರಿಗೆ ತಡೆಯಾಗಿತ್ತು ಅಂತ ಹೇಳಿ. ഇളക്കി വിടാൻ ആവുന്ന പണി അവർ നോക്കി. ನಮ್ಮನ್ನು ಅಲ್ಲಿಂದ ಓಡಿಸಿ ಬಿಡಬೇಕೆಂದು ಬಹಳ ಪ್ರಯತ್ನ ಮಾಡಿದ್ರು. 10-40 ಆൾക്കാർ അവിടെ വന്ന് ಅಡಿಕಾനും പിടിക്കാനും വന്നു. 40-50 ಜನರು ಅಧಿಕವಾಗಿ ಬಂದು ನಮ್ಮನ್ನು ಹಿಡಿಯುವುದಕ್ಕೂ ಪ್ರಯತ್ನ ಮಾಡಿದ್ರು. ಸ್ತೋತ್ರ. ಅವರು ಅನ್ನೇ വന്നോളൂ. ಅವತ್ತೊಂದು ದಿನ ಮಾತ್ರವೇ ಬಂದದ್ದು. ദൈവം ചെയ്യേണ്ട കാര്യങ്ങൾ ദൈവം ചെയ്തു. ದೇವರು ಮಾಡಬೇಕಾದಂತ ಕೆಲಸವನ್ನು ನಮ್ಮ ಪಕ್ಷ ಇದ್ದುಕೊಂಡು ಅದನ್ನು ಮಾಡುತ್ತಲೇ ಇರುತ್ತಾನೆ. ಆಮೆನ್. അവിടെ 7 വർഷം താമസിച്ച ശേഷമാണ് അവിടെ നിന്ന് മാറിയത്. ಅಂದ್ರೆ 7 ವರ್ಷ ನಾವು ಅಲ್ಲಿದ್ದೆವು. ಅದಾದ ನಂತರವಾಗಿ ನಾವು ಬೇರೆ ಒಂದು ಕಡೆ ಒಂದಾಗಿ ಸೇರಿ ಆಮೇಲೆ ಹೇಳುವ. ರಾತ್ರಿ ചിലത് ಅಳಿഞ്ഞു മാറും. ಈ ಬೆಳಗಿನ ವೇಳೆಯಲ್ಲಿ ಕೆಲವೊಂದು ಕಟ್ಟುಗಳು ನೀಗಲ್ಪಡುತ್ತದೆ, ಕೆಲವೊಂದು ಬಂಧನಗಳು ನೀಗಲ್ಪಡುತ್ತದೆ, ಕೆಲವೊಂದು ಕಟ್ಟುಗಳು ನೀಗುತ್ತದೆ, ದೇವರ ಕಾರ್ಯಗಳು ಪ್ರಕಟವಾಗುತ್ತದೆ, ಪೈಶಾಚಿಕ ಮಂಡಲಗಳು, ಸೈತಾನ ಎಲ್ಲ ಕಾರ್ಯಗಳು ಎಲ್ಲವೂ ಲಯವಾಗಿ ಹೋಗುತ್ತದೆ. ದೇಶವನ್ನು ಬಿಟ್ಟು ಓಡಿ ಹೋಗುತ್ತದೆ. ಈ ಪ್ರಾಂತ್ಯವನ್ನು ಬಿಟ್ಟು ಓಡಿ ಹೋಗುತ್ತದೆ. ಆಮೇಲೆ ಹೇಳುವ ಯೇಸುವಿನ ನಾಮದಲ್ಲಿ ಆಮೆನ್. ಯುದ್ಧ ಸನ್ನದ್ಧರಾಗಿ ದೇವರು ನಮ್ಮನ್ನು ಮಾರ್ಪಡಿಸಲಿ. ಜೀಸಸ್. ಶೇಕೆ ಲಖಸ್ಯ ತರೆ ಮನ್ಕನಾದನೆ ಚೂಡಕ್ಕಡಗದ ನಿಗದಾರಗಲೆ ಅರ್ಧಲವೇದಿ ರೀಬಾಲಾದ ದೂಡಕ್ಕಟ್ಟ ರೀದಗರಂದ ರೆಬಲಾದೆ ಈ ಬಾಲಾದ ಜೂಡಗಲಾದ ಹೊಂದಿಕೊಳ್ಳಿರಿ ರಿಬಲಗದರಗಲ ಶಗಲಗದರಮ ರೀಬಾಬಾಬ ಶಿಕ್ಕಲಗಸ್ಯ ತೆರೆಗಲಗದೆ ಅಡಗದನಾದೆ ರೀದಗಲಗದೆ ಯೇಸುವಿನ ನಾಮದಲ್ಲಿ
അപ്പന്റെ ഇളയ കാളയായ 7 വയസ്സുള്ള രണ്ടാമത്തെ കാളയെ കൊണ്ട് ചെന്ന് അപ്പനുള്ള ബലിപീഠം തകർക്കാൻ പറഞ്ഞു. ಅಂದ್ರೆ ತಂದೆಯ ಮೂಲಕವಾಗಿ ಬಂದಂತ ಆ ಒಂದು ಎಲ್ಲ ಕ್ರಿಯೆಗಳನ್ನು ತಂದೆಯ ಮೂಲಕವಾಗಿ ಮಾಡಿದಂತ ಎಲ್ಲ ಕಾರ್ಯಗಳು ಲಯವಾಗಿ ಹೋಗುವಂತದ್ದಾಗಿರ್ತದೆ. ബാലിന്റെ ബലിപീഠത്തെ തകർക്കാൻ പറഞ്ഞു. ಅಂದ್ರೆ ಬಾಳಿನ ಕ್ರಿಯೆಗಳು ಅಲ್ಲಿ ನಡೆಯಬೇಕಾಗಿತ್ತು. ഈ ബാൽ എന്ന് പറയുമ്പോൾ ഇസബാൽ എന്നായിരുന്നു ആദ്യത്തെ പേര്. ഇസബാൽ ಅಂದ್ರೆ ಮೊದಲು ಆ ಬಾಳಿಗೆ ಇಸಾಬಾಲ್ ಅಂತ ಹೇಳಿತ್ತು. പറഞ്ഞു തേഞ്ഞ് ഇസബേലായി. ಅಂದ್ರೆ ಅದು ಮತ್ತೆ ಪ್ರೊನೌನ್ಸ್ ಮಾಡೋದು ಸ್ವಲ್ಪ ಕಷ್ಟ ಆಗಿ ಇಸಾಬೇಲ್ ಆಯ್ತು. ഇസബാൽ ಇಸಾಬಾಲ್ ಅಂತ. ഈ ബാലിനകത്തൊരു ശക്തിയുണ്ട്. ಬಾಲಿನ ಒಳಗಡೆ ಒಂದು ಶಕ್ತಿ ಇದೆ. ആമേൻ പറ. ആമേൻ ಹೇಳುವ. നമുക്ക് വേണ്ടത് ഇവിടുത്തെ മന്ത്രവാദികളെയോ ഇവിടുത്തെ ശകനവാദികളോ പൂജാരികളെ ക്ഷേത്രങ്ങളെ മോസ്കിനെയോ മുസ്ലിയാരെയോ അച്ഛന്മാരെയോ ഒന്നുമല്ല വേണ്ടത്. ಅಂದ್ರೆ ಇಲ್ಲಿರುವಂತ ಯಾರ್ಯಾರ್ದೋ ಬಲ ನಮಗೆ ಬೇಕಾಗಿಲ್ಲ. ಅವರು ಇರುವಂತ ಕಡೆಯಲ್ಲಿ ಅವರು ಇರ್ಲಿ. അവരൊക്കെ വെറുതെ വിട്. ಅವರನ್ನ ಸುಮ್ಮನೆ ಬಿಟ್ಟು ಬಿಡುವ. നമുക്ക് വേണ്ടത് ನಮಗೆ ಬೇಕಾಗಿರುವಂತದ್ದು ಇವരുടെ പിന്നിൽ പ്രവർത്തിക്കുന്ന ആമേൻ ಇವರ ಹಿಂದೆ ಕ್ರಿಯೆಗಳನ್ನು ಮಾಡುವ ആമേൻ പറ. ಆಮೇಲೆ ಹೇಳುವ മന്ത്രവാദികളുടെ പിന്നിൽ വ്യാപരിക്കുന്ന ಮಂತ್ರವಾದಿಗಳ ಹಿಂದೆ ಇರುವಂತಹ പിടികിട്ടിയവർ ആമേൻ പറ. ಅರ್ಥವಾಗ್ತಾ ಇರೋರು ಆಮೇಲೆ അവരുടെ പിന്നിൽ പ്രവർത്തിക്കുന്ന ಅವರ ಹಿಂದೆ ಇರುವಂತಹ ബാലിനെയാണ് നമുക്ക് വേണ്ടത്. ಬಾಳಾಗಿದೆ ನಮಗೆ ಬೇಕಾಗಿರುವಂತದ್ದು. ആമേൻ ಹೇಳುವ. ഇന്ന് യുദ്ധം ചെയ്യാൻ ഏൽപ്പിച്ചു കൊടുത്താൽ ಇವತ್ತು ಯುದ್ಧ ಮಾಡುವುದಕ್ಕಾಗಿ ನಿಮ್ಮನ್ನು ನೀವು ಒಪ್ಪಿಸಿಕೊಡುವುದಾದರೆ ಕೆಲವೊಂದು ಕೆಡವಿ ಬೀಳುತ್ತದೆ. ഒരു നല്ല ആമേൻ പറഞ്ഞു. ಒಂದು ಒಳ್ಳೆ ಆಮೇನ್ ಹೇಳುವ. ಆಮೇನ್. ഓ ജീസസ് ಆಮೇನ್. ഇത് അഴിയുമ്പോൾ അവർ പിന്നെ വന്നോളൂ. ಇದೆಲ್ಲವೂ ಕೆಡವಲ್ಪಡುವಾಗ ಇದೆಲ್ಲವೂ ಅಳಿದು ಹೋಗುವಾಗ ಅವರೆಲ್ಲ ನಮ್ಮ ಜೊತೆಗೆ ಬಂದು ಸೇರುತ್ತಾರೆ. മന്ത്രവാദികളുടെ ആഭിചാരന്മാരുടെയും ശുദ്ര ചെയ്യുന്നവരുടെ പിന്നിൽ പ്രവർത്തിക്കുന്ന ബാലിനെ പൂട്ടുവാൻ എത്ര പേർക്ക് ആത്മാവിൽ ധൈര്യമുണ്ട്? ಮಂತ್ರ ಮಾಡುವವರು ಮಾಡುವವರು ಶಕನ ಮಾಡುವವರು ಇವರೆಲ್ಲರ ಹಿಂದೆ ಇರುವಂತ ಎಲ್ಲ ಶಕ್ತಿಗಳು ಲಯವಾಗುವುದಕ್ಕಾಗಿ ಲಯಪಡಿಸುವುದಕ್ಕಾಗಿ ಎಷ್ಟು ಜನ ಸಿದ್ಧರಾಗಿದ್ದೀರಿ? ಆಮೆನ್ ಆಮೆನ್. ಕಾವಲ್ಕಾರರ ಪ್ರತ್ಯೇಕ ಯುದ್ಧ ಸನ್ನದ್ಧರ. ಕಾವಲುಗಾರರ ಪ್ರತ್ಯೇಕತೆ ಏನಂತ ಹೇಳಿದ್ರೆ ನಾವು ಯುದ್ಧ ಸನ್ನದ್ಧರಾಗಿ ಯಾವಾಗಲೂ ಇರಬೇಕು. അതുകൊണ്ട് പെട്ടെന്ന് 52 ദിവസം കൊണ്ട് മതിൽ പണിതത്. ಅದೇ ಆದುದರಿಂದ 52 ದಿನದೊಳಗಾಗಿ ಅಲ್ಲಿ ಗೋಡೆಯು ಕಟ್ಟಲ್ಪಟ್ಟದನ್ನು ನಾವಲ್ಲಿ ನೋಡುತ್ತೇವೆ. ಇನ್ನು ದೈವ ನಿങ്ങളെ ಯುದ್ಧ ಸನ್ನದ್ಧರಾಕ. ಇವತ್ತು ನಮ್ಮ ದೇವರು ನಮ್ಮನ್ನು ಯುದ್ಧ ಸನ್ನದ್ಧರಾಗಿ ಮಾರ್ಪಡಿಸುತ್ತಾನೆ. ಆರು ರೆಡಿ? ನೀವು ಅದಕ್ಕೆ ಸಿದ್ಧರಾಗಿದ್ದೀರೋ? ഒരുമിച്ച് എഴുന്നേൽക്കാം. ನಾವೆಲ್ಲರೂ ಒಂದಾಗಿ ಸೇರಿ ನಿಲ್ಲೋಣ. മുൻപോട്ട് വന്നോളൂ. ಮುಂದಕ್ಕೆ ಬನ್ನಿರಿ, ಮುಂದಕ್ಕೆ ಬನ್ನಿರಿ. ಸಹೋದರ മുൻപോട്ട് ഓടി ഓടി ಓಡಿ ಬನ್ನಿರಿ. വേഗത്തിൽ വേഗത്തിൽ വേഗವಾಗಿ ಮುಂದಕ್ಕೆ ಬನ್ನಿರಿ, ಬನ್ನಿರಿ. ഓ രാശാന്തനയ. നമ്മൾ ഇന്ന് പകൽക്കാലം ചില ശക്തികളെ ദൈവമാവിന്റെ ശക്തിയാൽ നേരിടാൻ പോകും. നമ്മൾ യുദ്ധസന്നദ്ധരാ. ಈ ಬೆಳಗಿನ ವೇಳೆಯಲ್ಲಿ ದೇವರು ಕೆಲವೊಂದು ಶಕ್ತಿಗಳನ್ನು ಲಯಪಡಿಸುವನಾಗಿರುತ್ತಾನೆ. ചിലരെ അഭിഷേകം ചെയ്യാൻ പോകും. ದೇವರು ಕೆಲವೊಬ್ಬರನ್ನು ಬಲವಾಗಿ ಅಭಿಷೇಕ ಮಾಡುವವನಾಗಿರುತ್ತಾನೆ. ಅದು ಎത്ര പേർക്ക് ഏറ്റെടുക്കാൻ മനസ്സുണ്ട്? ಹೆಚ್ಚು ಜನರಿಗೆ ಅದನ್ನು ಸ್ವೀಕರಿಸುವುದಕ್ಕೆ ರೆಡಿ ಇದ್ದೀರಿ, ಸಿದ್ಧರಾಗಿದ್ದೀರಿ. നിങ്ങൾ കാഹള ഊതണം. ನೀವು ತುತ್ತೂರಿಯನ್ನು ಊದಬೇಕು. ಆರು ರೆಡಿ? ನೀವು ಅದಕ್ಕೆ ಸಿದ್ಧರಾಗಿದ್ದೀರಾ? ಓಕೆ ಓಕೆನಾ? ಸಿದ್ಧರಾಗಿದ್ದೀರಾ? നിങ്ങൾക്ക് സന്തോഷമില്ല? ನಿಮಗೆ ಸಂತೋಷ ಇಲ್ವಾ? കാഹളവേറ്റ് വാങ്ങാൻ എത്ര പേർക്ക് ആഗ്രഹമുണ്ട്? ಕಾವಲುಗಾರರಾಗಬೇಕು. ನಾ ಕಾವಲುಗಾರನಾಗಿ ನನ್ನ ಸಿದ್ಧಪಡಿಸು, ತುತ್ತೂರಿ ನಾ ಊದ್ತೇನೆ ಅಂತ ಹೇಳುವರು. ನೀವು ಜೋರಾಗಿ ಊದಬೇಕು. ಗಂಭೀರ ಧ್ವನಿಯಾಗಿ ಊದണം. ಗಂಭೀರ ಧ್ವನಿಯಿಂದ ಊದಬೇಕು. ಆಮೆನ್. ഇന്ന് ഈ കുടം ദേശാധിപതിയെ കാണിക്കുന്നു. ಇವತ್ತು ಈ ಒಂದು ಬಿಂದಿಗೆ ದೇಶಾಧಿಪತಿಯನ್ನು ಸೂಚಿಸುತ್ತದೆ. ಅದು ಕೆಡವಲ್ಪಡುವುದಾದರೆ ಕತ್ತೇನ ತಲಂ ಕತ್ತುം. ಹತ್ತುವಂತದ್ದು ಹತ್ತಿ ಉರಿಯುತ್ತದೆ. ಕತ್ತುം. ಅದು ಒಳ್ಳೆ ರೀತಿಯಲ್ಲಿ ಹತ್ತುವಂತದ್ದಾಗಿರುತ್ತದೆ. ಕತ್ತಲ್ ಪೋರಾ. ಈ ಒಂದು ಆರ್ಭಟ ಜೋರಾಗಿ ಕಿರ್ಚಬೇಕು. ಈ ಅಭಿಷೇಕ ವ್ಯಾಪರಿക്കുന്നു. ಅಭಿಷೇಕ ಇಳಿಯಲ್ಪಡಲಿ. യേശുവേ ഇങ്ങ നാമമേ ഉയരണം. ഹല്ലേലൂയാ. എത്ര പേർക്ക് ആഗ്രഹമുണ്ട് യേശുവിന്റെ നാമം ഈ പകൽക്കാലം ഉയരുവാൻ? ಎಷ್ಟು ಜನರಿಗೆ ಇಷ್ಟ ಇದೆ ಯೇಸುವಿನ ನಾಮ ಮಾತ್ರ ಮೇಲಕ್ಕೆ ಹಾರಬೇಕು ಅಂತ ಹೇಳಿ, ಮೇಲಕ್ಕೆ ಎತ್ತಲ್ಪಡಬೇಕು ಅಂತ ಹೇಳಿ. എങ്ക നാമം ഉയരണം, എന്റെ മേൽമേ അടയണം, പാടുവേ പാടുവോ ഹല്ലേലൂയാ. എങ്ക നാമം ഉയരണം, എന്റെ മേൽമേ അടയണം, പാടുവേ പാടുവോ ഹല്ലേലൂയാ. എത്ര പേർക്ക് പാടാൻ മനസ്സുണ്ട്? ಎಷ್ಟು ಜನರಿಗೆ ಹಾಡಲಿಕ್ಕೆ ಇಷ್ಟ ಇದೆ?
നമ്മുടെ യേശുവിന്റെ നാമം ഉയരണം. ನಮ್ಮ ಯೇಸುವಿನ ನಾಮ ಮಾತ್ರ ಮೇಲಕ್ಕೆ ಎತ್ತಲ್ಪಡಬೇಕು. ദേശത്ത് ഉയരണം, ದೇಶದಲ್ಲಿ, ಪ್ರಾಂತದಲ್ಲಿ, ಪಟ್ಟಣಗಳಲ್ಲಿ, ಗ್ರಾಮಗಳಲ್ಲಿ, ಪಂಚಾಯತಿಗಳಲ್ಲಿ. ಆಮೆನ್. ನಾಮം വലിയ നാമമാണ്. ಈ ನಾಮ ಮಾತ್ರ ದೊಡ್ಡ ನಾಮವಾಗಿದೆ. ഇങ്ങ് നാമം ഉയരണം, ഇന്ന് മേൽമൈ അടയണം, പാടുവേ പാടുവോ ഹല്ലേലൂയ. ചേർന്ന് നാമം ഉയരണം, ഇന്ന് മേൽമൈ അടയണം, പാടുവേ പാടുവോ ഹല്ലേലൂയ. ഒരിക്കൽ കൂടെ ಇನ್ನೊಂದು ಸಾರಿ. ഇങ്ങ് നാമം ഉയരണം, ഇന്ന് മേൽമൈ അടയണം, പാടുവേ പാടുവോ ഹല്ലേലൂയ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യാവേ ആമേൻ. ഹല്ലേലൂയ യാവേ ആമേൻ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യാവേ ആമേൻ. ഹല്ലേലൂയ യാവേ ആമേൻ. ഹല്ലേലൂയ. പെരുങ്കാറ്റു അടങ്ങിപ്പോകും, ചെങ്കടൽ വഴി തിരക്കും, ഉങ്കനാമമുയർത്തും പോതും കന്മലയും കലങ്ങിപ്പോകും. പെരുങ്കാറ്റു മടങ്ങിപ്പോകും, ചെങ്കടൽ വഴി തിരക്കും, ഉങ്കനാമമുയർത്തും പോതും കന്മലയും കലങ്ങിപ്പോകും. യേശുവേ ഉങ്ക നാമമേ ഉയരണം. ഹല്ലേലൂയ. യേശുവേ ഉങ്ക നാമമേ ഉയരണം. ഹല്ലേലൂയ. നാമം ഉയരണം, ഇന്നു മേന്മ അടയണം, പാടുവേ പാടുവോ ഹല്ലേലൂയ. നാമം ഉയരണം, ഇന്നു മേന്മ അടയണം, പാടുവേ പാടുവോ ഹല്ലേലൂയ. ചേർന്ന് നാമം ഉയരണം, ഇന്ന് മേന്മ അടയണം, പാടുവോ പാടുവോ ഹല്ലേലൂയ. നാമം ഉയരണം, ഇന്ന് മേന്മ അടയണം, പാടുവേ പാടുവോ ഹല്ലേലൂയ. ഹല്ലേലൂയ. ചേർന്ന് ശബ്ദത്തോടെ ഹല്ലേലൂയ ഹല്ലേലൂയ യാവേ ആമേൻ. ഹല്ലേലൂയ യാവേ ആമേൻ. ഹല്ലേലൂയ യാവേ ആമേൻ. ഹല്ലേലൂയ യാവേ ആമേൻ. ഹല്ലേലൂയ 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 യാവേ ആമേൻ. ചേർന്ന് ഹല്ലേലൂയ യാവേ ആമേൻ. ഹല്ലേലൂയ
സിംഹത്തിൻ ഗതിയിലും തീച്ചൂള നടുവിലും ഇങ്ക നാമമുയർത്തും പോതും. ഓ ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം സിംഹത്തിന്റെ നടുവിലും ಸಿಂಹಗಳ ಮಧ್ಯದಲ್ಲೂ ಸಹ തീച്ചൂള നടുവിലും ಬೆಂಕಿಯ ಆ ಒಂದು ಕಣಿವೆ യേശുവിന്റെ നാമം ഉയർത്തുമ്പോൾ ಯೇಸುವಿನ ನಾಮವನ್ನು ಮೇಲೆ ಕೆತ್ತುವಾಗ അതെല്ലാം നീങ്ങി മാറുകയാണ്. ಅದೆಲ್ಲವೂ ನೀಗಲ್ಪಡುತ್ತದೆ. എത്ര പേർക്ക് ആമേൻ പറയാൻ കഴിയും? ಹೆಚ್ಚು ಜನರಿಗೆ ಆಮೇಲೆ ಹೇಳೋದಕ್ಕೆ ಸಾಧ್ಯವಿದೆ. ശക്തിയോടെ ಬಾಯಿಗಳನ್ನು ತೆರೆದು ಶಬ್ದದೊಂದಿಗೆ ശക്തിയോടെ ಶಕ್ತಿಯೊಂದಿಗೆ ശക്തിയോടെ ಶಕ್ತಿಯೊಂದಿಗೆ ഒരുമിച്ച് ആമേൻ പറഞ്ഞാട്ടെ. ಒಂದಾಗಿ ಆಮೇಲೆ ಹೇಳುವ ഒരുമിച്ച് ആമേൻ ಒಂದಾಗಿ ಆಮೇಲೆ ಹೇಳುವ. ഓ സിംഹത്തിൽ നടിയിലും തീച്ചൂള നടുവിലും ഇങ്ങ നാമമുയർത്തും പോതും കന്മലയും മാറിപ്പോകും. ഓ സിംഹത്തിൻ ഗതിയിലും തീച്ചൂള ഇങ്ങ നാമമുയർത്തും പോതും കന്മലയും മാറിപ്പോകും. യേശുവേ ഇങ്ക നാമമേ ഉയരണം. ഹല്ലേലൂയ. യേശുവേ ഉങ്ക നാമമേ ചേർന്ന് ಸೇರಿಯಾಡುವ ഉയരണം. ഹല്ലേലൂയ ചേർന്ന് ಸೇರಿಯಾಡುವ. ഓ യേശുവേ ಶಬ್ದವಿದೆ നാമമേ ചേർന്ന് ಸೇರಿಯಾಡುವ. ഉയരണം. ഹല്ലേലൂയ. ഒരിക്കൽ കൂടെ ഓ യേശുവേ ഇങ്ക നാമമേ ഉയരണം. ഹല്ലേലൂയ. ഇങ്ക നാമം ഉയരണം. ഇങ്ക മേന്മയടയണം. പാടുവേ പാടുവോ ഹല്ലേലൂയ. ഇങ്ക നാമം ഉയരണം. ചേർന്ന ഇങ്ക നാമം പാടുവേ പാടുവോം ഹല്ലേലൂയ. ഇങ്ക നാമം ഉയരണം. ഇങ്ക മേന്മയടയണം. പാടുവേ പാടുവോം ഹല്ലേലൂയ. യേശുവേ ഉങ്ക നാമമേ ഉയരണം. ഹല്ലേലൂയ. ഓ യേശുവേ ഉങ്ക നാമമേ ഉയരണം. ഹല്ലേലൂയ. ഉങ്ക നാമം ഉയരണം. ഇன்று മേന്മയടയണം. പാടുവേ പാടുവേ ഹല്ലേലൂയ. ഉങ്ക നാമം ഉയരണം. ഇன்று മേന്മയടയണം. പാടുവേ പാടുവേ ഹല്ലേലൂയ. 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 ചേർന്ന് ಸೇರಿಯಾಡುವ. ഹല്ലേലൂയ. 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 യാവേ ആമേൻ. ഹല്ലേലൂയ. യാവേ ആമേൻ. ഹല്ലേലൂയ. യാവേ ആമേൻ. ഹല്ലേലൂയ. യാവേ ആമേൻ. ഹല്ലേലൂയ. പെരുങ്കാറ്റും അടങ്ങിപ്പോകും. ചെങ്കടലും വഴി തിരക്കും. ഉങ്ക നാമം ഉയർത്തും പോതും കന്മലയും കലങ്ങിപ്പോകും. പെരുങ്കാറ്റും അടങ്ങിപ്പോകും. ചെങ്കടലും വഴി തിരക്കും.
உங்க நாமம் உயர்த்தும் போதும் கண்மலையும் கலங்கி போகும். இயேசுவே உங்க நாமமே உயரணம். ஹல்லேலூயா. ചേർന്ന് ഓ യേശുവേ ഉങ്ക നാമമേ ഉയരണം. ഹല്ലേലൂയാ. ഉങ്ക നാമം ഉയരണം, എന്റെ മേന്മയടയണം. പാടുവേ പാടുവോ ഹല്ലേലൂയ. ചേർന്ന് എല്ലാവരും ചേർന്ന് ഉങ്ക നാമം ഉയരണം. ചേർന്ന് ഉങ്ക മേന്മയടയണം. പാടുവേ പാടുവോ ഹല്ലേലൂയ. ಎಲ್ಲರೂ ಸೇರಿ ಆಡುವ, ಬಾಯಿಗಳನ್ನು ತೆರೆದು ಆಡಿರಿ. പാടുവേ പാടുവോ ഹല്ലേലൂയ. ചേർന്ന് ഉങ്ക നാമം ഉയരണം. എത്ര പേര് ആഗ്രഹിക്കുന്നു? ಎಷ್ಟು ಜನ ಆಶಿಸುತ್ತೀರಿ? ನಿನ್ನ ನಾಮ ಮಾತ್ರ ಮೇಲಕ್ಕೆತ್ತಬೇಕು ಸ್ವಾಮಿ. ನಿನ್ನ ರಾಜ್ಯ ಮಾತ್ರ ಇಲ್ಲಿ ಆಳ್ವಿಕೆ ಮಾಡಬೇಕು ಸ್ವಾಮಿ. യേശുവിന്റെ നാമം ಯೇಸುವಿನ ನಾಮ ദേശത്ത് ഉയരാൻ പോകുമെന്ന് ഉറപ്പുള്ളവർ ರಾಜ್ಯದಲ್ಲಿ കരമടിച്ച് ತಟ್ಟುತ್ತಾ ഓ ശിഖാലാധേരാജാന അന്തരഘടകദരാബല ഭൂടകരഗദര ഹത്തൽ ഖവര ചൂടാദാല ഹേ. ഓ ശാബാധാര ചൂടകരഗദര. കരമടിച്ച് കരമടിച്ച് അഭിഷേകത്തോടെ യേശുവിന്റെ നാമം ഉയരട്ടെ. ശ്രീയേശുനാമം അതിശയനാമം ഏഴയനിക്കിൻപ നാമം. ഹല്ലേലൂയ. ശ്രീയേശു ഏഴയനിക്കിൻപ നാമം. ഓ ശ്രീയേശു അതിശയനാമം ഏഴയനിക്കിൻപ നാമം. പാപപരിഹാരാർത്ഥം പാതകളെ തേടി പാരിടത്തിൽ വന്ന നാമം. പാപപരിഹാരാർത്ഥം പാതകളെ തേടി പാരിടത്തിൽ. ഓ പാപമറ്റ ജീവിതത്തിൽ ഓ പാപരാമ പുണ്യനാമം. ഓ പാപമറ്റ ജീവിതത്തെ പുണ്യനാമ. ഓ ശ്രീയേശുനാമ അതിശയനാമ പാപികയും പദനാമ. ഓ ശ്രീയേശുനാമ അതിശയനാമ പാപികയും പദനാമ. ഓ ശ്രീയേശുനാമ അതിശയനാമ പാപികയും പദനാമ. എണ്ണമില്ല പാപം എന്നിൽ നിന്നു നീക്ക എന്നിൽ കനിഞ്ഞ നാമം. ഓ എണ്ണമില്ല പാപം എന്നിൽ നിന്നു നീക്ക എന്നിൽ ಸ್ತೋತ್ರಮಾಡಿ ഓ ശ്രീയേശുനാമ അതിശയനാമ പാപികയും പദനാമ. ഓ ശ്രീയേശുനാമ അതിശയനാമ പാപികയും പദനാമ. അതിശയനാമ പാപികയും പദനാമ. ഓ ശ്രീയേശുനാമ അതിശയനാമ പാപികയും പദനാമ. ഓ ശ്രീയേശുനാമ അതിശയനാമ പാപികയും പദനാമ. ಅಂತ್ಯಕಾಲ ಅಭಿಷೇಕ ಸಕಲ ಜನರ ಮೇಲೆ ಸುಗ್ಗಿಕಾಲ ಸಮಯವಿದು ನಿನ್ನ ಆತ್ಮನಿಂದ ತುಂಬಿ. ಎಲ್ಲರೂ ಸೇರಿ ಹೇಳುವ ಅಂತ್ಯಕಾಲ ಅಭಿಷೇಕ ಸಕಲ ಜನರ ಮೇಲೆ ಸುಗ್ಗಿಕಾಲ ಸಮಯವಿದು ನಿನ್ನ ಆತ್ಮನಿಂದ ತುಂಬಿಸಯ್ಯ. ಬೆಂಕಿಯ ನೀರಿಯಲಯ್ಯ
ವಿಶಾಲ ಸಮಯವಿದು ನಿನ್ನ ಆತ್ಮನಿಂದ ತುಂಬಿಸಯ್ಯ. ಹುಡುಗಿದ ಎಳು ಬೆಳತಗಿರಲಿ ದೊಡ್ಡ ಸೈನ್ಯವನ ಕಾಣುವೆ. ಅಧಿಕಾರ ನೀಡಬೇಕು ನಿನ್ನ ಆತ್ಮನಿಂದ ಪ್ರವಹಿಸಲು. ಎಲುಬಿನ ತಗ್ಗಿರಲಿ ಸೈನ್ಯವನ ಕಾಣುವೆ. ಅಧಿಕಾರ ನೀಡಬೇಕು ನಿನ್ನ ಆತ್ಮನಿಂದ ಪ್ರವಹಿಸಲು. ಬೆಂಕಿಯ ತೆರೆಯಲಿಗ ಊರಿನಾಲಿಯಂತೆ ಕೂಡಲಿಗ ಗಾಳಿಯಂತೆ ಬೀಸಲಿಗ ಆತ್ಮ ನದಿಯಾಗಿ ಹರಿಯಲಿಗ ಬೆಂಕಿಯಂತೆ ಎಲಿಯಲಿಗ ಊರಿನಾಲಿಯಂತೆ ಕೂಡಲಿಗ ಗಾಳಿಯಂತೆ ಬೀಸಲಿಗ ಆತ್ಮ ನದಿಯಾಗಿ ಹರಿಯಲಿಗ. ಕಬ್ಬಿಲಿನ ಬೆಳಕಲ್ಲಿ ಅಗ್ನಿಮಳೆಯಾಗಿ ಸುರಿಯಲಿಗ. ಕಬ್ಬಿಲಿನ ಬೆಳಕಲ್ಲಿ ಕಾಣುವೆ. ನಡುಗಿದಂತೆ ಅಗ್ನಿಮಳೆಯಾಗಿ ಸುರಿಯಲಿಗ. ಬೆಂಕಿಯಂತೆ ಇಳಿಯಲಿಗ ಊರಿನಾಲಿಯಂತೆ ಕೂಡಲಿಗ ಬಿರುಗಾಳಿಯಂತೆ ಬೀಸಲಿಗ ಆತ್ಮ ನದಿಯಾಗಿ ಹರಿಯಲಿಗ. ಬೆಂಕಿಯಂತೆ ಇಳಿಯಲಿಗ ಜ್ಞಾನಿಯಂತೆ ಬುಡಲಿಗ ಬಿರುಗಾಳಿಯಂತೆ ಬೀಸಲಿಗ ಆತ್ಮ ನದಿಯಾಗಿ ಹರಿಯಲಿಗ. ಸೀನಾಯಿ ಬೆಟ್ಟದಲ್ಲಿ ಒಂದು ಜ್ವಾಲೆಯನ್ನ ಕಾಣುವೆ. ಇಸ್ರಾಯೇಲ್ ದೇವರೇ ಆ ಜ್ವಾಲೆ ನನ್ನಲ್ಲಿ ಉರಿಯಲಯ್ಯ. ಸೀನಾಯಿ ಬೆಟ್ಟದಲ್ಲಿ ಒಂದು ಜ್ವಾಲೆಯನ್ನ ಕಾಣುವೆ. ಇಸ್ರಾಯೇಲ್ ದೇವರೇ ಆ ಜ್ವಾಲೆ ನನ್ನಲ್ಲಿ ಉರಿಯ ಮಾಡು. ಬೆಂಕಿಯಾಗಿ ಬಿಡಿಯಲಿಗ ಊರಿನಾಲಿಯಂತೆ ಕೂಡಲಿಗ ಗಾಳಿಯಂತೆ ಬೀಸಲಿಗ ಆತ್ಮ ನದಿಯಾಗಿ ಹರಿಯಲಿಗ. ಬೆಂಕಿಯಾಗಿ ಇಳಿಯಲಿಗ ಅಗ್ನಿ ಜ್ವಾಲೆಯಾಗಿ ಉರಿಯಲಿಗ ಬಿರುಗಾಳಿಯಾಗಿ ಬೀಸಲಿಗ ಆತ್ಮ ನದಿಯಾಗಿ ಹರಿಯಲಿಗ. ಎಲ್ಲರೂ ಸೇರಿ ಬೆಂಕಿಯಾಗಿ ಇಳಿಯಲಿಗ ಊರಿನಾಲಿಯಂತೆ ಕೂಡಲಿಗ ಬಿರುಗಾಳಿಯಂತೆ ಬೀಸಲಿಗ ಆತ್ಮ ನದಿಯಾಗಿ ಹರಿಯಲಿಗ. ಯೇಸುವೇ ಯೇಸುವೇ உங்க நாமமே ಹೌದು ಸ್ವಾಮಿ உயரணம் ಹೌದು ಸ್ವಾಮಿ. ಹಲ್ಲೆಲೂಯಾ. ചേർന്ന് പാടും ಎಲ್ಲರೂ ಸೇರಿ ಆಡುವ. ಯೇಸುವೇ ಕರಗಳನ್ನು ಮೇಲಕ್ಕೆ ಮಾಡುತ್ತಾ உங்க நாமமே உயரணம் ഹല്ലേലൂയാ. உங்க நாமம் வருகணும் இந்த மேன்மை அடையணும். பாடுவே பாடுவோம் ஹல்லேலூயா. உங்க நாமம் உயரணும் இந்த மேன்மை அடையணும். பாடுவோம் பாடுவோம் ஹல்லேலூயா. இயேசுவே
உங்க நாமமே உயரணம். அல்லேலூயா. இயேசுவே உங்க நாமமே உயரணம். அல்லேலூயா. உங்க நாமம் உயரணம். உங்க மேன்மை அடையணும். ஆடுவோம் ஆடுவோம். அல்லேலூயா. உங்க நாமம் உயரணம். உங்க மேன்மை அடையணும். ஆடுவோம் ஆடுவோம். அல்லேலூயா. ஹல்லேலூயா. 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 ஹல்லே ஆமென். ஹல்லேலூயா. ஹல்லே ஆமென். ஹல்லேலூயா. ஹல்லே ஆமென். ஹல்லேலூயா. ஹல்லே ஆமென். ஹல்லேலூயா. இயேசுவே உங்க நாமமே ചേർന്നെല്ലാവരും ചേർന്ന് എല്ലാവരും ശരി ഉയരണം. ഹല്ലേലൂയാ. യേശുവേ ഉങ്ക നാമമേ പെരുകണം. ഹല്ലേലൂയാ. ഉങ്ക നാമം ഉയരണം. പാടുവേ പാടുവോം. ഹല്ലേലൂയാ. ശാന്തമായി ഉങ്ക നാമം ഉയരണം. ഉങ്ക മേന്മை അടയണം. പാടുവോം പാടുവോം. ഹല്ലേലൂയാ. 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 യാവേ ആമേൻ. ഹല്ലേലൂയാ. യാവേ ആമേൻ. ഹല്ലേലൂയാ. യാവേ ആമേൻ. ഹല്ലേലൂയാ. Ave, Amen. Hallelujah. യേശുവേ ഉങ്ക നാമമേ ഉയരണം. ഹല്ലേലൂയാ. യേശുവേ ഉങ്ക നാമമേ പെരുകണം. ഹല്ലേലൂയാ. ഉങ്ക നാമം ഉയരണം. ചേർന്ന് ശരി ആടുവാ. മേന്മை അടയണം. നാമം ഉയരണം.